ഇത് ഒരു പുതിയ ഫാബ്രിക് ആണ് മാർക്കറ്റിൽ. ഇറ്റ്സ് കോൾഡ് ആസ്ത ജെറി. ഇത് അംബ്രേല പോലെയാണ്, അതാകുമ്പോൾ ഫ്ലീറ്റഡ് ആയിട്ട് വരുന്നത്. ഇത് വരുമ്പോൾ ഗ്ലോസി ബർബറി. ഇത് ഇസ് എ വെരി ന്യൂ മാർക്കറ്റിൽ ഒരു ഭയങ്കര ഒരു പുതിയ ഫാബ്രിക് ആണ്. വെസ്റ്റേൺ വെയറിൽ ഇത്രയും ഐറ്റംസ് അവൈലബിൾ ആണ്. ടോപ്പ് ആണ്. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു ലേറ്റസ്റ്റ് ലോഞ്ച്. കുറച്ച് പ്രത്യേകതകളുണ്ട്. പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ പ്രൈസിങ് നല്ലതാണ്. ഇത് ജീൻസിന്റെ ഒരു കളർ ഷോട്ട് സോണാണ്. എത്ര കൊല്ലായി? 35 years. സിമ്പിൾ പഫ് കൈ ആയിട്ടുള്ള ഒരു മോഡലാണ്. ബി നെക്കിൽ ഒരു പാറ്റേൺ ആണ്. ഇത് വൺ ഓഫ് ദ നമ്മുടെ റിപ്പീറ്റ് ഇൻക്വയറി മോഡലാണ്. ഞാൻ ഇട്ടിരിക്കുന്നതിന്റെ സൈഡ് ആണെങ്കിൽ ഇത് സെന്റർ ആണ് വരുന്നത്. കൊല്ലം ഷോപ്പ് കൊല്ലത്തുനിന്നാണ് വരുന്നത്. വെർട്ടിഗൻ ഫാബ്രിക് ആണ്. ഒരു പുതിയ ഫാബ്രിക് ആണ് മാർക്കറ്റിൽ. ഇത് ഷിമ്മർ ഡെന്റിംഗ് ബേസ് ഫാബ്രിക് ആണ് വിത്ത് ഫോയിൽ. ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് എറണാകുളത്ത് ഗോപാല പ്രഭു റോഡിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഈ റോഡിലേക്ക് വരാനായിട്ട് കുറേ പേർക്കൊക്കെ ഡൗട്ട് ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വീഡിയോ ചെയ്തപ്പോൾ ഗോപാല പ്രഭു റോഡിലേക്ക് വരാനായിട്ട് 2-3 വഴിയുണ്ട്. ഇപ്പോൾ ഇത് നമ്മൾ വന്നിരിക്കുന്ന കട എന്ന് പറയുമ്പോൾ ദുർഗ ടെക്സ്റ്റൈൽസിലേക്ക് വരാനായിട്ട് ഇപ്പോൾ എൻ്റെ ഫ്രണ്ടിലാണ് കട. അപ്പോൾ അങ്ങനെയാണെങ്കിൽ റൈറ്റ് സൈഡിൽ കൂടെ വരുമ്പോൾ നമുക്ക് MG റോഡ് വഴിക്ക് കയറുകയാണെങ്കിൽ ഫ്ലവർ ജംഗ്ഷൻ കാണും. ഫ്ലവർ ജംഗ്ഷൻ്റെ അവിടുന്ന് ഡയറക്റ്റ് ഇങ്ങോട്ട് കയറി വരുമ്പോൾ ഗോപാല പ്രഭു റോഡ് അവിടുന്ന് ജസ്റ്റ് നമുക്ക് കാണുകയാണെങ്കിൽ റൈറ്റ് സൈഡിലാണ് നമുക്ക് ദുർഗ ടെക്സ്റ്റൈൽസ് എന്ന് പറയുന്നത്. ഇനി ലെഫ്റ്റ് സൈഡിൽ കൂടെ വരികയാണെങ്കിൽ ഇതാ കാണുന്നതാണ് 4 കൂടിയ ജംഗ്ഷൻ. ആ 4 കൂടിയ ജംഗ്ഷൻ്റെ അവിടേക്ക് എത്താനായിട്ട് നമുക്ക് മേനക ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് നമുക്ക് പ്രസ് ക്ലബ്ബ് റോഡ് വഴിക്ക് നമുക്ക് ഗോപാല പ്രഭു റോഡിലേക്ക് കയറാം. ഇത് കൂടാണ്ട് നമുക്ക് ക്ലോത്ത് ബസാർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ക്ലോത്ത് ബസാർ വഴിക്കായാലും നമുക്ക് ഈ ഒരു ഗോപാല പ്രഭു റോഡിലേക്ക് കയറാം. അങ്ങനെ നമ്മൾ വന്നിരിക്കുന്നത് ദുർഗ ടെക്സ്റ്റൈൽസ്. അപ്പോൾ ഗോപാല പ്രഭു റോഡിലേക്ക് ഒന്നുകൂടെ എക്സൈറ്റ് ആയിട്ട് കറക്റ്റ് ലൊക്കേഷൻ പറയാം. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ദുർഗ ടെക്സ്റ്റൈൽസ് 4 ഫ്ലോർ ആയിട്ടുള്ള വലിയ ബിഗ് ബിൽഡിംഗ് ആണ്. അപ്പോൾ അതിൽ നല്ല വെറൈറ്റീസ് 365 ഡേയ്സ് ഓടുന്ന നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ പുറത്ത് നമ്മുടെ കേരള ട്രഡീഷണൽ ആയിട്ടുള്ള കുറേ വെറൈറ്റി കളക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. കണ്ടോ, ഇത് കൂടാണ്ട് ഇഷ്ടം പോലെ കളക്ഷൻസ് നമുക്ക് ഉള്ളിൽ ചെന്നാലും കാണാൻ പറ്റും. അതുകൂടാണ്ട് ഇത് കണ്ടോ, പുറത്തൊക്കെ നല്ല വെറൈറ്റി കളക്ഷൻസ് ഒക്കെ ഉണ്ട്. ഇത് കൂടാണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് കേരള ട്രഡീഷൻ വെയറാണ്. ഇതാണെങ്കിൽ നമുക്ക് 365 ഡേയ്സ് മൂവിങ് ആയിട്ടുള്ള ഇഷ്ടം പോലെ വെറൈറ്റി കളക്ഷൻ. അപ്പോൾ കളക്ഷൻസ് കാണാൻ ഞാൻ റെഡിയാണ്. ഒന്ന് നോക്കിയാലോ, നമുക്ക് ഇഷ്ടം പോലെ വെറൈറ്റീസ് കാണിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ എന്തൊക്കെ വെറൈറ്റീസ് നോക്കാം. അപ്പോൾ ഇവിടുത്തെ ഓണർ നമസ്കാരം. നല്ല പോലെ മലയാളം പറയൂ കേട്ടോ. കാണുമ്പോൾ ഇവിടുത്തെ കാരനല്ല, പക്ഷേ ഇവിടെ എത്ര കൊല്ലായി? 35 ഇയേഴ്സിന്റെ എക്സ്പീരിയൻസ് ഉണ്ട് അല്ലേ? 35 years. അപ്പൊ നമ്മുടെ ദുർഗ ടെക്സ്റ്റൈൽസിന്റെ ഓണറാണ്. നമസ്കാരം. ഹായ്. അപ്പൊ മെയിൻ ഓണർ ഇതാണ്. ഇതിന്റെ കൊച്ചു മുതലാളിയാണ് ഇരിക്കുന്നത്. നമസ്കാരം. അപ്പൊ എന്താണ് വിശേഷം? സുഖാണോ? സുഖം. കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ നമ്മൾ കുറേ വെറൈറ്റീസ് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ പ്രാവശ്യം എന്താണ് നമുക്ക് കാണിക്കാനുള്ളത്? അധികം വെറൈറ്റീസ് ഉണ്ട് കാണിക്കാൻ. ഞാൻ ഇട്ടിരിക്കുന്നതും അവരുടെ തന്നെയാണ് കേട്ടോ. ഇത് പുതിയൊരു വെറൈറ്റിയാണ്. ഈ പ്രാവശ്യം നമുക്ക് കേരള ട്രഡീഷണൽ ആയിട്ട് മൂവ് ചെയ്യാൻ ഒരു ബാന്തിനി സ്റ്റൈലിലൊക്കെ അല്ലേ, സൈഡിൽ പാച്ച് വർക്കൊക്കെ കൊടുത്ത് പ്രിൻസ് കട്ട് ആ ഒരു മോഡൽ. ഇനിയും വെറൈറ്റീസ് ഇഷ്ടം പോലെയുണ്ട്. അത് കൂടാണ്ട് നേരത്തെ പറഞ്ഞ പോലെ 365 ഡേയ്സ് ഓടുന്ന കുർത്തീസും ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാം പല മോഡൽസ് അവൈലബിൾ ആണ്. ഫീഡിംഗ് വെയർ, മെറ്റേണിറ്റി വെയർ അവൈലബിൾ ആണ്. പാർട്ടി വെയർ അവൈലബിൾ ആണ്. എക്സ്ട്രാ സൈസ് ഉള്ള ആൾക്കാർക്ക് 3XL 4XL 5XL ഉണ്ട് കുർത്തീസ് അവൈലബിൾ ആണ്. ആൻഡ് 2 പീസ് അവൈലബിൾ ആണ്, വിച്ച് ഇസ് ടോപ്പും ബോട്ടം മാത്രം. പിന്നെ ടോപ്പ് ബോട്ടം ഷോളും അവൈലബിൾ ആണ്. അതില്ലാണ്ട് ഷോർട്ട് ടോപ്സ് മാത്രം ജീൻസിൻ്റെ ഇത് അവൈലബിൾ ആണ്. ആൻഡ് ബോട്ടം പാൻസും അവൈലബിൾ ആണ്. ലേഡീസിന്റെ ബോട്ടം പാൻസും കൂടി അവൈലബിൾ ആണ്. ബോട്ടം സെപ്പറേറ്റ് ആയിട്ട് കേട്ടോ. അപ്പോൾ മൊത്തം 4 ഫ്ലോറാണ്, ഗ്രൗണ്ട് അടക്കം. അപ്പോൾ ഓരോരോ ഫ്ലോറിലും ഓരോരോ രീതിയിലാണ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം ഇപ്പോൾ എന്തൊക്കെ ഫെസ്റ്റിവൽസ് നടക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള കളക്ഷൻസ് ആണ് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ റെഡിയാണ് ഈ പ്രാവശ്യത്തെ ഫെസ്റ്റിവൽ നമുക്ക് ആഘോഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ തുടങ്ങാം നമുക്ക്. ഫെസ്റ്റിവൽ വെയർ ആയിട്ടൊന്ന് തുടങ്ങാം. യെസ്. അപ്പോൾ ഇത് ഇപ്പോൾ കാണിക്കുന്ന എല്ലാം ഫാബ്രിക്കിന്റെ ബേസ് നമ്മുടെ കേരള ടിഷ്യൂ ബേസ് ഫാബ്രിക് ആണ്. ആൻഡ് ഇതിൽ ഒരു 1 സൈഡ് ലീഫ് വർക്ക് ചെയ്ത പാറ്റേൺ ആണ്. ദാമണില് കസവിന്റെ പാച്ച് വരും. സോ ഇതൊരു സൈഡ് സ്ലിറ്റ് മോഡലാണ്. ഒരു ഹാൻഡ് വർക്കും കൂടി ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് ക്ലിയർ ആയിട്ട് കണ്ടാൽ അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നല്ല ഭംഗിയിലുള്ള ഹാൻഡ് വർക്ക്, ഫൈൻ ഫിനിഷിങ്ങോട് കൂടിയിട്ട് അങ്ങനെ ഇഷ്ടം പോലെ വർക്ക് കുർത്തീസിൽ വരുന്നുണ്ട്. ഇപ്പോൾ അതൊക്കെ സിംഗിൾ കുർത്തിയായിട്ട് നമുക്ക് അങ്ങനെ മേടിക്കാം. പക്ഷെ ഹോൾസെയിലാണ്. അത് ഹോൾസെയിലാണ്. ബോട്ടം വെയർ ആയാലും ഷോർട്ട് ടോപ്സ് ആയാലും എന്ത് ഐറ്റം ആയാലും ഓൺലി ഹോൾസെയിൽ ആണ്. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഓർഡർ ഷുഡ് ബി മിനിമം ഒരു ഹോൾസെയിൽ ക്വാണ്ടിറ്റി. അതെ, അതിപ്പോൾ ജസ്റ്റ് സാമ്പിൾസാണ് കാണിക്കുന്നത്. എടുക്കുമ്പോൾ തന്നെ മീഡിയം, ലാർജ്, XL, XXL സെറ്റ് ടു സെറ്റ് ആണ് എടുക്കേണ്ടത്. വീണ്ടും എടുത്ത് പറയണം കേട്ടോ. ഇതിൻ്റെ വെറൈറ്റീസ് സാമ്പിൾസ് ആണ് ഇപ്പോൾ നമ്മൾ കാണിക്കുന്നത്. മിറർ വർക്കോട് കൂടിയിട്ടാണ് കേട്ടോ വരുന്നത്. ഹാൻഡ് വർക്കും വരുന്നുണ്ട്.
മിറർ വർക്ക് ആൻഡ് ഫുൾ ടോൺ ടു ടോൺ വർക്ക് ആണ്. അപ്പോൾ ഇതിൽ ഇപ്പോൾ ഒരു മെറൂൺ കളറിന്റെ പ്രിന്റ് കാണാം. ആൻഡ് യു കൻ സി മെറൂൺ കളറിന്റെ തന്നെ ടോൺ ടു ടോൺ ഹാൻഡ് വർക്ക് ആയിട്ടാണ്. ആൻഡ് ഇതൊരു ലൈക്ക് അത്യാവശ്യം ഒരു ഭയങ്കര സോഫ്റ്റ് ഫിനിഷ്ഡ് ഒരു ഫാബ്രിക് ആണ്. അതെ, ഇത് വരുന്നത് കേരള ടിഷ്യൂല് വിത്ത് ഷിമ്മർ ഇൻഫ്യൂസ്ഡ് ആണ്. ആൻഡ് ഹാഫ് ചെസ്റ്റ് യോക്ക് വരെ പാച്ച് ആയിട്ട് ഉള്ള ഒരു മോഡലാണ്. അത് ഫുൾ കട്ടായിരുന്നു. പ്രിൻസസ് ഇല്ല, സെന്റർ പാനൽ കട്ടായിരുന്നു. ഇതാണെങ്കിൽ ഓൺലി ചെസ്റ്റ് യോക്ക് വരെ ആണ്. ഇനി ഇത് രണ്ടും അല്ല, കുറച്ച് ഡിഫറെന്റ് ലുക്ക് ആണെങ്കിൽ രണ്ട് സൈഡിലായിട്ടുള്ള ഒരു പാനൽ കട്ട് ഇതാണ് ഏറ്റവും ഇൻ ഡിമാൻഡ് ഇപ്പൊ പ്രിൻസസ് കട്ടുള്ള മോഡലാണ് വരുന്നത്. ഇതിന്റെ ഹാൻഡ് വർക്ക് നോക്കിയേ, ഈ ഹാൻഡ് വർക്കുകൾ ഇങ്ങനെ മാറി മാറി വരില്ല. പിന്നെ ഈ ഇതിന്റെ കളർ ചേഞ്ചസ് അങ്ങനെ കിട്ടുമോ? ഇതിന്റെ കളർ ചേഞ്ചസും കിട്ടും. ഹാൻഡ് വർക്ക് ഈ സൈഡിൽ വരുന്ന പ്രിന്റ് അതനുസരിച്ച് അതിന്റെ ഹാൻഡ് വർക്കിന്റെ ഡിസൈനും കൂടി മാറും. ഓക്കെ, അങ്ങനെ വ്യത്യസ്തം. ഇത് ഒരു വേറെ മോഡലാണ്. ഇത് കാണുമ്പോൾ ഇറ്റ്സ് എ ഫ്രോക്ക് മോഡൽ വിത്ത് സിമ്പിൾ പഫ് കൈ ആയിട്ടുള്ള ഒരു മോഡലാണ്. വി നെക്കിൽ ഒരു പാറ്റേൺ ആണ്. അതിൽ ഡ്രോ സ്ട്രിങ് ഒക്കെ കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ. നല്ല ഹാൻഡ് വർക്ക് ഒക്കെ നിങ്ങളുടെ ഓൺ അല്ലേ? മാനുഫാക്ചറിങ് ഹാൻഡ് വർക്ക് ആയാലും സ്റ്റിച്ചിങ് ആയാലും എവറിത്തിങ് നമ്മുടെ ഇൻ ഹൗസ് പ്രൊഡക്ഷൻ തന്നെ. അതെ, അതാണെങ്കിൽ കുറച്ച് ഒരു സിമ്പിൾ ലൈറ്റ് വെയ്റ്റഡ് ഹാൻഡ് വർക്ക് മോഡലായിരുന്നു. ഇത് വരുമ്പോൾ ഇറ്റ്സ് ലിറ്റിൽ ബിറ്റ് മോർ ഓൺ ദ ഹെവിയർ എൻഡ്. കുറച്ചുകൂടി മോർ ഓഫ് മിറർ വർക്ക് യൂസേജ് ഉണ്ട് ആൻഡ് മോർ ഓഫ് ഫ്ലീറ്റ് ഉണ്ട്. ഓ, അങ്ങനെ ഒരു നോക്കുമ്പോൾ ഒരു സിമ്പിൾ ആണ്. ഇത് അംബ്രേല പോലെയാണ്, അതാകുമ്പോൾ ഫ്ലീറ്റഡ് ആയിട്ട് വരുന്നത്. അങ്ങനെ ഒരു ഡിഫറെന്റ് ആണ്. അംഗ്രക്ക സ്റ്റൈലാണ് ആ ഒരു യോക്ക് വന്നിരിക്കുന്നത്. പക്ഷെ ഒക്കെ നല്ല ഒന്നിലൊന്ന് ഭംഗിയാണ് കേട്ടോ. എല്ലാതും കാണുമ്പോൾ തന്നെ മെറ്റീരിയൽസ് എല്ലാതും സെയിം ആണ്. മെറ്റീരിയൽ എല്ലാത്തിലും സെയിം ആണ്. അതെ, ടിഷ്യൂന്റെ ആണ് വരുന്നത്. ബേസ് തന്നെയാണ് വിത്ത് ഡിഫറെന്റ് ടിഷ്യൂ മെറ്റീരിയൽ. ടിഷ്യൂടെ ബേസ് തന്നെയാണ്. പക്ഷെ ഇതിൽ തന്നെ റേറ്റ്സും മുകളിലോട്ട് പോകും, അടിയിലോട്ട് പോകും. അങ്ങനെ തന്നെ മെറ്റീരിയലിന്റെ ക്വാളിറ്റിയും അപ്പ് ആൻഡ് ഡൗൺ വേരിയേഷൻസ് ഉണ്ടാവും. ടിഷ്യൂല് തന്നെ പല വേരിയേഷൻസ് വരുന്നുണ്ട്, മെറ്റീരിയൽസ് വരുന്നുണ്ട്. ആൻഡ് ഇത് നമ്മുടെ ഒരു ഫുൾ സെന്റർ പാനൽ കട്ടിംഗ് ആണ്. അതൊരു പ്രിൻസസ് കട്ട് മോഡലാണ്. മാം ഇപ്പൊ ഇട്ടത്, ഞാൻ ഇട്ടത്. ഓക്കെ ഓക്കെ. ആൻഡ് ഇതിന്റെ പേരാണ് ഒരു ഫുൾ സെന്റർ പാനൽ വർക്ക് ആയിട്ട് വരുന്നത്. സെന്ററിൽ വരുന്ന ഡിസൈൻ കലംകാരി അജ്രക് പാച്ച് വർക്ക് ആണ്. അപ്പോൾ ഇത് ടിഷ്യൂലാണ് വരുന്നത്. ഇഷ്ടം പോലെ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. ഈ പ്രാവശ്യത്തെ നമ്മുടെ കേരള ട്രഡീഷണൽ നല്ല രീതിയിൽ ഫെസ്റ്റിവൽ ആഘോഷിക്കാൻ പറ്റിയ ഇഷ്ടം പോലെ വെറൈറ്റീസ്. ഒരു വൺ മോർ എക്സ്ക്ലൂസീവ് ഡിസൈൻ സൈഡ് സ്ലിറ്റ് ഓപ്പൺ കുർത്തിയിൽ ഒരു സാധാ റൗണ്ട് നെക്ക് വെച്ചിട്ട് ഒരു ഹാൻഡ് വർക്കുള്ള മോഡലാണ്. ഒരു സ്ക്വയറിൽ ഹാൻഡ് വർക്ക് ഡീറ്റെയിലിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് കാണുമ്പോഴേക്ക് തന്നെ നമുക്ക് ആ ഒരു രീതിയിലാണ് കേട്ടോ വരുന്നത്. ഒക്കെ ഹോൾസെയിലാണ്, വീണ്ടും എടുത്ത് പറയാണ്. ഇനിയിപ്പോൾ നേരത്തെ കണ്ടത് നമ്മളൊരു ടിഷ്യൂ ബേസിലായിരുന്നു മെറ്റീരിയൽ. ഇതാകുമ്പോൾ കുറച്ച് ഗോൾഡൻ കൂടുതൽ കയറിയിട്ടുണ്ട്. ഷെയ്ഡ് ഫുള്ളി ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ പല പാർട്സിൽ ഇത് മോർ ഓഫ് നമ്മുടെ നോർത്ത് കേരള ആകുമ്പോൾ ടുവേർഡ്സ് മലപ്പുറം സൈഡൊക്കെ ആകുമ്പോൾ ആൾക്കാർക്ക് ഇതാണ് ഈ ഒരു ബേസ് ആണ് കൂടുതൽ പ്രിഫറൻസ്. അപ്പോൾ ഇതിൽ നമുക്ക് ഡിഫറെന്റ് ഷെയ്ഡ്സ് ഉണ്ട്. ഇതിൽ തന്നെ ക്യാമറയിൽ ഇത്രയും ക്ലിയർ ആയിട്ട് വരും എനിക്ക് അറിയില്ല. ഇതിൽ തന്നെ ഗോൾഡിൽ തന്നെ പല ഷെയ്ഡ്സ് ഗോൾഡ് ഉണ്ട്. ഓ, അത് കുറച്ച് ലൈറ്റ് ആയിട്ട് ഗോൾഡ് ആണ്. ഇത് കുറച്ചുകൂടി ബ്രൈറ്റ് ആണ്. ബ്രൈറ്റ് പാച്ച് വർക്ക് ഒക്കെ സെയിം എല്ലാത്തിലും കിട്ടൂട്ടോ. നമുക്ക് പാച്ച് വർക്ക് നോക്കുകയാണെങ്കിൽ അത് ലൈറ്റ് ടിഷ്യൂലായാലും ഡാർക്കിലായാലും. ഇത് ഫുൾ ബനാറസി സ്റ്റൈൽ അല്ലേ? ഇത് മോർ ഓഫ് ബനാറസിയും പറയാം, മോർ ഓഫ് ഒരു സ്റ്റാൻഡേർഡ് മിഡ് ബുട്ടീക്ക് കൈൻഡ് ഓഫ് ഒരു മോഡലും പറയാം. ഇറ്റ്സ് വെരി സിമ്പിൾ അറ്റ് ദ സെയിം ടൈം ഫാൻസി അറ്റ് ദ സെയിം പോയിന്റ് ടൈം. ഒരു ബോട്ട് നെക്ക് വെച്ചിട്ട് ഫുൾ ബോൾ പാറ്റേൺസ് കൊടുത്തിട്ടുണ്ട് ആൻഡ് ഒരു ഡയമണ്ട് പ്രിന്റഡ് ഡിസൈൻ ആണ്. വെരി സിമ്പിൾ വീവിംഗ് ആണ് കേട്ടോ കാണുന്നത്. വിത്ത് ലൈനിങ്. എല്ലാം ഐറ്റം വിത്ത് ലൈനിങ് ആണ്. വിത്ത് ലൈനിങ് ആണ് വരുന്നത്. ഇത് ഈ മോഡൽ വന്നിട്ടുണ്ട്. ഈ മോഡൽ നമ്മൾ കാണിച്ചത് ഫ്ലയർ, അത്യാവശ്യം ഫ്ലയർ വരുന്നുണ്ട്. അപ്പൊ മോഡൽസ് ഇഷ്ടം പോലെ വെറൈറ്റീസ് ഉണ്ട്. ഇത് വരുമ്പോൾ എക്സ്ക്ലൂസീവ് ഒരു സെന്ററിൽ ഒരു ക്ലാസിക്കൽ കേരള മോഡലാണ്. ഒറിജിനൽ മിറർ, പ്യുവർ മിറർ വർക്ക് ആയിട്ട് അങ്ങനെ വെറൈറ്റീസ്. ഇനി റേറ്റ് കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ നമ്പർ ഉണ്ട്, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വിളിച്ച് ചോദിക്കാം റേറ്റ് കാര്യം. പിന്നെ വീഡിയോ കോൾ ഫെസിലിറ്റീസും അവൈലബിൾ ആണ്. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും വിളിക്കാം. പിന്നെ സീസൺ ടൈം ആയതുകൊണ്ട് തന്നെ സൺഡേ ഓപ്പൺ ആണ്, അല്ലാത്ത സമയത്ത് സൺഡേ ക്ലോസ് ആയിരിക്കും. മോർണിംഗ് 8 മണി 7 മണിക്കൊക്കെ കട തുറക്കും. പൂട്ടണത് എപ്പോഴാണ് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം അതെ 12 മണി 1 മണി 2 മണിക്കൊക്കെയാണ് ഇവർ പോകുന്നത്. അത്രയും തിരക്കായതുകൊണ്ട് അതാണ് ആ സീസൺ ടൈം ആയതുകൊണ്ട് തന്നെ കേട്ടോ. ഇതൊരു അടിപൊളി പീസാണല്ലോ. ഫുൾ എംബ്രോയിഡറി വർക്ക് ആണ്, സീക്വൻസ് വർക്ക്. ഇത് ഫുള്ളി കമ്പ്യൂട്ടർ ഡിസൈൻ ഒരു ബേസ് വർക്ക് ആണ്. ആൻഡ് ഇതിൽ 4 കളർ ചേഞ്ചസ് വരും. ബോട്ടിൽ ഗ്രീൻ, നേവി ബ്ലൂ, വൈൻ ആൻഡ് മെറൂൺ. ആൻഡ് ഇത് ജെറി വർക്ക് ആണ്. ഇറ്റ്സ് കോപ്പർ, പിങ്ക് കോപ്പർ ജെറിയാണ് സെന്ററിൽ വരുന്നത്. ഇത് തന്നെ സെയിം സ്ലീവിലും ആ ഒരു വർക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ ഒരു വൺ ഓഫ് ദ ഹൈസ്റ്റ് സെല്ലിംഗ് മോഡൽസ് ആണ്. നമുക്ക് അത്യാവശ്യം ഇതിൽ റിപ്പീറ്റ് എൻക്വയറീസ് ഫ്രം കസ്റ്റമേഴ്സും കൂടി വന്നിട്ടുണ്ട്. സെയിം കമ്പ്യൂട്ടർ ഡിസൈനർ പാച്ച് വർക്കിൽ ഇതും കമ്പ്യൂട്ടർ ഡിസൈനർ പാച്ച് വർക്ക് ആണ്. ത്രെഡ് വർക്ക് ആൻഡ് നമ്മുടെ സൈഡിൽ ഗോൾഡ്, അത് പിങ്ക് കോപ്പർ ജെറി, ആന്റിക് ഗോൾഡ്. ഇത് ആന്റിക് ഗോൾഡ് ആണ് വിത്ത് ഒരു ബ്ലാക്ക് ഡസ്കി ലുക്ക് ആയിട്ട് വരുന്നത്. അതെ, ഇത് കുറച്ച് നല്ല സ്റ്റാൻഡേർഡ് ഒരു ലുക്ക് ഉണ്ട് കേട്ടോ. ഇത് കാണുമ്പോൾ തന്നെ സ്ലീവിലും ആ ഒരു വർക്ക് കയറിയിട്ടുണ്ട് കേട്ടോ.
സ്ലീവിൽ സെയിം പാച്ച് വരുന്നുണ്ട്. ഇത് വർക്ക് ഇഷ്ടപ്പെടാത്ത ആൾക്കാരിന് വേണ്ടി, അവർക്ക് വർക്ക് വേണ്ട, ഹാൻഡ് വർക്ക് വേണ്ട, ബട്ട് അവർക്ക് ഒരു ഫ്ലോറൽ പ്രിന്റിന്റെ എഫക്റ്റും കൂടി വേണം. സോ അവർക്ക് ഒരു ഇടാൻ പറ്റിയ മോഡലാണ്. ഇതെടുക്കുമ്പോൾ വീണ്ടും പറയാണ്, ഹോൾസെയിൽ ആണ്. മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ, പ്ലസ് സൈസുകാരാണെങ്കിൽ അവർക്കും അവൈലബിൾ ആണ് കേട്ടോ. ഇതിന് സെയിം പാറ്റേൺ പ്രിന്റഡ് ആണ്. ഇത് ഡിജിറ്റൽ പ്രിന്റ് ആണ്, പ്യുവർ ഡിജിറ്റൽ പ്രിന്റ് ആണ്. സൈഡിൽ ഇതിന്റെ പാച്ച് വർക്ക് വരും. വെരി സിമ്പിൾ ബട്ട് സ്റ്റിൽ വെരി ബ്യൂട്ടിഫുൾ വിതൗട്ട് എനി ഹാൻഡ് വർക്കിന്റെ മോഡലിംഗ്. പിന്നെ സൈഡിൽ ഇങ്ങനെ പൈപ്പിങ്ങിന്റെ ഡീറ്റെയിലിംഗ് കൂടി കൊടുത്തിട്ടുണ്ട്. അത് എന്ന് വെച്ചാൽ നോർമൽ പാച്ച് വർക്ക് അല്ല, പൈപ്പിങ്ങിന്റെ ഡീറ്റെയിലിംഗ് കൂടി കൊടുത്തിട്ടുള്ള ഒരു ഫിനിഷിംഗ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഇതിൽ തന്നെ ഡിഫറെന്റ് മോഡൽ. ഇപ്പൊ നമ്മൾ കാണുന്നത് ഫ്രോക്ക് മോഡലാണ്. ആദ്യം കണ്ടത് സെന്റർ പാനൽ ആയിരുന്നു, പിന്നെ പാച്ച് വർക്ക് ആയിരുന്നു. പിന്നെ ഇതിൽ വരുന്നത് ഫുൾ ഈ സെയിം ഡിജിറ്റൽ പ്രിന്റിന്റെ തന്നെ ക്ലോത്ത് വെച്ചിട്ട് നമുക്ക് ഫുൾ ഫ്രോക്ക് ടൈപ്പ്, അപ്പോൾ ഉൾട്ടാ പുൾട്ടായിട്ട് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന കുറേ വെറൈറ്റീസ്. ഇതിൽ തന്നെ പല വേരിയേഷൻ വരും. പ്രിന്റ് ഉണ്ട്. ഇതിൽ ഇപ്പൊ ഹാൻഡ് വർക്ക് ആയിട്ട് നമുക്ക് ഇടാൻ പറ്റും. ഇതിന് മുകളിൽ നമ്മൾ എക്സ്റ്റേണൽ ലേസസ് ഓൾസോ യൂസ് ചെയ്യും. അപ്പൊ ഇതിൽ പല മോഡൽ വരും, അത് ഇപ്പൊ കാണിക്കാം. അപ്പോൾ അത് അങ്ങനെ അനുസരിച്ചിട്ടാണ് ഡീറ്റെയിലിംഗ് വരുന്നത് കേട്ടോ. അപ്പോൾ അതിൽ വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഇത് വൺ ഓഫ് ദ നമ്മുടെ റിപ്പീറ്റ് ഇൻക്വയറി മോഡലാണ്. ഇതിന് പറയുന്നത് പിൻടെക് ഡിജിറ്റൽ മോഡലാണ്. ഇതാണ് പിൻടെക്സ് എന്ന് പറയുന്നത്. ഈ ഒരു യോക്കിൽ വരുന്ന വർക്ക്, പിന്നെ ഡിജിറ്റലിന്റെ പ്രിന്റ് ആണ് ഓവറോൾ പോയിരിക്കുന്നത്. അത് സ്ലീവിലും അതുപോലെ ബാക്ക് സൈഡിലും സെയിം ആ ഒരു പ്രിന്റോട് കൂടിയിട്ടാണ് കേട്ടോ വരുന്നത്. അപ്പോൾ പിൻടെക്സ് മോഡലിൽ സിമ്പിൾ ആയിട്ടുള്ളൊരു, പക്ഷെ കാണുമ്പോൾ ഒരു ഹെവി ഫീലിംഗ് നമുക്ക് കിട്ടും. ഇത് വരുന്നത് ഒരു സെന്റർ പാനൽ, സെയിം അജ്രക് പാച്ച് വർക്ക് മാം യൂസ് ചെയ്തത്. ഇത് സെന്ററിലാണ്. ഞാൻ ഇട്ടിരിക്കുന്നതിന്റെ സൈഡ് ആണെങ്കിൽ ഇത് സെന്റർ ആണ് വരുന്നത്. അതിലും ഫുൾ ഹാൻഡ് വർക്കിന്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ഒറിജിനൽ മിററും അതുപോലെ കട്ട് വർക്കും ഇതൊക്കെ കൊടുത്തിട്ടുള്ള ഒരു വർക്കാണ് വരുന്നത്. പിന്നെ അടുത്ത് കുട്ടികളുടെയോ? കുട്ടികളുടെ വെക്കുന്നുണ്ട് ഇവിടെ. കുട്ടികളുടെ ഫെസ്റ്റീവ് വെയർ, എത്നിക് വെയർ ഐറ്റം വെക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഇത് സ്കേർട്ട്, അതുപോലെ ഇതിന്റെ ടോപ്പാണ്, ക്രോപ്പ് ടോപ്പ് പോലെ. കുട്ടികളുടെ കാരണം ലെങ്ത് സ്മോൾ ആൻഡ് ഇത് ക്രോപ്പ് ആയിട്ട് വരും. ഓക്കെ. അടിയിൽ വരുന്നത് ഡിജിറ്റൽ പ്രിന്റ് ആണ്. ഡിജിറ്റൽ പ്രിന്റിന്റെ ഇഷ്ടം പോലെ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. അതും ബാക്കിൽ സിബ് ടൈപ്പ് ഒക്കെ ആയിട്ട് വരുന്നത്. ശരിക്കും ഇങ്ങനെ ലുക്ക് ഇങ്ങനെ കണ്ടാലേ അതിന്റെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കണ്ടോ, നല്ല അടിപൊളി ഒരു ലുക്കിൽ. ഇതിലും ഡിഫറെന്റ് കളേഴ്സ് വരും അല്ലേ? ഇനി ഇതിന്റെ കുട്ടികളുടെ കാര്യം പറയുമ്പോൾ എങ്ങനെയാ സൈസ് വരുന്നത്? ഇപ്പൊ വലിയവരുടെ ആണെങ്കിൽ നമുക്ക് മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ അല്ലെങ്കിൽ പ്ലസ് സൈസ്. ഇനി കുട്ടികളുടെ എങ്ങനെയാ? കുട്ടികളുടെ വരുമ്പോൾ 22, 22, 24, 26, 28, 30 നമ്മുടെ ഒരു സ്റ്റാൻഡേർഡ് സൈസ് ആണ് നമ്മൾ റെഗുലർലി അടിക്കുന്നത്. ചില മോഡൽസിൽ 16, 18 അടിക്കും, ബട്ട് മെയിൻലി 20 to 30 ആണ്. 20 to 30 കോംബോ സൈസ്. ഓക്കെ. അപ്പൊ ഇത് കളറിൽ ഡിജിറ്റൽ. ഇനി ഇത് വാവ്, ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു ലേറ്റസ്റ്റ് ലോഞ്ച്. അത് സ്ലീവ് ഒക്കെ അടിപൊളിയായിട്ട് ശരിക്കും ആ ഒരു അഡൽട്ട് ഇടുന്ന ഒരു സ്ലീവിന്റെ ആ ഒരു ടൈപ്പാണ് കേട്ടോ വരുന്നത്. സിമ്പിൾ ആൻഡ് ഫാൻസി അറ്റ് ദ സെയിം പോയിന്റ് ഓഫ് ടൈം. ഒരു പെൻഡന്റ് വർക്കിന്റെ ഡിസൈൻ ആണ്. അതെ, അത് സ്ലീവ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ കുട്ടികൾക്കൊക്കെ വേറെ ചെയ്യുമ്പോൾ തന്നെ, അതും കോട്ടണില് ഫുൾ. ഇതിൽ തന്നെ ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ലൈക്ക് നമ്മൾക്ക് ഗോൾഡിന്റെ ഷെയ്ഡ്സിൽ തന്നെ ഈ ഗോൾഡ് ഷെയ്ഡ് വരുന്നുണ്ട്, വെരി റോ ഗോൾഡ് ഷെയ്ഡും കൂടി വരുന്നുണ്ട്. ഈ ഗോൾഡിന്റെ കാര്യമാണ് പറയണത് കേട്ടോ. ഇതിൽ തന്നെ ഡാർക്ക്, ലൈറ്റ് അങ്ങനെ അങ്ങനെ കയറി വരും. ഇപ്പൊ ഇതിൽ നോക്കുകയാണെങ്കിൽ ഗോൾഡ് നോക്കിയേ, ഈ ഗോൾഡ് വ്യത്യാസം ഉണ്ട്, അങ്ങനെ അങ്ങനെ വ്യത്യാസങ്ങൾ കയറി വരും. അപ്പൊ ഗോൾഡിൽ തന്നെ പലതരം ഗോൾഡ് ഉണ്ട്, പലതരം ഗോൾഡ് ഉണ്ട്. ടിഷ്യൂടെ ഫാബ്രിക്കിൽ പലതരത്തിന്റെ ടിഷ്യൂ ഫാബ്രിക് ഉണ്ട്. അതെ. അപ്പൊ ഈ ടിഷ്യൂ ഫാബ്രിക് നോക്കിയാൽ നോർമൽ കേരള ടിഷ്യൂ ഫാബ്രിക് ആണ്. ഇതാവുമ്പോ കോട്ടൺ ഓഫ് വൈറ്റ് ബേസ് ആവുന്നുണ്ട്. സോ അങ്ങനെയാണ് ടിഷ്യൂല് നമുക്ക് പല ഫാബ്രിക്സും വെറൈറ്റി വരുന്നത്. വാവ്, കുട്ടികളൊക്കെ ഇട്ട് വരുമ്പോൾ ഒരു ഭംഗി സൂപ്പറായിട്ട് വരും. സൂപ്പറായും. ഇത് വരുമ്പോൾ പ്ലെയിൻ അജ്രക്കിൽ ഒരു ബേസ് മോഡലാണ്. അത് അജ്രക്കിന്റെ സ്ലീവും ഒരു മേഗാ സ്ലീവ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അജ്രക്കിന്റെ വിത്ത് പൈപ്പിങ്ങിന്റെ ഫിനിഷിങ്ങോട് കൂടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അടിയിലും ആ ഒരു അജ്രക്കിന്റെ ഫ്രിൽ വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓവറോൾ സൂപ്പർ. ഇത് നെക്സ്റ്റ് വരുന്നത് ഹാൻഡ് വർക്കിൽ വിത്ത് ഒരു ബാന്തിനി മോഡൽ. ഇവിടെ ഒരു നോഡ് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ഇത് ഫ്ലീറ്റ് ടൈപ്പ് ആയിട്ട് നല്ല രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ട്. അടിയിലും ആ ഒരു ഫ്രിൽ വർക്ക് ഡീറ്റെയിലിംഗ് ഒക്കെ പോയിട്ടുണ്ട് കേട്ടോ. പഫ് സ്ലീവ് ഒക്കെ ആയിട്ട് കുട്ടികൾക്ക് എന്നൊക്കെ പറയുമ്പോൾ എന്തിട്ടാലും ഒരു രസമല്ലേ. ഇതാകുമ്പോൾ സ്ലീവ് നമുക്ക് ഒരു ടിഷ്യൂൻ്റെ മോഡലാണെങ്കിൽ ഇത് കളറിലാണ് കൊടുത്തിരിക്കുന്നത്. ഹാൻഡ് വർക്കും കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടോ, അങ്ങനെ ഇതിൽ തന്നെ കണ്ടിന്യൂഷൻ ഇൻ ദിസ് കളക്ഷൻ ഇത് ഫുൾ ഫ്രോക്കാണ് കേട്ടോ ഇപ്പോൾ കാണിക്കുന്നത്. ഫ്രോക്ക്, പക്ഷേ ഇത് കാണുമ്പോൾ നമുക്ക് പാവാട ഇട്ടു എന്നുള്ളൊരു ഫീല് കിട്ടും കേട്ടോ. നമുക്കിതൊരു ഫ്ലാപ്പ് ചെയ്തിട്ടുള്ള ആ ഒരു മോഡലാണ്, പക്ഷെ ശരിക്കും പറഞ്ഞാൽ സ്കർട്ട് ആൻഡ് ടോപ്പ് പോലത്തെ ഒരു ഫീലിംഗ് നമുക്ക് ഫ്രണ്ടിൽ കൂടെ കാണുമ്പോൾ കിട്ടും. ഇതിന്റെ ഇടയ്ക്ക് വെച്ചിട്ട് നമ്മൾ സ്ലബും വിചിത്ര പല ഫാബ്രിക്സിന്റെ പാച്ച് വർക്ക് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഫ്രണ്ടിൽ കേട്ടോ. അപ്പൊ അങ്ങനെയാണ് ഒരു ലുക്ക് വരുന്നത്. ഇതെല്ലാം പ്ലെയിനിന്റെ മോഡൽസ് ആയിരുന്നു. ഇത് ഡിജിറ്റൽ പ്രിന്റിന്റെ കൂടി ഹാൻഡ് വർക്ക് ആയിട്ട് വരുന്നത് കുട്ടികളുടെ ആൻഡ് പഫ് വിത്ത് ബെൽ സ്ലീവ് ആണ്. ആഹാ,
ഇതിലെ അടിപൊളി സ്ലീവ് ഇങ്ങനെയൊക്കെ കുട്ടികൾ ഇടുമ്പോൾ തന്നെ ഒരു രസം വേറെ തന്നെയാണ്. ഇതിലും നമുക്ക് ബൾക്കായിട്ട് തന്നെ എടുക്കേണ്ടത്. വീണ്ടും പറയാണ്, ഇത് ഹോൾസെയിൽ ആണെന്ന് പല തവണ പറഞ്ഞാലും. സൂപ്പർ ഹോൾസെയിൽ. അതെ, ഹോൾസെയിൽ ടു ഹോൾസെയിൽ. Wholesale to wholesale and wholesale to retail. Retail, But okay. B2C ഇല്ല. Single end customer, for example, ഒരു പീസ് B2C customer, end customer-ക്ക് ഇല്ല. We are B2B and B2C. പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം ഒരു സിംഗിൾ പീസ് ഇവിടുന്ന് പേഴ്സണൽ യൂസിന് കിട്ടില്ല. കച്ചവടക്കാർക്ക് അല്ലെങ്കിൽ ഹോൾസെയിൽ ടു ഹോൾസെയിൽ ആയിട്ട് അങ്ങനത്തെ ആൾക്കാർക്ക് കോൺടാക്ട് ചെയ്യാം. And wholesale to retail ക്കും കോൺടാക്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് ആണോ, ഓൺലൈൻ ബിസിനസ് നടത്തുന്ന ആൾക്കാരാണോ, അവരെല്ലാരും they are all retailers. യെസ്, But end consumer ഇല്ല, കിട്ടില്ല. ലാസ്റ്റ് എൻഡിങ് ഇടുന്ന ഒരു വ്യക്തി അവർക്കില്ല. ഇത് അടുത്തത് പറഞ്ഞാൽ നമുക്ക് വാവ് ഹാൻഡ് വർക്ക് നോക്കിയേ, സൂപ്പർ. ബ്രിഡ്ജ് വർക്ക് ആണ്. രണ്ട് സൈഡ് ഫ്ലോറൽ ഒരു ഷെയ്ഡ് ആണ്. സോഫ്റ്റ് കോട്ടൺ ജയ്പൂരി പ്രിന്റ് ആണ്. അപ്പൊ അതിന്റെ ഒരു കോമ്പിനേഷൻ ആണ് വർക്ക്. ഇവിടെ അടിയിൽ ഇങ്ങനെ കസവും കൂടി ഉണ്ട് കേട്ടോ. അത് ഫ്രണ്ടിൽ മാത്രമല്ല ബാക്ക് സൈഡിലും ആ ഒരു കസവ് പോയിട്ടുണ്ട്. ഇനി അടുത്തത് നോക്കുകയാണെങ്കിൽ അത് നമ്മുടെ ഹൈ സെല്ലിംഗ് ഐറ്റം ഫ്ലോറൽ പ്രിന്റിൽ തന്നെ. പക്ഷെ ഈ പ്രിന്റിന്റെ ലുക്ക് ഇസ് വെരി ഒരു വൈബ്രന്റ് ഒരു ലുക്കാണ്. അതെ, അത് സ്ലീവ് ആണ് എനിക്ക് ഇഷ്ടമായത്. മെയിൻ ഈ പഫ് സ്ലീവ് ആയാലും ഇതിങ്ങനെ വിരിഞ്ഞൊക്കെ നിൽക്കണം. സാധാരണ അടിയിലൊക്കെ ഇങ്ങനെ എലാസ്റ്റിക് പോലെ വെക്കൂല, അങ്ങനെയല്ല, നോർമൽ നല്ല അടിപൊളി കുറച്ചുകൂടി സ്പേഷ്യസ് ബട്ടർഫ്ലൈ സ്ലീവിന്റെ ആ ഒരു ലുക്ക് വരും. അതെ, ഇപ്പൊ ഇത് വരുമ്പോ നമ്മുടെ ഫുൾ 3 പീസ് സെറ്റ് ആണ്. ഓണത്തിന് വേണ്ടി ഒന്ന് ഷോളും പാന്റും ഒന്ന് എടുത്ത് കാണിക്കാം. ഓക്കെ, അപ്പൊ ഇത് ടോപ്പാണ്. ഇത് പാന്റ് വരുമ്പോ പാന്റില് ഈ ദാമന്റെ സെയിം ബോർഡർ വരും. ഓക്കെ, ആൻഡ് 4 ലെയർ ഫുൾ വർക്കുള്ള ഷോളാണ്. ഫുൾ ദുപ്പട്ട ഫുൾ ഇങ്ങനെ. ഇതിവിടെ ഇട്ടോ, ഇവിടെ ഇട്ടോ, ഇതുമ്മ ഇട്ടോ. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഒരു ലുക്ക് തന്നെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ ലുക്ക് വരുന്നത്, കണ്ടോ. ഓവറോൾ ലുക്ക് ഇതായിരിക്കും വരിക. ഇത് ഇട്ട് വരുമ്പോൾ നല്ല സൂപ്പർ ആയിരിക്കും കേട്ടോ. ഒരു 3 പീസിൻ്റെ ഒരു കോൺസെപ്റ്റ്. ഇതിൽ തന്നെ നമുക്ക് കളേഴ്സ് വരുമായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ കോൾ ചെയ്തിട്ട് നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ കളേഴ്സ് ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇനി അടുത്ത ഇനിയും വരുന്നത് ടിഷ്യൂടെ ഫാബ്രിക് ബേസ് ചേഞ്ച് ആയിട്ടുണ്ട്, ക്വാളിറ്റി ചേഞ്ച് ആയിട്ടുണ്ട്. ഒരു യെല്ലോ കൂടുതലായിട്ടുണ്ട്, യെല്ലോ ക്രീം കൂടുതൽ ഒരു ടേസ്റ്റ് ഇതിലുണ്ട്. ആൻഡ് ഇറ്റ്സ് മോർ ഓഫ് ഒരു ബാട്ടിക് പ്രിന്റ് ആണ്. ആൻഡ് ഒരു ഭയങ്കര ഒരു ക്ലോസിക് എക്സ് ക്രോസ് ഓവർ ഒരു ഹാൻഡ് വർക്കിന്റെ ഡീറ്റെയിലിംഗ് പോയിട്ടുണ്ട് കേട്ടോ. അതില് ഈ ലൈൻ മോഡലാണ്. ഈ ലൈനിൽ പിന്നെ സ്ലീവിലും ഇതുപോലെ തന്നെ ഒരു പാച്ച് വർക്കിന്റെ ഡീറ്റെയിലിംഗ് ഒരു എ ലൈൻ സ്റ്റൈലാണ് ഇത് വന്നിരിക്കുന്നത്. ഇത്ര നേരം നമ്മൾ കണ്ടത് സ്ട്രേറ്റ് കുർത്തി അങ്ങോട്ടായിരുന്നു അല്ലേ, സ്ട്രേറ്റും ഫ്രോക്കും. ഇപ്പൊ ഇത് വരുമ്പോൾ പിന്നെയും സെന്റർ പാനൽ ഡിഫറെന്റ് ഷെയ്ഡ്സ് ഓഫ് അജറക് പ്രിന്റിൽ ഡിഫറെന്റ് ടൈപ്പിന്റെ ഹാൻഡ് വർക്ക് ആണ്. ഒക്കെ ലൈനിങ് എടുക്കാണ് കേട്ടോ, അതാണ് പ്രത്യേകത. അതും കൂടി നോക്കണം നമ്മള്. എല്ലാതും വിത്ത് ലൈനിങ് എടുക്കാം. അപ്പോൾ ഇഷ്ടം പോലെ കളക്ഷൻസ് നമുക്ക്. നമ്മുടെ ഒരു ഇക്കത്ത് പ്രിന്റിന്റെ ഷെയ്ഡിംഗ് ആണ് സെന്റർ പാനലിൽ. ആൻഡ് ഒരു ഡയമണ്ട് സ്ക്വയർ ബോക്സിന്റെ ഒരു ഹാൻഡ് വർക്ക് പാറ്റേൺ ആണ്. ഓക്കെ, റൗണ്ട് നെക്കിൽ. ബാക്ക് സൈഡിലത്തെ ലുക്ക്. ഫ്രണ്ടിലാണ് നമുക്ക് കുറേ പാച്ച് വർക്ക് ചെയ്തിട്ടുള്ള പല വെറൈറ്റീസ് നമുക്ക് അവൈലബിൾ ആണ്. ഷെയ്ഡ് ഗോൾഡില് ഇങ്ങനെ നമുക്ക് പല ഷെയ്ഡ്സ് വരും. ഇപ്പൊ എല്ലാം ഒന്നും കാണിക്കുന്നില്ല. പക്ഷെ ഗോൾഡിൽ തന്നെ വി ഹാവ് മെനി പാറ്റേൺസ്, പല പാറ്റേൺസ് ഉണ്ട് ഇഷ്ടം പോലെ. ആ ഷെയ്ഡിങ് തന്നെ മാറിപ്പോട്ടോ. ചില ഗോൾഡ് ഡാർക്ക് ലൈറ്റ്, അതൊരു പാച്ച് വർക്ക്, ഹാൻഡ് വർക്ക്, അങ്ങനെ വെറൈറ്റീസ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കാണിച്ചു. ഇത് കൂടാണ്ട് 365 ഡേയ്സ് ഓടുന്ന ഇഷ്ടം പോലെ കുർത്തീസ് 2 പീസ് 3 പീസ് ഒക്കെ ഉണ്ട്. പക്ഷേ എന്നാലും നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു പിക്ചർ, ഇങ്ങോട്ട് വരാനുള്ള ഒരു ലൊക്കേഷൻ അതൊന്ന് നമുക്ക് പറഞ്ഞു കൊടുത്താലോ. കറക്റ്റ് ആയിട്ടുള്ള ലൊക്കേഷൻ എന്ന് പറയാനായിട്ട് നമ്മളിത് നിൽക്കുന്നത് ഇപ്പോൾ എറണാകുളം മാർക്കറ്റ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഹോൾസെയിൽ ഫേമസ് മാർക്കറ്റാണ്. ഇനിയിപ്പോൾ മേനക ബസ് സ്റ്റോപ്പ് ഉണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ട്രെയിൻ വഴിക്ക് വരികയാണെങ്കിലും സൗത്ത് എങ്ങനെ അത് ഈക്വൽ ഡിസ്റ്റൻസ് ആണ്. സൗത്ത് റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങിയാലും നോർത്ത് റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങിയാലും ഇറ്റ്സ് ഒരു മാറ്റർ ഓഫ് ഒരു 2 kilometers at the max. അത് ഓട്ടോറിക്ഷ വിളിച്ചിട്ട് നമുക്ക് എറണാകുളം മാർക്കറ്റിൽ പറയാം. അവിടെ വരുമ്പോൾ നമുക്ക് മേനക ബസ് സ്റ്റോപ്പ് ഉണ്ട്. ഇനി ബസ് വഴിക്ക് വരായാലും ഓട്ടോറിക്ഷ വഴിക്കായാലും മേനക ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി കഴിഞ്ഞാൽ അവിടെ തന്നെ സിലോൺ ബേക്കേഴ്സ് കാണും. സിലോൺ ബേക്കേഴ്സിൻ്റെ അവിടെ നിന്ന് തന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് ടേൺ ചെയ്യുമ്പോൾ പ്രസ് ക്ലബ് റോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ബോർഡ് കാണും. ആ വഴിക്ക് അങ്ങോട്ട് കയറുകയാണെങ്കിൽ കുറച്ചുകൂടി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് റൈറ്റ് സൈഡിൽ തന്നെ നമുക്ക് സെൻറ്റ് തെരേസസ് സ്കൂൾ കാണും. സെൻറ്റ് തെരേസസ് സ്കൂളിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇവരുടെ ദുർഗ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാഞ്ചും കൂടി ഉണ്ട് കേട്ടോ. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ കുറച്ചുകൂടി അങ്ങോട്ട് നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പഞ്ചാബ് നാഷണൽ ബാങ്ക് കാണും. ആ പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ അവിടെ എത്തിക്കഴിഞ്ഞാൽ മുട്ടിക്കഴിഞ്ഞാൽ ലെഫ്റ്റിലേക്ക് അങ്ങോട്ട് ഒരു ഒറ്റ തിരിവ് അങ്ങോട്ട് തിരിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചുകൂടി അങ്ങോട്ട് നടക്കണം. അപ്പോൾ ഇഷ്ടം പോലെ കടകൾ അവിടെ കാണാം.
ഒക്കെ ഹോൾസെയിലാണ് കേട്ടോ. ഒന്നും ഇവിടെ റീറ്റെയിൽ കിട്ടില്ല, ഫുൾ ഹോൾസെയിൽ കടകളാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് മൊത്തം കേട്ടോ. അവിടെ നിന്ന് അങ്ങോട്ട് കയറി കുറച്ചുകൂടി പോയി കഴിഞ്ഞാൽ മലബാർ ഹൗസ് എന്ന് പറഞ്ഞിട്ട് കാണും, അത് ഒരു ഹോട്ടലാണ്, റൈറ്റ് സൈഡിലാണ് അത്. അവിടെ നിന്നും കുറച്ചുകൂടി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മൂന്നും കൂടിയ ഒരു ജംഗ്ഷൻ കാണും. അവിടെയാണ് നമുക്ക് റൈറ്റ് സൈഡിൽ ഗോപാല പ്രഭു റോഡ്, ആ റോഡിലാണ് നമ്മളിപ്പോൾ ദുർഗ ടെക്സ്റ്റൈൽസ് നിൽക്കുന്നത്. ഇനി രണ്ടാമത്തെ ഒരു ലൊക്കേഷൻ എന്ന് പറയാനായിട്ട് നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ കൂടെ കയറാം. ഇപ്പം ഞാൻ പറഞ്ഞത് ഈ സൈഡിൽ കൂടെ കയറേണ്ട കാര്യം. ഇനി ഈ സൈഡിൽ കൂടെ കയറുകയാണെങ്കിൽ നമുക്ക് ക്ലോത്ത് ബസാർ ജംഗ്ഷൻ ഉണ്ട്. ക്ലോത്ത് ബസാർ ജംഗ്ഷൻ്റെ അവിടുന്ന് നമുക്ക് ഡയറക്റ്റ് ഇങ്ങനെ, അതും 4 കൂടി ഒരു ജംഗ്ഷനാണ്, അവിടുന്ന് നേരെ അങ്ങോട്ട് ഗോപാലപ്രഭു റോഡ് ചോദിച്ചാൽ മതി. അപ്പോൾ നേരെ നടക്കുമ്പോൾ കുറേ വലിയ ഇഷ്ടം പോലെ കടകൾ കാണാം. ഫേമസ് ആയിട്ടുള്ള കടകളൊക്കെ തന്നെയാണ്, ഇതും ഫേമസ് ആണ്. അപ്പോൾ ആ ഫേമസ് ആയിട്ടുള്ള കടകളുടെ അവിടുന്ന് തന്നെ നമുക്ക് ആ ഒരു 4 കൂടിയ ജംഗ്ഷനിൽ ലെഫ്റ്റ് സൈഡിൽ തന്നെ ഗോപാലപ്രഭു റോഡിൻ്റെ ബോർഡും കാണാം. അവിടെ തന്നെ കോർണറിൽ നമുക്ക് മോഹൻ ക്യാഷ് ആൻഡ് ക്യാരി എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ കട കാണാം. അതും ഇവരുടെ തന്നെ ഷോപ്പ് തന്നെയാണ് കേട്ടോ. അവിടെ മൊത്തം അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽസ് ആണ് കിട്ടുന്നത്, ചുടിദാർ മെറ്റീരിയൽസ് ആണ്. മോഹൻ ക്യാഷ് ആൻഡ് ക്യാരി അവിടെ നിന്ന് അങ്ങോട്ട് നേരെ കുറച്ചുകൂടി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലാണ് ഇവരുടെ മെയിൻ ഷോപ്പ് വരുന്നത്. ദുർഗ ടെക്സ്റ്റൈൽസ് 4 ഫ്ലോർ ആയിട്ടുള്ള ബിഗ് ബിൽഡിങ്ങിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ടോട്ടലി പറയുകയാണെങ്കിൽ ഇവർക്ക് 2 ഷോപ്പ് ഉണ്ട്, ഒരെണ്ണം ഇതും ഒരെണ്ണം അവിടെ പ്രസ് ക്ലബ് റോഡിൽ ഷോപ്പാണ്. ഈ പ്രസ് ക്ലബ് റോഡിൽ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ബ്രാഞ്ച് തന്നെ ഒരുക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ എന്താ ഐറ്റംസ് ഇരിക്കുന്നത്? പ്രസ് ക്ലബ് റോഡിൽ ഐറ്റംസ് ഇരിക്കുന്നത് നമ്മളുടെ ഷോർട്ട് ടോപ്പ് മുതൽ ലേഡീസിന്റെ ജീൻസ് ബോട്ടം വെയർ ഉണ്ട്, നമ്മുടെ ലേഡീസിന്റെ 2 പീസ് ഉണ്ട്, ലേഡീസിന്റെ 3 പീസ് ഉണ്ട്, ലേഡീസിന്റെ ഫ്രോക്ക് വെയർ ഉണ്ട്, കിഡ്സിന്റെ ഷോർട്ട് ടോപ്സ് ഉണ്ട്, പിന്നെ 365 ഡേയ്സ് ഇടാൻ പറ്റിയ ഫീഡിങ് മെറ്റേണിറ്റി വെയർ ടു കോട്ടൺ വെയർ ടു വെരി ഗ്ലോസി ഓർഗൻസ, ജിമിച്ചു, ബർബറി ടൈപ്പിന്റെ ഫാബ്രിക്സ്. ഇൻ ഷോർട്ട് ഇവിടെ കാണുന്ന എല്ലാം ഈച്ച് ആൻഡ് എവറി സിംഗിൾ ഐറ്റം എക്സ്ട്രാ റേറ്റില്ല, കമ്മി റേറ്റിലില്ല, സെയിം ടു സെയിം റേറ്റിൽ എല്ലാം ഐറ്റം അവിടെയും കിട്ടി. അത് പ്രസ് ക്ലബ് റോഡിൽ തന്നെയാണ് കേട്ടോ. അത് നമുക്ക് ആ സിലോണിൻ്റെ അടുത്ത് തന്നെയാണ്, സിലോൺ ബേക്കേഴ്സ് അല്ലെങ്കിൽ സെൻറ്റ് തെരേസ സ്കൂളിൻ്റെ തൊട്ടടുത്ത്, പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ തൊട്ടടുത്ത്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് മെയിൻ മെയിൻ ഹെഡ് ഷോപ്പ്. അപ്പോൾ ഇനി ഇത് നമുക്ക് കുറച്ച് ഫെസ്റ്റിവൽ കളക്ഷൻസ് ആയി. ഇനി നമുക്ക് 365 ഡേയ്സ് ഓടുന്ന കളക്ഷൻസ് ഒന്ന് കാണിച്ചു കൊടുത്താലോ? മുകളിൽ, കാരണം ഇത് ഗ്രൗണ്ടാണ്, ഇത് കൂടാണ്ട് ഇനി 3 ഫ്ലോർ ഉണ്ട്. ആറ്റം ടോപ്പ് ഫ്ലോറിൽ മൊത്തം ഗോഡൗൺ ആണ് കേട്ടോ, സ്റ്റോക്ക് വെക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. അപ്പോൾ ഇനി നമുക്കൊന്ന് മുകളിലേക്ക് പോയി നോക്കാം കേട്ടോ. ഇവിടെയും കുറേ കളക്ഷൻസ് ഒക്കെ ഉണ്ട്, ഇഷ്ടം പോലെ വെറൈറ്റീസ്. അപ്പോൾ കയറി നോക്കിയാലോ? അപ്പോൾ നമ്മൾ പോണത് ഇപ്പോൾ ഇനി ഫസ്റ്റ് ഫ്ലോറിലേക്ക്. അപ്പോൾ ഗ്രൗണ്ട് കഴിഞ്ഞു. ഗ്രൗണ്ടിൽ ഇപ്പോൾ കാണിച്ചത് മൊത്തം ട്രഡീഷണൽ വെയർ, ഇപ്പോൾ കാണിക്കുന്നത് മൊത്തം കസ്റ്റമേഴ്സും ഉണ്ട്, തിരക്കും ഉണ്ട്. കസ്റ്റമറാണോ? ഞാനൊന്ന് വീഡിയോ എടുത്തോട്ടെ ഇവിടെ. താങ്ക് യു. എന്താ പേര്? ജയൻ. എവിടെ ഷോപ്പാ? കൊല്ലം. ഷോപ്പ് കൊല്ലത്തുനിന്നാണോ വരുന്നത്? അടിപൊളി. എങ്ങനെയുണ്ട്? എത്ര നാളായി ഇപ്പോൾ ഇവിടെ പർച്ചേസിങ്? ഇവിടെ 2-3 years ആയിട്ടുണ്ട്. അടിപൊളി. എങ്ങനെയുണ്ട് ഇവിടുത്തെ ക്വാളിറ്റിയും റേറ്റും സ്റ്റിച്ചിങ്ങും ഒക്കെ? എല്ലാം പെർഫെക്റ്റ്, കുഴപ്പമില്ല. അതുകൊണ്ടാണല്ലോ 2-3 കൊല്ലമായിട്ട് വീണ്ടും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒറ്റയ്ക്കാണോ വന്നേ? ഒറ്റയ്ക്ക് വന്നിരിക്കുന്നത്. എപ്പോഴും. അപ്പോൾ ഷോപ്പ് ആരാ ഇരിക്കുന്നത് ഷോപ്പിൽ? ഫാദറുണ്ട്. ഓ, മൊത്തം ഫാമിലിയാണ് അവിടെ. എന്തായാലും ടോട്ടലി ഇഷ്ടമായി അവിടുത്തെ? ഇഷ്ടമാണോ? അപ്പോൾ നടക്കത്തെ ഇതാണോ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കണേ? ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറയണ്ട? നല്ല വർക്കാണ്, സ്ഥിരം പോകുന്ന മോഡലായിട്ട്. സ്ഥിരം പോകുന്ന മോഡലാണ് അല്ലേ? ഓക്കെ. അപ്പോൾ പേര്? ജയൻ. ജയൻ. ഇവിടുത്തെ മുതലാളിയുടെ പേരും ജയൻ തന്നെയാണല്ലോ. ഞാൻ അതാ വീണ്ടും എടുത്ത് ചോദിച്ചത്. രണ്ടാളും तो आपका भी नाम जयन है? मेरा नाम भी जयंत है और जो भी कस्टमर जयंत पेयर उड़ेंगे वही हमारा कस्टमर. അപ്പോൾ ഒരു ഐസ്ക്രീം മേടിച്ച് കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ താങ്ക് യു ട്ടോ. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഹമാरा വ്യൂവേഴ്സ് के लिए നമ്മുടെ വ്യൂവേഴ്സിന് എന്തെങ്കിലും കാണിക്കണ്ടേ? ഇനി അവരുടെ കസ്റ്റമറിന് കാണിച്ചുകൊണ്ടിരുന്നോട്ടെ. ഓക്കെ, വ്യൂവേഴ്സിനെ കാണിക്കാൻ ഇപ്പോൾ അടുത്ത് നമ്മളുടെ ഫാൻസി 3 പീസ് ഫുൾ സെറ്റ് റെഡിമെയ്ഡ് ഐറ്റം ആണ്. പല ഫാബ്രിക്സിൽ വരുന്നുണ്ട് അറ്റ് ഡിഫറെന്റ് റേഞ്ചസ്. ഇതൊന്ന് സ്റ്റാർട്ട് ആക്കാം. ഇത് ഫസ്റ്റ് വരുന്നത് ഒരു മസ്ലിൻ തുണിയാണ്. മസ്ലിൻ തുണിയിൽ വിത്ത് ഹാൻഡ് വർക്ക് ആയിട്ട് വരുന്ന ഒരു മോഡലാണ്. വിത്ത് ഒറിജിനൽ മിറർ ഹാൻഡ് വർക്ക്. ഇതിന്റെ പാന്റ് ആണ്, വീനെക്ക് ആണ്. ആൻഡ് ഇതിന്റെ ജസ്റ്റ് ഒരു ഷോളിന്റെ ലെങ്ത്തും വിഡ്ത്തും ഒരു ഐഡിയ കൊടുക്കാൻ വേണ്ടി അത് ജസ്റ്റ് ഓപ്പൺ ഒരു 2-3 മോഡൽ. അപ്പോൾ അറ്റ്ലീസ്റ്റ് മിനിമം ഒരു 2.3 മീറ്റേഴ്സിന്റെ കട്ട് ഉണ്ടാവും ഷോളിൽ. ആൻഡ് ഈവൻ ഇതിപ്പോ നമ്മൾ പിടിക്കുന്ന മോഡൽ XXL ആണ്. അപ്പൊ ഈ പാന്റിന്റെ സൈസ് നോക്കിക്കോ, ഇത് XXL പാന്റിന്റെ വിഡ്ത്തും ലെങ്ത് ആണ് ഇങ്ങനെ. അപ്പോൾ ഒരു 3 പീസിന്റെ ഒരു കോൺസെപ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല വീതിയും കൂടുതലാണ് കേട്ടോ ഈ ഒരു പാന്റിന്റെ സെക്ഷനിൽ വരുന്നത്. അപ്പോൾ ഇനി അടുത്ത 3 പീസ് സോറി നമ്മുടെ ഒരു സോഫ്റ്റ് കോട്ടൺ മോഡലാണ്. സോഫ്റ്റ് കോട്ടൺ സെന്ററിൽ ഫുൾ ഹെവി ത്രെഡ് വർക്ക് ആയിട്ടാണ് ഉള്ള ഒരു മോഡൽ. കോട്ടണിൽ കേട്ടോ. ഇതാ
കോട്ടണില്. അപ്പൊ കോട്ടണിലുണ്ട്, മസ്ലിനിലുണ്ട്, ഇപ്പോഴത്തെ ട്രെൻഡി ആയിട്ടുള്ള ദിസ് ഇസ് അഗൈൻ ഒരു മാജിക് ടെറി കോട്ടൺ ആണ് ഫാബ്രിക്കിന്റെ പേര്. ആൻഡ് ഇതില് സീക്വൻസ് ചെറിയ ചെറിയ മൈക്രോ സീക്വൻസ് ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഫുൾ ത്രെഡ് വർക്ക് ആണ്, ഫുൾ മോഡൽ ആങ്കേർഡ് ആണ്. ആൻഡ് അറ്റ് ദ സെയിം പോയിന്റ് ഓഫ് ടൈം ഒരു ബാട്ടിക് പ്രിന്റിന്റെ ഒരു ലുക്കും വരുന്നുണ്ട്. അതില് ഇതാണ് ഇതിന്റെ പാന്റ്. ഇത് അതുപോലെ ദുപ്പട്ട ഫുൾ വർക്കോട് കൂടിയിട്ടാണ് ഇത് വരുന്നത്. ഒരു മോഡലാണ്. അപ്പൊ അടുത്ത ഒരു നോർത്ത് കേരളയില് ഹെവി എൻക്വയറി വരുന്ന ഒരു മോഡലാണ്. ഇത് വരുന്നത് നമ്മളുടെ ചന്തേരി. ഭയങ്കര സോഫ്റ്റ് ആണ്. ചന്തേരിമേ വിത്ത് സെന്റർ മേ കമ്പ്യൂട്ടർ ടൈ വർക്ക് ആയിട്ടാണ് വരുന്നത്. ഫുൾ എംബ്രോയിഡറി, ഗ്യാരണ്ടി നോ ലൂസ്. നമ്മുടെ വാഷിംഗിൽ ഒരു പ്രോബ്ലം ഒന്നും വരില്ല. പിന്നെ സ്വീക്വൻസ് വർക്കും ഇടയിൽ പോയിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ ദുപ്പട്ട. ദുപ്പട്ടയില് വൺ സൈഡ് ആണ് ഇതിന്റെ പാച്ച് വർക്ക് കൊടുത്തിരിക്കുന്നത്. ഇത് വൺ സൈഡ് കണ്ടോ, ഈ വൺ സൈഡ് ഇങ്ങനെ ഒരു പാച്ച് വർക്ക് ലേസിന്റെ ഡീറ്റെയിലിംഗ് വിത്ത് സ്വീക്വൻസ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വെയർ ചെയ്ത് വരുമ്പോൾ നല്ലൊരു അടിപൊളി ലുക്ക് ആയിരിക്കും കേട്ടോ. കണ്ടോ, ഇതിന്റെ തന്നെ കളർ ഷെയ്ഡ്സും ഉണ്ടാവില്ല അല്ലേ? ഇതിന്റെ കളർ ഷെയ്ഡ് കളർ ഷെയ്ഡ്സ് 3 പീസ് ആകുമ്പോൾ ചിലപ്പോൾ 2 കളർ ഷെയ്ഡ്സ് ഉണ്ടാവും, ചിലപ്പോൾ 3 കളർ ഷെയ്ഡ്സ് ഉണ്ടാവും, ചിലപ്പോൾ 4 കളർ ഷെയ്ഡ്സ്. ഓക്കെ. അടുത്തത് ഇത് വരുമ്പോൾ അഗൈൻ നമ്മുടെ ക്യാപ്സ്യൂൾ ഫാബ്രിക് ആണ്. ക്യാപ്സ്യൂൾ ഫാബ്രിക് വെരി സിമ്പിൾ, ഗോ ടു വെയർ, റെഗുലർ ഓഫീസ് വെയറിന് ഒരു ഇടാൻ പറ്റിയ ഒരു ഐറ്റം ആണ്. ആൻഡ് സെയിം ഇതിന്റെ ബേസും ബോട്ടമിന്റെ ഫാബ്രിക്കും ക്യാപ്സ്യൂൾ തന്നെയാണ്. ആൻഡ് ഇത് സിന്ദൂർ ബേസ് ഫാബ്രിക് ആണ് ഇതിന്റെ ഷോൾ വരുന്നത്. 2 കളേഴ്സ് ആഡ് ചെയ്തിട്ടല്ലേ? ഒരു ഡബിൾ ടോൺ ഡ്യൂ ടോൺ ആയിട്ടാണ്. ആൻഡ് സെന്ററിൽ ഒരു ഗോൾഡൻ ജെറിയുടെ ലൈനാണ്, ഗോൾഡൻ ജെറി ലൈനാണ്. ഗോൾഡൻ ജെറി ലൈൻ സിന്ദൂർ ബേസ് ഫാബ്രിക്കിന്റെ ഒരു ഷോളാണ്, ഡബിൾ ഷെയ്ഡ് ആയിട്ട് വരുന്നത് കേട്ടോ. അപ്പൊ ഇതിനും ഓപ്ഷൻസ് ഉണ്ട് കളേഴ്സ്. അപ്പൊ നേരിട്ട് വരുമ്പോൾ നമുക്ക് കളേഴ്സും ഇഷ്ടം പോലെ വെറൈറ്റീസും കാണാൻ പറ്റും. അപ്പൊ ഇത് വരുന്നത് നെക്സ്റ്റ് കോട്ടണിൽ തന്നെ. കോട്ടൺ നമ്മൾക്ക് ഇപ്പോൾ ഒരു ഏറ്റവും ഹയസ്റ്റ് സെല്ലിംഗ് ഒരു ഫാബ്രിക് ആയ കാരണം നമുക്ക് അധികം എൻക്വയറി ഇതിൽ ഉള്ള കാരണം ഇതിൽ കുറച്ച് അധികം മോഡൽസ് ഉണ്ട് കാണിക്കാൻ. സോ ഇതാണ് ബോട്ടം. മെയിൻ ബ്യൂട്ടി ഓഫ് ഇറ്റ് ഇസ് ടോൺ ടു ടോൺ. ഇത് വരും മുകളിൽ പാച്ച് വർക്ക് വരുന്ന സാധനം, അതിന്റെ തന്നെ ടോൺ ടു ടോൺ ബോട്ടമും കൂടി വരും. ഇത് കോട്ടണിലാണ് കേട്ടോ ഇത് വരുന്നത്. അപ്പൊ കോട്ടണിൽ ഇഷ്ടം പോലെ വെറൈറ്റീസ് ഉണ്ട് കാണിക്കാൻ. ഇതും കോട്ടൺ, സംതിങ് മോർ ക്ലാസിക്. നമ്മുടെ ചിക്കന്റെ പാച്ച് വർക്ക് ആണ് മുകളിൽ വരുന്നത്. സോ അതിന്റെ സെയിം ഷോളും അതിന്റെ ആണ്. ഇപ്പൊ ഈ അടുത്തൊരു ഇതൊരു വെരി ഹെവി എൻക്വയറി ഒരു ഫാബ്രിക് ആണ്. ഈ ഫാബ്രിക്കിൽ ഷോൾ ആയാലും ഷോർട്ട് ടോപ്പ് ആയാലും കുർത്തി ആയാലും ഫ്രോക്ക് ആയാലും ഷോർട്സ് മാത്രമായാലും എന്തായാലും ഈ ഒരു ബേസ് ഫാബ്രിക് ലേഡീസ് ഇപ്പൊ ഭയങ്കരമായിട്ടാണ് പ്രിഫർ ആക്കണ ഒരു ഇതാണ്. ഗെറ്റിംഗ് റിപ്പീറ്റീവ് എക്വയറി ഇത് ഈ മോഡലിൽ. അപ്പൊ കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്ന ഒരു ദുപ്പട്ട അടക്കമായിട്ട് വരുന്നത് കേട്ടോ. അങ്ങനെ 3 പീസിന്റെ ഒരു കോൺസെപ്റ്റ് ആണ് ഇത് വരുന്നത്. കുറച്ചുകൂടി ഒരു എക്സ്ക്ലൂസീവ് ഫാൻസി ഫുൾ ത്രെഡ് വർക്ക് എംബ്രോയിഡറി ചെയ്തുള്ള ഒരു മോഡലാണ്. ആൻഡ് ഇതിന്റെ ദുപ്പട്ട ഈസ് സോ പ്രിറ്റി. വാവ്, ദുപ്പട്ട ഇത്തിരി ഹൈലൈറ്റ് ആണ് കേട്ടോ. ഇതിൽ അത്യാവശ്യം ലേസും ക്രോഷ്യ ലേസിന്റെ ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. 2 കളേഴ്സ്. 6 ലെയർ ത്രെഡ് വർക്ക് ആണ് ആൻഡ് 4 ലെയർ ഫ്ലോറൽ ലേസ് വർക്ക് ആണ്. 3 shades ഓഫ് ബേബി പിങ്ക്, പിസ്ത ആൻഡ് ഗ്രേ, ലൈറ്റ് ഗ്രേ. ഇതിന്റെ ഒരു ടോണിംഗ് ആണ്. ആൻഡ് ദ സെയിം ടോണിംഗ് ആണ് ഈ പീസിന്റെ വർക്കിലും വരണത്. അപ്പോൾ ഇതൊരു അത്യാവശ്യം ഒരു കോളേജ് വെയർ കിഡ്സിന് ഒരു ഇടാൻ പറ്റിയ ഫംഗ്ഷനൊക്കെ ഇടാൻ പറ്റിയ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഐറ്റമാണ്. ഇതിന്റെ പാന്റിന്റെ അടിയിലും വർക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. പാന്റിന്റെ അടിയിലും ലേസ് വർക്ക് ഉണ്ട് ആൻഡ് അതിന്റെ സെയിം ടോൺ ടു ടോൺ ബേസ് ഫാബ്രിക് ഉണ്ട്. പ്യുർ വൈറ്റിലാണ് വരുന്നത്. വാവ്, സൂപ്പർ പീസ്. ദിസ് ഇസ് അഗൈൻ ഫാബ്രിക് പറഞ്ഞ കാരണം ഈവൻ ദ നെക്സ്റ്റ് മോഡൽ അത് തന്നെയാണ്. വിത്ത് അക്കോബ ബോറിംഗ് വർക്ക് ആണ്. അഗൈൻ ലേസ് വർക്ക് മുകളിലുണ്ട്. ഇറ്റ്സ് എ വീനെക്ക് പാറ്റേൺ. വെൻ യു ഗോ ഡൗൺ ദർ ഇസ് എൻ ഇൻഫ്യൂസ് ഓഫ് നമ്മുടെ ഹാൻഡ് വർക്ക് വരുന്നത്. ഹാൻഡ് വർക്ക് ആൻഡ് ത്രെഡ് വർക്ക് ടുഗദർ ആൻഡ് ഡിജിറ്റൽ പ്രിന്റ് ഇതിലുണ്ട്. ഫുൾ വൈറ്റ് ബീഡിങ്ങിന്റെ ഒരു ഹാൻഡ് വർക്ക് ആണ്. ആൻഡ് സൈഡിൽ വരുമ്പോൾ ദിസ് ഇസ് ഓപ്ഷണൽ. അപ്പോൾ ഇത് വെക്കണമെങ്കിൽ വെക്കാം, അത് ജസ്റ്റ് ഒരു ഷോ പീസ് പോലെ കളയോ. സോ ഹൗ ആർ യു കംഫർട്ടബിൾ വിത്ത്. ആൻഡ് ബോട്ടമിലും ഫുൾ ലേസ് ദാമൻ മേ ഫുൾ ഡബിൾ ലെയർ ചിക്കൻ വർക്ക് ആണ്. 2 സൈഡും വരുന്നുണ്ട്. ഇനി ഇതിന്റെ പാന്റ് വരാണെങ്കിൽ നമുക്ക് പാന്റ് ക്ലാസിക് സെയിം ആ ഒരു കളറിൽ തന്നെയാണ് ദുപ്പട്ട. ആൻഡ് ദുപ്പട്ട ബിക്കോസ് ഇവിടെ ഒരു പിങ്കിന്റെ ഒരു ടച്ചും ടോൺ ആയ കാരണം ഈവൻ ദ ദുപ്പട്ട ഈസ് വൈറ്റും ഈ ഒരു ചിക്കൻ ബേസ് രണ്ടും കൂടി. ഇതിൽ തന്നെ കളർ ഓപ്ഷൻസ് വരും. കളർ വരുമ്പോൾ പിങ്കിന് പകരം കളേഴ്സ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ബേസ് വരുമ്പോൾ ആ ഒരു ക്രീമിന്റെ ആ ഒരു ബേസ് ആണ് കേട്ടോ വരുന്നത്. ഇത് വരുമ്പോൾ നമ്മുടെ കോട്ടണിൽ തന്നെ ഹെവി ആയിട്ട് ഒരു കാത്ത ഫാബ്രിക് പറയും. അതിന്റെ ഒരു ജയ്പൂരി പ്രിന്റ് ആണ്, മിക്സ് ആൻഡ് മാച്ച് ടോൺ ആണ്. ഇപ്പൊ നമ്മൾ ആദ്യം കണ്ടത് സൈഡ്സിലിട്ടായിരുന്നു. ഇത് എ ലൈൻ അംബ്രല മോഡലാണ്. എ ലൈൻ അംബ്രല മോഡൽ. അത് 3 പീസിന്റെ ഒരു കോൺസെപ്റ്റ് ആണ് വരുന്നത് കേട്ടോ. ഇനി അടുത്ത നെക്സ്റ്റ് വരുന്നത് വൺ ഓഫ് ആർ ഹൈ സെല്ലിംഗ് ഐറ്റംസ് വിച്ച് ഇസ് റോമൻ ചന്ദേരി സിൽക്ക്. റോമൻ ചന്ദേരി സിൽക്ക് ഫുൾ ഹാൻഡ് വർക്ക്, കട്ട് വർക്ക് ആണ് സൈഡിൽ റിസ്റ്റിന്റെ അവിടെ.
ആൻഡ് ഫുൾ ഹെവി ഹാൻഡ് വർക്കാണ് കയ്യിൽ വരുന്നത്, സ്ലീവിൽ. സെൻറ്ററിൽ ലൈറ്റ് വർക്കാണ്, ഇറ്റ്സ് നോട്ട് ദാറ്റ് ഹെവി, പക്ഷേ കയ്യിലാണ് കൂടുതൽ വർക്ക് വരുന്നത്. ആൻഡ് ദാമനിലും അപ്പോൾ റോമൻ സിൽക്ക് മെറ്റീരിയൽ ആണ് 3 പീസിന്റെ ഒരു കോൺസെപ്റ്റ്. റൈറ്റ്. ഇനി ഇത് കന്ത, ഇത് പിന്നെയും വരുന്നത് നമ്മുടെ കോട്ടൺ മേ അജ്രക് മേ ഒരു കാത്ത മോഡൽ മേ ഫുൾ ഈ ലൈൻ മോഡലായിട്ട് അനാർക്കലി സ്റ്റൈല് കാന്ത പ്രിന്റ് ആണ്. പിന്നെ യോക്കിൽ കാന്ത വീവിംഗ് ആണ് വരുന്നത്. രണ്ടും കൂടിയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സീക്വൻസ് വർക്ക് അടക്കം. ഇതാണ് നമ്മുടെ വൺ ഓഫ് അവർ നെക്സ്റ്റ് എക്സ്ക്ലൂസീവ് ഒരു മോഡൽ. V-neck. റിപ്പീറ്റഡ് എൻക്വയറി വരുന്നുണ്ട്. V-neckൽ ഫുൾ ഹെവി ഹാൻഡ് വർക്ക് ആയിട്ട് അടിയിൽ ഫുൾ ഒരു ബാട്ടിക് പ്രിന്റിന്റെ ഒരു സ്റ്റൈലാണ്. അത് വിത്ത് ദുപ്പട്ടയിലും സെയിം ആ ഒരു ബാട്ടിക്കിന്റെ പ്രിന്റ് പോയിട്ടുണ്ട്. പാൻറ് വരുമ്പോൾ പ്ലെയിൻ ആണ് കേട്ടോ വരുന്നത്. ഇതാ ഇങ്ങനെയാണ് ഇതിന്റെ ലുക്ക് വരുന്നത്. ഇതാണ് ഇതിന്റെ കോൺട്രാസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, ഗ്രീനും വൈറ്റ് ആ ഒരു ഷെയ്ഡാണ് കേട്ടോ ഫുൾ. അത് മൽമൽ കോട്ടന്റെ ദുപ്പട്ട. ഓക്കെ, അടുത്ത കളക്ഷൻ വീനെക്ക് ട്രെൻഡ് ആണല്ലേ ഇപ്പൊ? വീനെക്ക് ഇപ്പൊ ട്രെൻഡ് ആണ്. ഇത് ഇപ്പൊ കാണിക്കുന്നത് കോട്ടൺ ബേസ് ഫാബ്രിക് തന്നെയാണ്. കോട്ടൺ ബേസിൽ തന്നെ വീനെക്ക് ഇപ്പൊ ഹൈസ്റ്റ് ഒരു ട്രെൻഡിങ് ഒരു എൻക്വയറി ആണ്. ബട്ട് വിത്ത് വർക്ക്, വിത്തൗട്ട് വർക്ക് ആൾക്കാർ ചോദിക്കാറില്ല. അതില് ദുപ്പട്ട വരുമ്പോ ദുപ്പട്ടയിലും ഫുൾ വർക്ക് ഉണ്ട് കേട്ടോ. ഓർഗൻസയില് ഓർഗൻസ മെറ്റീരിയൽ ആണ്. ഫുൾ ടോപ്പ് ടു ബോട്ടം ഫുൾ വർക്കാണ്. വർക്ക് ഫുൾ ത്രെഡ് വർക്ക്. പാന്റ് ഇസ് ഓൾസോ വൺ സൈഡ് എലാസ്റ്റിക്, വൺ സൈഡ് സ്റ്റാൻഡേർഡ് നമ്മളുടെ ഫ്ലെക്സ് ആണ്. ഫ്ലെക്സ് മെറ്റീരിയലിന്റെ ഒരു എലാസ്റ്റിക് ആണ്. എലാസ്റ്റിക് ആണ് വരുന്നത്. ഇതിലേക്ക് ഒരു ഏകദം സ്റ്റാൻഡേർഡ് ഇടാൻ പറ്റിയ ഒരു ഫിറ്റിംഗ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു 3 പീസിന്റെ ഒരു കോൺസെപ്റ്റ് വരുന്നത്. ഇത് നമ്മളുടെ ജയ്പൂരി പ്രിൻസിൽ തന്നെ ഒരു വീനെക്കിന്റെ ഒരു വേറെ പാറ്റേൺ. പ്യുർ കോട്ടണില്, പ്യുർ കോട്ടൺ വിത്ത് ലൈനിങ്. അതില് ഈ ബാക്കിലും വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അതും കൂടി കാണിക്കാം. വീനെക്ക് എന്ന് പറയുമ്പോൾ കോളറുടെ പോർഷനിലും ഫ്രണ്ടിലും ഒരേപോലെ വർക്ക് പോയിട്ടുണ്ട്. അടുത്തതും കോട്ടണില് തന്നെയാണ്. മോർ ഓഫ് ഒരു ബാട്ടിക് ടേസ്റ്റ് ആണ്. ആൻഡ് സെന്ററിൽ അതിന്റെ ഒരു ടോൺ ടു ടോൺ വർക്ക് ആണ്. സ്റ്റോണിന്റെ വർക്ക്, ലേസിന്റെ വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഡീറ്റെയിൽ ഒരു പേസ്റ്റൽ ചാർട്ട് ആണ് ഇതിൽ വരുന്നത്. ഇതിൽ ഒക്കെയും നമ്മൾ കാണിക്കുന്നത് ജസ്റ്റ് പാറ്റേൺസ് കാണിക്കാം, അതിന് പ്രിന്റ് കാണിക്കാം. അതിൽ തന്നെ നമുക്ക് കളർ ഓപ്ഷൻസ് ചൂസ് ചെയ്യാനായിട്ട് ഇഷ്ടം പോലെ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. ഈ പ്രാവശ്യം എത്ര വെറൈറ്റീസ് ഞാൻ അധികം നാളൊന്നും ആയിട്ടില്ല, വന്നിട്ട് ജസ്റ്റ് 2-3 മന്ത്സിലായിട്ടുള്ളൂ. ന്യൂ കളക്ഷൻസ് ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് കേട്ടോ. ഇത് നോക്കിയാൽ നല്ലൊരു പ്രിറ്റി ലുക്കാണ്. ആ ഒരു നെക്ക് ലൈനിൽ കൊടുത്തിരിക്കുന്നത് ലേസിന്റെ വർക്ക്. അതിന്റെ 2 ഷെയ്ഡ് വരുന്നുണ്ട്. ഇതേ സെയിം നെക്കിന്റെ ഡീറ്റെയിലിംഗ് ബാക്കിലും കേട്ടോ. 2 കളർ ഷെയ്ഡ്. സൈഡില് കയ്യിലും സെയിം ടു സെയിം ആ ഒരു ഡീറ്റെയിൽഡ് ഒരു ത്രെഡ് വർക്ക് ഉണ്ട്. ആൻഡ് അടിയിലും മുകളിൽ വരുന്ന നെക്കിന്റെ ദാമനിൽ സെയിം ടു സെയിം ചിക്കൻ പാച്ച് വർക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ 2 ഷെയ്ഡ് ഓപ്ഷൻസ് വരുന്നുണ്ട് കേട്ടോ. ഇനി അടുത്ത മോഡൽ കാണിക്കാൻ പറ്റിയത് ഇത് കുറച്ചുകൂടി ഹെവി വിത്ത് ജെറി വർക്ക് ആണ്. 3 പീസിന്റെ കോൺസെപ്റ്റിൽ തന്നെയാണ് വരുന്നത് കേട്ടോ. അതും കോട്ടണിൽ തന്നെയാണ്. പ്യുർ വലിയ ബിഗ് ഫ്ലവർ പ്രിന്റ് ആണ്. ഇവിടെ ഗോൾഡൻ ജെറി വർക്ക് ആണ്. ഇതിൽ പാൻറ് വരുന്നത് ഇതാണ് വരുന്നത് പാൻറ്. അതുപോലെ തന്നെ ഇതിന്റെ ദുപ്പട്ടയിൽ നോക്കുകയാണെങ്കിൽ ദുപ്പട്ടയിൽ ഫുൾ പ്രിന്റിലാണ്. അതിന്റെ ആ സെയിം ഈ ഒരു പ്രിന്റ് തന്നെ അതിൽ കയറിയിട്ടുണ്ട് അല്ലേ. നല്ല ഒരു ഹൈലൈറ്റ് എന്ന് പറയാനായിട്ട് ഇതിന്റെ പ്രിന്റ് ഇതിൽ കയറിയിട്ടുണ്ട്. ഇതിന്റെ പ്രിന്റ് ഈ 2 സൈഡിലും വന്നിട്ടുണ്ട്. പക്ക മാച്ചിങ്. ഇത് പ്രോപ്പർ 100% ഓഫീസ് വെയർ ആയിട്ട് പക്ക മാച്ചിങ്ങിൽ കേട്ടോ. അങ്ങനെ ഇത് നമ്മുടെ കുറച്ചുകൂടി ഒരു സോഫ്റ്റ് ജയ്പൂർ പ്രിന്റ് ലാവൻഡർ ഷെയ്ഡിൽ ഒരു മോഡലാണ്. സെന്റർ ബോക്സ് വർക്ക് ആയിട്ടാണ്. ആൻഡ് ടോൺ ടു ടോൺ ഇതിന്റെ ഒരു കളർ ഷെയ്ഡിന്റെ തന്നെ വർക്കാണ്. ലെവൻഡർ ആ ഒരു ഷെയ്ഡിൽ തന്നെ അല്ലേ. സാങ്കനേറെ പ്രിന്റ് ആണ് കേട്ടോ ഇതിൽ വന്നിരിക്കുന്നത്. ഓവറോൾ ഫ്രണ്ടും ബാക്കും ഒക്കെ ആ ഒരു പ്രിന്റ് കയറിയിട്ടുണ്ട്. വീനെക്കിൽ തന്നെ ഇഷ്ടം പോലെ വെറൈറ്റീസ് ഉണ്ട്. വീനെക്കിൽ തന്നെ ഇപ്പോൾ നേരത്തെ കണ്ടതിന് തന്നെ ഒരു കളർ ചേഞ്ച് ആണ് കേട്ടോ. ഇപ്പം നമ്മൾ നേരത്തെ കണ്ടില്ലേ, അതിന്റെ കളർ ഡിഫറൻസ് ആണ് ഈ കാണുന്നത്. ഇത് സെയിം ഇപ്പൊ നമ്മള് ആ ഒരു ഫ്ലോറൽ ബേസ് ആണ്. ആൻഡ് ഇറ്റ്സ് എ ഡിഫറെന്റ് ഡിസൈൻ. ലീഫ് കുറച്ചുകൂടി ഒരു എക്സ്റ്റൻസീവ് ഇതാണ്. അതെ, അങ്ങനെ 3 പീസാണ് ഇപ്പൊ കാണിക്കുന്നത്. മൊത്തം 3 പീസിന്റെ ഒരു കോൺസെപ്റ്റിലാണ് വരുന്നത്. ഇതും 3 പീസിൽ തന്നെ ലെയറിയ മോഡലാണ്. നമുക്ക് യോക്കിൽ വന്നിരിക്കുന്നവർക്ക് ലേസിന്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ ദുപ്പട്ട. ഇനി ഇതിൽ തന്നെ ഇതെല്ലാം ദിസ് ഇസ് ഓൾ നമ്മുടെ ഒരു ജയ്പൂരി പ്രിന്റ്. ഇത് വേറെ ഫാബ്രിക് ആണ്. ഇത് ഒരു ക്യാപ്സൂൾ ഫാബ്രിക് ആണ്. ക്യാപ്സൂൾ അതില് ഫോയിലിന്റെ പ്രിന്റ് കൊടുത്തിട്ടുണ്ട്. ഫോയിൽ പ്രിന്റ് ആണ്. അങ്ങനെ ഈ ഒരു ഫോയിൽ ഇപ്പൊ അത്യാവശ്യം ഒരു ഇറ്റ്സ് ഓൺ ഹൈ ഡിമാൻഡ്. എല്ലാ ഫാബ്രിക്കിലും കസ്റ്റമേഴ്സ് ആർ ആസ്കിങ് ഫോർ ഒരു ഫോയിൽഡ് ഒരു പാച്ച്, ഒരു ഹൈലൈറ്റ് വേണം. ഇത് വരുമ്പോൾ ദിസ് ഇസ് നമ്മുടെ ഒരു എക്സ്ക്ലൂസീവ് ലേറ്റസ്റ്റ് ലോഞ്ച് ആണ്. ഇത് ആണെങ്കിൽ വെർട്ടിഗൻ ഫാബ്രിക് ആണ്. ഒരു പുതിയ ഫാബ്രിക് ആണ് മാർക്കറ്റിൽ. ആൻഡ് അതില് വിത്ത് ഫുൾ കമ്പ്യൂട്ടർ എംബ്രോയിഡറി ത്രെഡ് വർക്ക് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ്. പാൻറ്റും നോക്കിക്കോ, സെയിം ടോൺ ടു ടോൺ ഒരു പാൻറ്റാണ്.
അതിൽ ദുപ്പട്ട നോക്കുകയാണെങ്കിൽ ദുപ്പട്ടയിലും അത്യാവശ്യം ഹൈലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഒരു മൽമൽ കോട്ടൺ ആയതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റും ആയിരിക്കും കേട്ടോ. നല്ല വർക്ക് പ്രിന്റിംഗ് ഫിനിഷിംഗ് ഒന്ന് നോക്കിക്കോ, വെരി ഡീറ്റെയിൽഡ് ആൻഡ് സെയിം ടു സെയിം ആ ഒരു പ്രിന്റിന്റെ ഒരു ഇതാണ്. അതെ, ഡബിൾ ലെയർ വർക്ക് ആണ് മുകളിലും അടിയിലും ആ ഒരു വർക്കിലാണ് കയറിയിരിക്കുന്നത്. മൽമൽ കോട്ടന്റെ ദുപ്പട്ടയാണ് വരുന്നത്. റൈറ്റ്. ഇത് സെയിം വെർട്ടിക്കൻ ഫാബ്രിക് ബേസ്ഡ് വെർട്ടിക്കൻ ആണ് ആൻഡ് എ ഡിഫറെന്റ് ഷെയ്ഡ് ഓഫ് ഡിഫറെന്റ് വർക്ക് ആണ് ഇതിൽ. സെയിം റെക്ടാംഗിൾ ഷേപ്പ് ആണ് ഇതിന്റെ. സ്ലൈറ്റ് ടച്ച് ഓഫ് നമ്മുടെ ആ ഒരു ഇക്കത്തോ ബാട്ടിക്ക ആ ഒരു ചെറുതായിട്ട് ആ ഒരു പ്രിന്റ് കാണുമ്പോൾ എക്സാക്ട്ലി പറയാൻ പറ്റില്ല. ചെറുതായിട്ട് ഒരു ഇക്കത്തിന്റെ ഒരു ഷെയ്ഡിങ് പോലെ പോയിട്ടുണ്ട്. ഇത് വരുമ്പോൾ അഗൈൻ ഒരു ഗോൾഡൻ ഷെയ്ഡിൽ ഇറ്റ്സ് ഒരു ഡയമണ്ട് ക്രോസ് ഓവർ വർക്കാണ് വിത്ത് ഫുൾ ഫ്ലോറൽ ത്രെഡ് വർക്ക് സെൻട്രൽ ചെയ്തുള്ളത്. ഫുൾ ടോൺ ടു ടോൺ ത്രെഡ് വർക്ക് ആൻഡ് ഫാബ്രിക്കിന്റെ ഇത് സെയിം ടു സെയിം ആണ്. അപ്പോൾ അതിലും നമുക്ക് സെറ്റ് തന്നെ എടുക്കുന്നത് ഹോൾസെയിൽ ആണ്. മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ, പിന്നെ പ്ലസ് സൈസ് ആണെങ്കിൽ വേറെ ഉണ്ട് അല്ലേ? പ്ലസ് സൈസിന്റെ മോഡൽ വേറെ ഇപ്പോൾ കാണിക്കുന്നത് മൊത്തം നോർമൽ ആയിട്ടുള്ള which is around L, XL, 2XL, 3XL സൈസ് ഉണ്ട്. ഇത് വരുമ്പോൾ ഒരു അജ്രക് ബേസ് പ്യോർ ആയിട്ട് താബ്ല ബോക്സ് വർക്ക് ആയിട്ട് ഒരു മോഡലാണ്. ഇതാണ് ഇതിന്റെ ഷോള്. പാൻറ് വരുമ്പോൾ ഇതാണ് അതിന്റെ ഇത് ഫിനിഷിങ് നോക്കി നോക്കി ആ പ്രിന്റിന്റെ പക്ക. ഇത് ഇങ്ങനെ പിടിച്ചാൽ അതിന്റെ കറക്റ്റ് എക്സാക്ട് ലുക്ക് അറിയുള്ളൂ. കണ്ടോ, നല്ല ഫുൾ ലെങ്ത്തും വിഡ്ത്തും ഒക്കെ പക്ക പെർഫെക്റ്റ്. അപ്പോൾ അടുത്തതിൽ നോക്കുകയാണെങ്കിൽ റെഗുലർ ഡെയിലി ഇടാൻ പറ്റിയ ഒരു ഐറ്റം ആണ്. വിത്ത് നോർമൽ സിമ്പിൾ ടൈ വർക്ക് ഉള്ള ഒരു കോൺസെപ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ നിൽക്കുന്നത് ഗോപാല പ്രഭു റോഡിലാണ്, കേരളത്തിൽ എറണാകുളം മാർക്കറ്റിലാണ്, ഹോൾസെയിൽ മാർക്കറ്റിലാണ്. അവിടെ ഗോപാല പ്രഭു റോഡിലാണ് നമ്മൾ, അവിടെയാണ് കട വരുന്നത്. ദുർഗ ടെക്സ്റ്റൈൽസ്, അത് വലിയൊരു ബിഗ് ഷോപ്പാണ്. ഇത് കൂടാണ്ട് പ്രസ് ക്ലബ്ബ് റോഡിലുണ്ട്. വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയാ, ഇടയ്ക്ക് നിങ്ങളെങ്ങാനും സ്കിപ്പ് ചെയ്ത് കണ്ടിട്ടുണ്ടെങ്കിൽ റിപ്പീറ്റ് ചെയ്യാണ് കേട്ടോ. ഹോൾസെയിലാണ്. ആൻഡ് ഇത് വരുന്നത് നമ്മുടെ ഒരു ഇക്കത്തില് ടൈപ്പിന്റെ ഒരു പാറ്റേൺ ആണ്. റെഡി ടു ഗോ ഓഫീസ് വെയർ, ഹോം വെയർ ടൈപ്പ് ഓഫ് ഐറ്റം ആണ്. സ്മോൾ ഡയമണ്ട് ബട്ടൺ വർക്ക് ഉണ്ട് ആൻഡ് സൈഡിൽ സിമ്പിൾ ഒരു ലേസ് വർക്ക്, ലേസ് വർക്കിന്റെ ഡീറ്റെയിലിംഗ്, അങ്ങനെ 3 പീസിന്റെ ഒരു കോൺസെപ്റ്റ്. റൈറ്റ്. ഇത് വരുമ്പോൾ തന്നെ കോട്ടണിൽ ഇറ്റ്സ് എ വെരി ഈ ഒരു ഷെയ്ഡാണ്. ദിസ് ലോട്ട് ഓഫ് എൻക്വയറി ഓറഞ്ചില് ഈ ഒരു ബേബി പിങ്ക് ഷെയ്ഡിൽ. സോ ദിസ് ഇസ് നമ്മളൊരു കേരി ഡിസൈൻ ആണ് ഇതിനെ വിളിക്കുന്നത്. സോ ഇത് നമ്മൾക്ക് ഒരു റിപ്പീറ്റഡ് എൻക്വയറി വരുന്ന ഒരു മോഡലാണ്. ഓക്കെ. ആൻഡ് അത് കഴിഞ്ഞിട്ട് ദിസ് ഇസ് ആൻ അതർ എക്സ്ക്ലൂസീവ് എൻക്വയറി ആയിട്ട് നമുക്ക് വരുന്നത് ഫ്ലീറ്റ് ആയിട്ട് അംബ്രലാമേ വലിയ ഫ്ലെയർ ആയിട്ട് ആൻഡ് കോൺട്രാസ്റ്റ് ഡ്യുവൽ വർക്ക് ആയിട്ട്. ഇതിൽ വി ആർ യൂസിങ് ഗോൾഡൻ കളർ ആൻഡ് വി ആർ യൂസിങ് ബേബി പിങ്ക് കളർ. ഓക്കെ, വിത്ത് മൽമൽ കോട്ടന്റെ ദുപ്പട്ട കേട്ടോ. അങ്ങനെ ഇതില് ലോങ് സ്ലീവിലാണ് കേട്ടോ. അത് ലോങ് അല്ല, 3/4 സ്ലീവില്. ഇത് വരുമ്പോൾ അഗൈൻ ദിസ് ഇസ് ഒരു നമ്മുടെ ജയ്പൂർ സോഫ്റ്റ് പ്രിന്റ് ഒരു 3 പീസിന്റെ ഒരു നല്ലൊരു ഷെയ്ഡും കൂടിയാണ് കേട്ടോ. ഈ ഒരു ഷെയ്ഡ് നല്ല സൂപ്പർ ഷെയ്ഡാണ് ഇത് വരുന്നത്. അപ്പൊ ഇങ്ങനെ ഇഷ്ടം പോലെ വെറൈറ്റി ഏകദേശം നൗ വി ഹാവ് ഓൾമോസ്റ്റ് കവേർഡ്. ആദ്യം കാണിച്ചത് പല ഡിഫറെന്റ് ഫാബ്രിക്സിൽ ചന്തേരി, ഒഡാൽ, മസ്ലിൻ. അത് കഴിഞ്ഞിട്ട് വി സോ മോർ ഓഫ് നമ്മുടെ പ്യോർ ജയ്പൂരി കോട്ടണിൽ. പിന്നെ ലാസ്റ്റിൽ നമ്മൾ കണ്ടത് സോഫ്റ്റ് കോട്ടൺ ബേസ്. പിന്നെ അഗൈൻ ഇതിലും നമുക്ക് പല മോഡൽസ് ഉണ്ട് വിച്ച് വി വിൽ ഷോ ഇൻ ദ അപ്കമിങ് വീഡിയോസ്. അത് വരുമ്പോൾ ജോർജറ്റ് ഫാബ്രിക്കിലൊക്കെ ആകുമ്പോൾ ഹെവി ജെറി വർക്ക് ആകുമ്പോൾ പിങ്ക് കോപ്പർ അല്ലെങ്കിൽ ഗോൾഡില് അല്ലെങ്കിൽ സിൽവറില് ആ ടൈപ്പിന്റെ മോഡൽസ്. അപ്പൊ ഈ ഫ്ലോറിൽ കാണിക്കാൻ മെയിൻ ദിസ് ഇസ് ആർ വെറൈറ്റി 3 പീസിന്റെ ഐറ്റംസ് ആണ് മെയിൻ ഐറ്റംസ് ആണ്. പിന്നെ ഇങ്ങനെ പല ഐറ്റം കാണാൻ, ബോട്ടം വെയർ ഉണ്ട്, ഫെസ്റ്റീവ് വെയറിന്റെ ഫുൾ ഐറ്റംസ് ഇവിടെ ഉണ്ട്. നമ്മൾ നിലത്ത് കാണിച്ചിട്ട് അതിന്റെ ഒരു സെറ്റ് ഒന്ന് എടുത്ത് കാണിച്ചു കൊടുത്തേ, എങ്ങനെയാ അതിന്റെ സെറ്റ് വരാന്നൊരു ഐഡിയ കിട്ടാനേ. ജസ്റ്റ് പാക്കിംഗ് വരുമ്പോൾ 4 പീസിന്റെ ഒരു സെപ്പറേറ്റ് പാക്കാണ്. റൈറ്റ്. ഇപ്പൊ ഇതിൽ വരുമ്പോൾ നമ്മൾ ലൈക്ക് പറഞ്ഞില്ലേ പല ഷെയ്ഡ് ഉണ്ടാവും. ഇത് മെറൂൺ ഷെയ്ഡായി, ഇത് ഇതിന്റെ ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡായി, ഇത് ഇതിന്റെ വൈൻ ഷെയ്ഡായി ആൻഡ് ഇത് ഇതിന്റെ നേവി ബ്ലൂ ഷെയ്ഡായി. ഇങ്ങനെ 4 ഷെയ്ഡായിട്ട് തന്നെ മേടിക്കണം. റൈറ്റ്. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ പല മോഡൽസ് നമ്മൾ വെക്കുന്നത്. സെയിം ഈ ഐറ്റം ഓൾസോ നമ്മൾ അടിയിൽ കാണിച്ചിട്ടുണ്ടായി ഈ ഒരു മോഡൽ. അപ്പോൾ ഇതൊരു പാറ്റേൺ ആണ്. ഇങ്ങനെ നമ്മൾ ഇതിന്റെ സ്റ്റോക്ക് ഇവിടെ വെക്കാറുണ്ട്. ഫെസ്റ്റീവ് വെയറിന്റെ ഐറ്റംസിന്റെ സ്റ്റോക്കുകളാണ് ഇവിടെ ഇരിക്കുന്നത്. പാച്ച് വർക്കിലും ഹാൻഡ് വർക്കിലും അങ്ങനെ വെറൈറ്റീസ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ ഇതൊരു ഫ്ലോർ ആയിട്ടുള്ളൂ. ഇനി നമുക്കൊന്ന് അടുത്ത ഫ്ലോറിലേക്ക് പോയാലോ? ഓക്കെ, നമുക്ക് ഇനി അടുത്ത ഫ്ലോറിലേക്ക് പോകാം. മൊത്തത്തിൽ മാറിയില്ല ഇവിടെ. ഈ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഒക്കെ നിലത്തായിരുന്നു കേട്ടോ. ഇപ്പൊ ഒക്കെ ടേബിൾ സെറ്റ് ചെയ്തിട്ട് ഇവിടെ എന്താ ഇതൊക്കെ? ഇതെല്ലാം ഒരു ഡിഫറെന്റ് സെറ്റപ്പ് ഓഫ് അറേഞ്ച്മെന്റ്. കസ്റ്റമേഴ്സിന്റെ ഒരു ഈസിന് വേണ്ടി, നമ്മുടെ ഒരു ഈസിന് വേണ്ടി ചെയ്തതാണ്. പണ്ട് കസ്റ്റമേഴ്സ് വരുമ്പോൾ ഇപ്പൊ നമുക്ക് അറ്റ് എനി ടൈം
300-350 മോഡൽസ് ഉണ്ടാവും ഷോപ്പിൽ. കുട്ടികളുടെ മോഡൽ തുടങ്ങിയ വലിയ ആൾക്കാരുടെ മോഡൽ. അത് പ്രാക്ടിക്കലി പോസിബിൾ ആവണുണ്ടായില്ല എല്ലാം കസ്റ്റമേഴ്സ്ക്ക് എല്ലാം ഐറ്റംസ് കാണിക്കാൻ വേണ്ടി. ആൻഡ് കസ്റ്റമേഴ്സ്ക്കും കുറെ ടൈം അവർക്ക് എല്ലാം ഫ്ലോറിലോട്ട് പോകേണ്ട ഒരു റിക്വയർമെന്റ് ആയിരുന്നു. ഇപ്പൊ ആണെങ്കിൽ അവർക്ക് ഒരു വെരി മിനിമൽ ടൈമിൽ എല്ലാ മോഡൽസ് ബോട്ടം വെയർ, ഷോർട്ട് ടോപ്സ്, കുർത്തീസ്, 2 പീസ് 3 പീസ് എല്ലാ മോഡൽസ് നമ്മൾക്കൊന്ന് കാണിക്കാം. അപ്പൊ ഡയറക്റ്റ് ഇവിടെ കസ്റ്റമർ ഇങ്ങനെ വന്ന് നിൽക്കുകയാണെങ്കിൽ അവർക്ക് ഓരോരുത്തർക്ക് ഇങ്ങനെ ജസ്റ്റ് സാമ്പിൾസ് ഇങ്ങനെ ഏറ്റവും ഷോർട്ട് ടൈമിൽ എടുത്ത് കാണിക്കും. ജസ്റ്റ് ഇങ്ങനെ ഷോർട്ട് പീരീഡിൽ അവർക്ക് എല്ലാതും കണ്ടിട്ട് ഇത് ഇത്ര സെറ്റ് പറഞ്ഞാൽ മതി. അപ്പൊ ഇത്രയും വെറൈറ്റി ഓഫ് കളക്ഷൻസ് നമുക്ക് ഓരോന്ന് എടുത്ത് കാണാനുണ്ട്. അതുപോലെ തന്നെ ബോട്ടം വെയർ, അതുപോലെ തന്നെ ഷോർട്ട് ടോപ്സ്, വെസ്റ്റേൺ വെയറിന്റെ ഒക്കെ നല്ല വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം. ഈ ഒരു റാക്കിൽ എന്തായിട്ടും ഒരു റെഡിമെയ്ഡ് സ്ട്രീറ്റ് വെയർ ഐറ്റം ആണ്. ഇതിൽ ഷോർട്ട് ടോപ്സ് ആണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിലോട്ട് വരുമ്പോൾ 2 പീസ് 3 പീസ് ചുരിദാറിന്റെ സ്റ്റോക്കാണ് ഇവിടെ മെയിൻറ്റെയിൻ ആവുന്നത്. ഓക്കെ, ഒരു മിനിറ്റ്, ഇവിടെ കസ്റ്റമർ നിൽക്കുന്നുണ്ട്. ആള് കാര്യമായിട്ട് ചൂസ് ചെയ്യാം. ഞാൻ വീഡിയോ എടുത്തോട്ടെ, കുഴപ്പമില്ലല്ലോ. എവിടെ ഷോപ്പ്? ഞങ്ങൾ എറണാകുളത്ത് തന്നെയാണ്, റീറ്റെയിൽ ആണ് നടത്തുന്നത്. ഓക്കെ, എന്താ പേര്? എൻ്റെ പേര് രഞ്ജൻ എന്നാണ്. ഓക്കെ, എന്താ കുർത്തീസാണോ നോക്കിക്കൊണ്ടിരിക്കണേ? കുർത്തീസ് ആക്ച്വലി ഇവരുമായിട്ടുള്ള ഞങ്ങളുടെ അസോസിയേഷൻ പല വർഷങ്ങളിലാണ്. അപ്പോൾ നമ്മളിവിടെ സാധനങ്ങൾ ഇഷ്ടം പോലെ പർച്ചേസ് ചെയ്യണത് ഇപ്പോൾ ഈ ഒരു ഷോപ്പിൽ നിന്നാണ്. കുറേ, കാരണം അവർക്ക് കുറച്ച് പ്രത്യേകതകളുണ്ട്. പ്രത്യേകിച്ചെന്ന് പറഞ്ഞാൽ പ്രൈസിങ് നല്ലതാണ്. പിന്നെ അവരുടെ എല്ലാ കടകൾക്കും ചില കിട്ടാത്ത ഐറ്റംസ് ഉണ്ട്. ലൈക്ക് ഞങ്ങളുടെ കടയിൽ 46, 48, 50 എന്ന് പറഞ്ഞാൽ ബിഗ് സൈസസ് ഉണ്ട്. ആ ബിഗ് സൈസസ് എല്ലായിടത്തും അവൈലബിൾ അല്ല. അപ്പോൾ അതിവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ കുറച്ച് യങ് ടീനേജ് പിള്ളേരില്ലേ, അവരുടെ ഒരു കോളേജ് ഗോയിങ് സെൻറ്റ് തെരേസാസ് ഒക്കെ ഇവിടെ ഉള്ളപ്പോൾ ഇതിനെ ചുറ്റും എറണാകുളത്ത് എപ്പോഴും ടീനേജേഴ്സിനൊക്കെ ഭയങ്കര ഒരു ഡിമാൻഡ് കൂടുതലാണ്. അപ്പോൾ അവരാണ് കൂടുതൽ കേറ്റർ ചെയ്യുന്നത്. സോ അതിൻ്റെ ഐറ്റംസ് ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ എല്ലാ കളക്ഷൻസ് നമുക്ക് ഇവിടെ കിട്ടുമെന്നാണ് പറഞ്ഞു വരുന്നത്. എന്തായാലും ഞങ്ങൾ കുറച്ച് നാളായിട്ടുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ കുറച്ചുകൂടി കംഫർട്ടബിൾ ആണ്. പിന്നെ ഇവരുടെ നമ്മുടെ സർവീസ് ഭയങ്കര നല്ലതാണ്. ചേച്ചിനെ ഉദ്ദേശിച്ചോ സർവീസ് നല്ലതാണ്. ചേച്ചി നന്നായി അപ്പോൾ എടുത്ത് തന്നെയുണ്ടെന്ന്. കാരണം ഫോളോ അപ്പ് ഉണ്ട്. ഞങ്ങൾക്കിപ്പോൾ കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ ഒരു ഐറ്റം ഇല്ലായിരുന്നു. അത് തന്നെ 2 ദിവസം കഴിഞ്ഞ് എന്നെ വിളിച്ച് പറഞ്ഞ് സാധനം ഉണ്ടെന്ന് പറഞ്ഞ് വിളിച്ച്. അപ്പോൾ അതും കൂടി അങ്ങനെ ഫോളോ അപ്പ് നല്ലതാണ്. ഓക്കെ, അപ്പോൾ സർവീസ് നല്ലതാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോട്ടോ, ഞാൻ മുതലാളിയോട് പറഞ്ഞിട്ട് ആളെ മാറ്റില്ലെങ്കിൽ മാറ്റിക്കാം. കറക്റ്റ് അല്ല ആള്? പിന്നെ വേറെ കുറച്ച് പേരുണ്ട്. എല്ലാവരും നല്ല സർവീസ് ആണ് എല്ലാവരും. അപ്പോൾ ഒറ്റ വാക്കല്ല, റേറ്റ് വൈസ് എങ്ങനെ? റേറ്റ് വൈസ് ഇപ്പോൾ എല്ലാം പറയുമ്പോൾ ദാറ്റ് ഈസ് വൺ ഓഫ് ദ മെയിൻ ആസ്പെക്ട്സ്. ഇപ്പോൾ ഇവരുടെ റേറ്റ് വൈസ് അഫോർഡബിൾ ആണോ അല്ലയോ, അതാണ് എൻ്റെ ചോദ്യം. മാർക്കറ്റിൽ ഞങ്ങൾ ഒത്തിരി സ്ഥലത്ത് എപ്പോഴും കമ്പയർ ചെയ്യുമ്പോൾ വളരെ കംഫർട്ടബിൾ റേഞ്ചാണ്. ഓക്കെ, അഫോർഡബിൾ റേഞ്ച് ആണ് ഉദ്ദേശിക്കുന്നത്. ഇനി ക്വാളിറ്റിയും അതിൻ്റെ സ്റ്റിച്ചിങ്ങിനെ കുറിച്ചിട്ട്? ക്വാളിറ്റി സ്റ്റിച്ചിങ് ഒബ്വിയസ്ലി കണക്റ്റഡ് തന്നെയാണ്. ഫിനിഷിംഗ് ആണ് മെയിൻ, നല്ല ഫിനിഷിംഗ് ആണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ മെയിൻ തിങ് ഇസ് പ്രൈസിങ് ഭയങ്കര കംഫർട്ടബിൾ ആണ്. അതായത് പ്രീമിയം കസ്റ്റമേഴ്സിൻ്റെ സാധനമുണ്ട്, പിന്നെ ഒരു ആവറേജ് എല്ലാം ഉണ്ട്. ചുരുക്കി പറഞ്ഞാൽ ലോ റേഞ്ച് തൊട്ട് ഹൈ റേഞ്ച് വരെയുള്ള എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. പേര് ഞാൻ പറഞ്ഞിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ട് വന്നപ്പോഴേ. എൻ്റെ പേര് രഞ്ജൻ എന്നാണ്. രഞ്ജൻ, ഓക്കെ. രഞ്ജൻ സർ, താങ്ക് യു സോ മച്ച്. അപ്പോൾ കണ്ടിന്യൂ ചെയ്തോളൂ. ഞാനും കുറച്ച് കളക്ഷൻസ് എൻ്റെ വ്യൂവേഴ്സിന് കാണിച്ചു കൊടുക്കട്ടെ. അപ്പോൾ നമുക്ക് എവിടെ നിന്നാണ് ഇനി ഇവിടുന്ന്? ഇവിടെ നമ്മൾ വെക്കുന്നത് നമ്മുടെ 3 പീസ് ഐറ്റംസ് ആണ്. അപ്പൊ ഇവിടെ 3 പീസിന്റെ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ആക്കാനാണ്. 2 പീസിന്റെ ഐറ്റംസും ഇവിടെ തന്നെ വെക്കാനാണ്. ഈ ഒരു പോർഷനിലാണ് വരുന്നത് അല്ലേ? ഈ പോർഷനിലാണ് നമ്മൾ 2 പീസ് വെക്കുന്നതാണ്. ഓക്കെ, ഇത് കൂടാണ്ട് നിലത്തും കുറെ സ്റ്റോക്ക് ഇരിക്കുന്നുണ്ട്. റാക്കിൽ കയറ്റാൻ പറ്റാത്ത കുറെ ഐറ്റംസ് നമുക്ക് ഇവിടെ മെയിൻറ്റെയിൻ ആക്കാറുണ്ട്. 4th ഫ്ലോറിലും സ്റ്റോക്ക് മെയിൻറ്റെയിൻ ആക്കാറുണ്ട്. ഗോഡൌൺ അവിടെയാണ്. ഇവിടെ ഇത്രയും സ്ഥലമുള്ളൂ വെക്കാൻ. അതെന്ന് വെച്ചാൽ അത് ആൾക്കാർക്ക് കാണിക്കാൻ വേണ്ടി ഈസി ആയിട്ട്. പിന്നെ ഇവിടെ വരുമ്പോ ഇറ്റ്സ് എ മിക്സ് ഓഫ്, ഇവിടെ ഇപ്പൊ ഫുൾ മിക്സ് ഓഫ് ഫാബ്രിക്സ് ആണ്. ഇവിടെ വരുമ്പോ ഇത് ഫുൾ ഹാൻഡ് വർക്ക് ഐറ്റം ആണ്, ജോർജറ്റ് ബേസിൽ. ആൻഡ് ഇതില് ഇങ്ങനെ പല ഡിസൈൻസ് വരും, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഡിസൈൻസ് വരും. കളേഴ്സ് ഡിഫറെന്റ് ആയിട്ട് ചൂസ് ചെയ്യാം. എല്ലാത്തിനും 4 കളർ ഒരു പാറ്റേൺ ചാർട്ട് ആണ്. ഇതാണെങ്കിൽ ഒരു ബോക്സ് വർക്ക് ആണ്. ഇതൊരു ഫ്ലവർ വർക്ക് ആണ്. ഇത് വരുമ്പോ ഇത് നമ്മുടെ ഒരു ഹൈസ്റ്റ് ഒരു എൻക്വയറി ഡിമാൻഡ് ആണ്. ഇപ്പൊ ഈ സെയിം പാറ്റേൺ നമ്മള് വിചിത്ര ബേസ് ഫാബ്രിക്, സെലിബ്രിറ്റി സിൽക്ക് ഫാബ്രിക്, ജോർജറ്റ് ബേസ് ഫാബ്രിക് എല്ലാത്തിനും കാണിച്ചിട്ടുണ്ട്. എല്ലാം ഫാബ്രിക്കിൽ ഈ ഒരു സെന്റർ കമ്പ്യൂട്ടർ ബോക്സ് വർക്ക് ആണ് ഈ മോഡലിന്റെ പേര്. ഇതിലും വരുന്നത് ഇറ്റ്സ് എ വെരി ബ്രൈറ്റ് പേസ്റ്റൽ ചാർട്ട്, മോർ പീച്ച്, മെഹന്തി, വൈൻ ആൻഡ് ബ്രൈറ്റ് മെറൂൺ. ഇതാണ് ഇതിന്റെ കളർ ചാർട്ട്. ഇങ്ങനെ വരുമ്പോൾ പിന്നെ നെക്സ്റ്റ് സെക്ഷനിലോട്ട് വരുമ്പോൾ നമ്മുടെ അഗൈൻ കമ്പ്യൂട്ടറിൽ തന്നെ ജെറി ഗല വർക്ക് മോഡലാണ്. Again, this ഇത് റിപ്പീറ്റ് ഇഷ്ടം പോലെ എടുക്കണ്ടല്ലേ ആൾക്കാർ? നമ്മുടെ ഐ തിങ്ക് ഫസ്റ്റ് വീഡിയോയിലും ഈ മോഡൽ കാണിച്ചിട്ടുണ്ടാവും. മിക്കവരും വി ഹോപ്പ് അടുത്ത വീഡിയോയിൽ വരെ നമ്മൾ ഇത് കാണിക്കുന്നുണ്ട്. ബിക്കോസ് ടച്ച് ടൈൽ നമ്മൾക്ക് ഇത് ഒരു കണ്ടിന്യൂസ് ഒരു ഹെവി എൻക്വയറി ഒരു ഡിമാൻഡാണ്. നമ്മുടെ
റെഡി ടു ഓൾവേസ് കസ്റ്റമറിൻ്റെ ഒരു ഡിമാൻഡാണ്. ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഇറ്റ്സ് എ വെരി ഫിൽഡ് ഡിസൈൻ, ഭയങ്കര ഫിൽഡ് ആണ്, ഹെവി സ്റ്റോൺ വീവിംഗ് ആണ്, ത്രെഡ് വർക്ക് ആണ്. ആൻഡ് ഇറ്റ്സ് എ ഗ്യാരണ്ടി. യു കെൻ ഈവൻ ട്രൈ വിത്ത് കത്തി ഓർ അല്ലെങ്കിൽ ഒരു കീ വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്താൽ ഇറ്റ് ഈസ് നോട്ട് ഈസി ടു ഗോ. സോ എത്ര വാഷ് ചെയ്താലും ഇതിൻ്റെ ബ്രൈറ്റ്നെസ് ത്രെഡ്സ് ലൂസ് ആവില്ല. ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് ഒരു ഫ്രഷ് പുതിയൊരു ഫീലിംഗ് ഉണ്ട്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ നമുക്ക് വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് റഫ് വാഷ് ചെയ്താൽ വരെ കംപ്ലൈന്റ് വരില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. വാഷ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഇതിൽ പല മോഡൽസ് വരാറുണ്ട്. ഇതൊരു വേറെ മോഡലാണ്. അത് സിൽവറിന്റെ കേട്ടോ. നേരത്തെ കണ്ടത് നമ്മൾ ഗോൾഡിന്റെ ആയിരുന്നു, ഇത് സിൽവറിന്റെ ആണ്. അഗൈൻ യു കെൻ സീ ഇറ്റ്സ് എ ഡിഫറെന്റ് കളർ ചാർട്ട്. ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇട്ടാലേ അറിയാൻ പറ്റുള്ളൂ. കണ്ടോ, സിൽവറും ഗോൾഡും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ഒന്ന് കാണിച്ചു തരുകയാണ്. ഇതാണെങ്കിൽ ഇപ്പോൾ ഒരു നമ്മുടെ റിങ്കിൾ റയോണിൽ ഒരു ഫുൾ ഹെവി വർക്ക് ആയിട്ട് ഉള്ള ഒരു ഫെസ്റ്റീവ് വെയർ ഐറ്റം ആണ്. ഫുൾ വർക്കോട് കൂടിയിട്ടാണ് വരുന്നത്. ഫുൾ വർക്ക് ആയിട്ടാണ് വരുന്നത് വിത്ത് ലൈനിങ്. ആൻഡ് ഇതാണ് ഇതിന്റെ 4 കളേഴ്സ്. ഓക്കേ, റൈറ്റ്. ഒക്കെ നല്ല ബ്രൈറ്റ്. സെക്ഷനിലോട്ട് പോകുമ്പോൾ ഇറ്റ് ഈസ് നമ്മളുടെ ഏലംപള്ളി കോട്ടൺ സ്ലബ് തുണി. ഇതൊരു സ്പെസിഫിക് ഇതിനൊരു കസ്റ്റമർ ബേസ് ഉണ്ട്. ആ കസ്റ്റമർ ബേസ് മാത്രം എടുക്കും. ആൻഡ് അവർ ഇറ്റ്സ് റെഗുലർ, ദേ നീഡ് ഇറ്റ് ഓൾ ദ ടൈം. ഇതിൽ നമ്മൾ തയ്ക്കുന്ന സൈസ് പറഞ്ഞാൽ S, M, L, XL, 2XL, 3XL, 4 and 5. സോ S to 5 ഓൾ റേഞ്ചസ് ഓഫ് സൈസ് ഇതിൽ നമ്മൾ തയ്ക്കാറുണ്ട്. ജസ്റ്റ് ടു ഷോക്കേസ് എ ഫ്യൂ ഡിസൈൻസ്. ഞാനൊന്ന് ഫ്ലോറിൽ ചില ഡിസൈൻസ് ഒന്ന് ഇടാം. ഡിസൈൻസ്, അതിന്റെ കളർ ചാർട്ട്സ് ഒക്കെ ബ്രൈറ്റ് കളേഴ്സ് ആണ് വരുന്നത്. റൈറ്റ്. അതിൽ ഹെവി വർക്ക് ഉള്ളതുകൊണ്ട് നോർമൽ വർക്ക് ആയിട്ടുള്ളതുകൊണ്ട് അങ്ങനെ വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട്. അതിൻ്റെ കളേഴ്സ് പറയുമ്പോൾ 4 കളേഴ്സ് എന്തായാലും നമ്മൾ എടുത്തേ പറ്റുള്ളൂ. ഹോൾസെയിൽ ആയതുകൊണ്ട് തന്നെയാണ് കേട്ടോ വരുന്നത്. ബ്ലൂവിൽ തന്നെ 2 ഡിഫറെൻറ്റ് ഹാൻഡ് വർക്കിലാണ് ഇത് ചെയ്തിരിക്കുന്ന വർക്ക് എന്ന് പറയാനായിട്ട്. ഇത് നോക്കിയാൽ ബ്ലൂവിൽ ടോൺ ടു ടോൺ ആണ് വരുന്നത്. അത് ഒരു മൾട്ടി റെയിൻബോ ഇതിൽ വരുന്നത്. ടോൺ ടു ടോണിൽ വൺ സൈഡ് എന്ന് പറയാൻ പറ്റില്ല, നടുക്കിലൊക്കെ തന്നെ ഫുൾ വർക്കോട് കൂടിയിട്ടാണ്. ആ, അപ്പോൾ അങ്ങനെ ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട്. ജസ്റ്റ് സിമ്പിൾ ആയിട്ട് ഒന്ന് കാണിച്ചു എന്ന് മാത്രമേ. ഇനി ഇവിടേക്ക് ഒന്ന് മൂവ് ചെയ്യാം. ഓക്കെ. ആൻഡ് ഇതിൽ നമുക്ക് പല ടൈപ്പിന്റെ മോഡൽസ് ഉണ്ട്. ഇതാണെങ്കിൽ ഒരു വൈറ്റ് ബേസ് ഫാബ്രിക് ആണ്. വൈറ്റ് ബേസ് ഫാബ്രിക്കിൽ പ്രിൻസസ് കട്ട് ആയിട്ട് മോഡലാണ് വിത്ത് ഫ്രോക്ക് വള്ളി മോഡലാണ്. അപ്പൊ ഇതാണ്. അപ്പൊ ഇതിന്റെ സിബ് എന്ന് പറയുമ്പോൾ ഇതാണ് വരുന്നത് അല്ലേ? പ്രിൻസസ് കട്ടലാണ് വരുന്നത് കേട്ടോ. അതിൽ സ്ട്രേറ്റ് കട്ട്, പ്രിൻസസ് കട്ട് അങ്ങനെയൊക്കെ രണ്ട് പാറ്റേൺ. അപ്പൊ ഈ സൈഡ് മൊത്തം വരുന്നത് നമുക്ക് മെറ്റർണിറ്റി വേറുണ്ട്. ഇതിൽ പല ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പ്രിന്റ്സ് ഉണ്ട്. സോ ഐ ആം ജസ്റ്റ് ഗോണ പുട്ട് ദീസ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പ്രിന്റ്സ് ഡൗൺ. ഇതും ഫീഡിംഗ് വെയർ ആണ്. ഇതൊരു ഓവർകോട്ട് ജാക്കറ്റ് മോഡലാണ്. ഇതിൽ സെൽഫ് ഡിസൈൻ ഒക്കെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഈ ഓവർകോട്ട് ജാക്കറ്റ് മോഡലാണ്. ഇതും ഫീഡിംഗ് വെയർ ആണ്. ഇങ്ങനെ പല പ്രിന്റ്സ് ഉണ്ട്, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പ്രിന്റ്സ് ഉണ്ട്. ഇതും ഒരു ഡിഫറെന്റ് ടൈപ്പ് ആയിട്ട്. ഇതിന്റെ ഒരു കളർ നമുക്ക് നോക്കാം. ഇതും സോ ഇതിന്റെ ക്വാളിറ്റി ഇതിലും നമുക്ക് ഫീഡിംഗ് വെയറിലും ഫ്രം ലോ റേഞ്ച് ടു വെരി ഹെവി റേഞ്ച്. സോ ദിസ് ഇസ് ആർ ഹെവി റേഞ്ച് ഐറ്റം. ഇത് നമ്മുടെ ഒരു ലോ സ്റ്റാർട്ടിംഗ് റേഞ്ചിൽ ഒരു മോഡലായിരുന്നു. ഇത് നമ്മളുടെ ഫാബ്രിക്കിന്റെ പേര് പറയുമ്പോൾ പൗഡർ ബേസ് ആണ്. പൗഡർ ബേസ് ഫാബ്രിക്. സോ ഇറ്റ്സ് എ ഫാബ്രിക് ദാറ്റ് വി ഇമ്പോർട്ട് ദിസ് ഫ്രം ചൈന. ഓക്കെ. ദിസ് ഫാബ്രിക്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല റേറ്റ് ഉള്ള ഒരു മോഡലാണ്. ആൻഡ് അത്രയും ഒരു സോഫ്റ്റും കംഫർട്ട് ഫീലിംഗ് ആണ്. മെറ്റർണിറ്റി എന്ന് പറയുമ്പോൾ സോഫ്റ്റ് കംഫർട്ടബിൾ ആണ് മെയിൻ ആയിട്ട് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിൽ വെറൈറ്റീസ് ഇഷ്ടംപോലെ ഉണ്ട് മെറ്റർണിറ്റി വെയറിൽ തന്നെ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു മെറ്റർണിറ്റി വെയറിന്റെ സെക്ഷൻ. പിന്നെ ഇത് നമ്മൾ ഫുൾ ഒരു വിചിത്ര ആൻഡ് സിൽക്കി ഗ്ലോസി ഫാബ്രിക്സിന്റെ വെക്കേണ്ട ഒരു സെക്ഷൻ ആണ്. ഓക്കെ. അഗൈൻ ഇതിലോട്ട് വരുമ്പോൾ ലിറ്റിൽ ബിറ്റ് മോർ ഫാൻസി ഉണ്ടല്ലോ. കുറച്ചുകൂടി കൂടുതൽ ഷൈനിങ് കൊടുക്കുന്നത്. ഇതിൽ ബർബറി, ഓർഗൻസ ഫാബ്രിക്സ്, ജിമ്മി ചൂ. അപ്പോൾ ഇത് ജിമ്മി ചൂടെ ഒരു ഫ്രോക്കാണ് വിത്ത് പഫ് കൈ മോഡൽ. സൈഡിൽ ഡ്രോ സ്ട്രിങ് കെട്ടാണ് ആയിട്ടുള്ളതുകൊണ്ട്. ആൻഡ് ഇതാണ് ഇതിന്റെ കളർ ചാർട്ടും വരുന്നത്. ഇതാണ് ഇതിന്റെ കളർ ചാർട്ട്. അതിൽ ഡാർക്കും ഉണ്ട് പേസ്റ്റലും ഉണ്ട്. 2 ടൈപ്പ് ഉണ്ടാവും. ഇത് ഡാർക്ക് ചാർട്ട് ആയിരുന്നു. ആൻഡ് ഇത് ഇതിന്റെ പേസ്റ്റൽ ചാർട്ടാണ്. ഒരു ഇംഗ്ലീഷ് ഷെയ്ഡ്സ് ആണ് ഒക്കെ വരുന്നത്. ഇംഗ്ലീഷ് കളർ ചാർട്ടാണ്. ബേബി പിങ്ക്, പിസ്ത, ലൈറ്റ് ഓറഞ്ച് ആൻഡ് നമ്മുടെ മോർ പീച്ച്. ഓക്കെ. അപ്പോൾ ഇത് ഷൈനിങ് പാർട്ടി വെയറിൽ വരുന്നതാണ്. ഇതൊക്കെ ഇഷ്ടം പോലെ മൂവിങ് ആയിട്ട്. പിന്നെ വെക്കാൻ സ്ഥലം ഇല്ലാണ്ട് ഇതാ ഇവിടെയും നിലത്ത് മൊത്തം നോക്കിയ ഇഷ്ടം പോലെ വെറൈറ്റീസ് ആണ് ഇരിക്കുന്നത്. അപ്പോൾ എല്ലാം കാണിക്കാൻ പറ്റില്ലല്ലോ അല്ലേ നമുക്ക്? കാണിക്കാൻ പറ്റില്ല. ജസ്റ്റ് ഒരു 2 മോഡൽ ഇടയ്ക്ക് വെച്ചിട്ടുണ്ട് കാണിക്കാം. ഈ സൈഡിൽ വെക്കുന്നത് അഗൈൻ ദിസ് ഇസ് ഫീഡിംഗ് കുർത്തി. ഇത് ഫീഡിംഗ് വരുമ്പോൾ ഇത് ഫീഡിംഗ് പാർട്ടി വെയർ ടൈപ്പ് ഓഫ് കുർത്തി വെയർ ആണ്. ഒന്നും ഇത് സ്ട്രേറ്റ് ആണ്. നമ്മൾ നേരത്തെ കണ്ടത് ഒരു പ്രിൻസസ് കട്ട് ആയിരുന്നു. പിന്നെ സെന്ററിൽ ഫ്ലീറ്റ് ഉണ്ട്, ദാമണിലും വർക്ക് ഉണ്ട്. ആൻഡ് ഇതാണ് ഇതിന്റെ ഒരു കളർ ചാർട്ട്. ബ്രൈറ്റ് കളേഴ്സ്, ചെറി, സ്കൈ ബ്ലൂ, ബോട്ടിൽ ഗ്രീൻ, അങ്ങനെ വെറൈറ്റീസ്. അപ്പോൾ ഈ ടൈപ്പിന്റെ ഒരു പാറ്റേൺ ആണ്. ദിസ് ഈസ് ഓൾസോ നമ്മുടെ ഒരു ഹെവി സെല്ലിംഗ്
ഇത് കോട്ടന്റെ നല്ല കോട്ടണിൽ ഇറ്റ്സ് എ വെരി സിമ്പിൾ ഫാബ്രിക്. ഇതിൽ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഈ നെക്കിന്റെ റെഗുലർലി ഒരു നല്ല എൻക്വയറി ഉണ്ട്. നല്ല എൻകറേജ് ആൻഡ് ലോ റേറ്റ് ഒരു എക്കണോമിക്കൽ പ്രോഡക്റ്റ് ആണ്. പിന്നെ ലൈറ്റ് വെയിറ്റ് കൂടിയാണ് കേട്ടോ, കംഫർട്ടബിൾ. പ്ലീസ് ചെക്ക് ദിസ് ഔട്ട്. ദിസ് ഇസ് നമ്മുടെ ഒരു വിസ്കോസ് സിൽക്ക്. വിസ്കോസ് സിൽക്കിൽ ഒരു വീനെക്കിൽ ഒരു പാറ്റേൺ ആണ്. സെൻറ്ററിമേ റിയോൺ വിസ്കോസ് സിൽക്കിൻ്റെ ഒരു പാച്ച് വർക്കാണ്. ആൻഡ് ഇതാണ് ഇതിൻ്റെ കളർ ഷെയ്ഡ്സ്. സ്ലീവിലും ഫുൾ ഉണ്ടല്ലേ വർക്ക്. റൈറ്റ്. മെറൂൺ, മോർ പീച്ച്, മെഹന്തി ആൻഡ് വൈൻ. അങ്ങനെ വെറൈറ്റീസ്. അപ്പം നമുക്ക് ഇനി ഒരു സൈഡിൽ നിന്നിട്ട് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം അല്ലേ? ഓക്കെ. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഫുൾ നമുക്ക് കസ്റ്റമേഴ്സിന് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോന്നോരോന്ന് ഈസി ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെക്ഷനാണ്. അവിടെ എല്ലാ ഐറ്റംസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കവറിൽ നിന്ന് ഇങ്ങനെ എടുത്ത് വലിച്ച് കാണിക്കേണ്ട ഒരു ആവശ്യമില്ല. അതെ. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് കളക്ഷൻസ് ഒന്ന് കണ്ടു നോക്കിയാലോ? ഇത് വരുന്നത് ചന്ദേരി സിൽക്ക് ബേസ് ഒരു സെൽഫ് പ്രിന്റ് ബോംബെ ഡൂബി ഒരു പ്രിന്റ് ആണ്. ഒരു സെൽഫ് പ്രിന്റ് പാറ്റേൺ തുണിയിൽ വിത്ത് ഹാൻഡ് വർക്ക് ആയിട്ട് വരുന്ന ഒരു മോഡലാണ്. ഇതൊരു റൗണ്ട് നെക്ക് മോഡലാണ്. ഹോൾസെയിൽ ആണ് കേട്ടോ. അതെ. ഇത് വരുമ്പോൾ ഇറ്റ്സ് പ്രീമിയം കോട്ടൺ ഹാൻഡ് ലുക്ക് സ്മോൾ ഡയമണ്ട് ഡിസൈൻ ആണ് വിത്ത് ത്രെഡ് വർക്കിന്റെ ഒരു ഇതാണ്. ത്രെഡ് വർക്ക് സെന്ററിൽ വരുന്നത്. സെയിം ഈവൻ ഇൻ ദ അസ്തൻ സ്ലീവിൽ ആ ഒരു ലേസ് വർക്ക് ഉണ്ട്, ടോൺ ടു ടോൺ. ഇതൊരു പുതിയ ഫാബ്രിക്കാണ് മാർക്കറ്റിൽ. ഇറ്റ്സ് കോൾഡ് ആസ്ത ജെറി. ബേസ് തുണി ജോർജറ്റ് തന്നെയാണ്. ഇതിൽ ഒരു സിൽവർ ലൈനിങ് എഫക്റ്റ് ഒന്ന് കാണാൻ പറ്റും. ശരിക്കും ഒന്ന് സൂം ചെയ്താൽ ഒരു സിൽവർ ലൈനിങ് എഫക്റ്റ് ഇവിടെ ഒന്ന് കാണാൻ പറ്റും. സോ അതാണ് ഇതിന്റെ പേര് ആസ്ത ജെറി. ഉള്ള ഒരു ഫ്രോക്ക് ഉള്ള നല്ലൊരു റെപ്യൂട്ടേറ്റീവ് ഇത് ആസ്ത ജെറി ഇപ്പൊ പുതിയ മാർക്കറ്റിൽ ഇറങ്ങിയതാണോ ഈ ആസ്ത ജെറി? ഈ ഒരു സിൽവർ ലൈൻ വരുന്ന കാരണം ഇതിന്റെ പേര് ആസ്ത ജെറി ആയ പോയതാണ്. ആസ്ത ജെറി മെറ്റീരിയൽ കേട്ടോ, മാർക്കറ്റിലെ പുതിയത്. ഇതൊരു ഫാൻസി ഫ്രോക്ക് മോഡലാണ്. വൺ സൈഡ് ഒരു ഗൗൺ ടൈപ്പ് അല്ലേ, ഒരു ഫാൻസി പാർട്ടി വെയർ ഗൗൺ. സ്ലീവ് ഓൾസോ ഒരു ലോങ് സ്ലീവ് കാറ്റഗറിയിൽ ഇത് വരും. അത്യാവശ്യം ലോങ് സ്ലീവ് കാറ്റഗറിയാണ്. സോ ഇത് നോർത്ത് കേരള കസ്റ്റമേഴ്സ്ക്ക് ഒരു റെഗുലർ ഇടാൻ പറ്റിയ ഐറ്റമാണ്. അഗൈൻ ഇതൊരു പ്രീമിയം നമ്മുടെ ഡയമണ്ട് ഫാബ്രിക് ആണ്. ഫാബ്രിക്കിന്റെ പേര് ആൻഡ് ഇറ്റ്സ് എ മിക്സ് ഓഫ് നമ്മുടെ ത്രെഡ് വർക്കും ജെറി വർക്ക് ആയിട്ടുള്ള ഒരു മോഡലാണ്. റെഡി ടു ഗോ വെയർ ഡെയിലി വെയർ ഐറ്റമാണ്. ഓക്കെ. ഒക്കെ മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ. വീണ്ടും പറയാണ് ഹോൾസെയിൽ. സൂപ്പർ ഹോൾസെയിൽ ആണ്. ആൻഡ് ഇത് വരുമ്പോൾ എഗെയിൻ ഇതാണ് ഞാൻ അടിയിൽ ഞാൻ 3 പീസ് കാണിച്ചപ്പോൾ വേർട്ടിഗനിൽ 3 പ്രിന്റഡ് മോഡൽ കാണിച്ചിട്ടുണ്ട്. ഇത് പ്ലെയിൻ വേർട്ടിഗൻ തുണിയാണ്. ഇറ്റ്സ് വൺ ഓഫ് ദ സോഫ്റ്റസ്റ്റ് ഫാബ്രിക്സ് ഇൻ ദ മാർക്കറ്റ് റൈറ്റ് നൗ ഇൻ വെരി ഹെവി ഡിമാൻഡ് വിത്ത് വെരി സിമ്പിൾ ലൈറ്റ് പേസൽ വർക്ക് ആണ്. സോ സിമ്പിൾ ബട്ട് യെറ്റ് ബ്യൂട്ടിഫുൾ. ഇതിൽ കളർ ഓപ്ഷൻസ് ഉണ്ടാവുമല്ലോ അല്ലേ? ഇതിൽ കളർ ഓപ്ഷൻസ് ഉണ്ടാവും. എല്ലാത്തിനും ഒരു 4 കളർ ചാർട്ടിന്റെ ഇപ്പൊ കാണിച്ച എല്ലാത്തിനും 4 കളർ ചാർട്ട് എന്തായാലും ഉണ്ടാവും. ഫ്രോക്ക് മോഡൽ നമ്മുടെ അജ്രക്കിൽ അതില് കോൺട്രാസ്റ്റ് ആയിട്ട് ആ സ്ലീവിന്റെ പാച്ച് കൊടുത്തിട്ടുണ്ട്. സ്ലീവിന്റെ പാച്ചും പ്ലസ് ഫ്ലീറ്റും കൂടി ഉണ്ട്. ഓക്കെ. പിന്നെ നെക്സ്റ്റ് വരുന്നത് ഇത് അജ്രക്കിൽ തന്നെ ഒരു ഇറ്റ്സ് എ വെരി ഡിഫറെന്റ് ലൈറ്റ് ഷെയ്ഡ് സോൺ. ലൈറ്റ് ഷെയ്ഡ് സോൺ ഒരു പ്രിന്റ് ആണ്. ഒരു വെരി ഡിഫറെന്റ് കളർ, മോർ ഓൺ ദ കോഫി ചോക്ലേറ്റ് സൈഡ്. ഓക്കെ. മിറർ വർക്കിൽ അല്ലേ? ഇത് വരുമ്പോൾ ആസ്ത ജെറി മെറ്റീരിയൽ തന്നെയാണ്, വിത്തൗട്ട് ഹാൻഡ് വർക്ക് ആണ്. ആസ്ത ജെറി മെറ്റീരിയൽ വിത്തൗട്ട് ഹാൻഡ് വർക്ക് ഒരു ഫ്രോക്ക് മോഡലാണ്. ഇത് വരുമ്പോൾ ആർ ഓൾ ടൈം റെഗുലർ ഹെവി സെല്ലിംഗ് ഐറ്റം ഈറോഡ് ടിഷ്യൂ സിൽക്കിൽ ഡിജിറ്റൽ 8 കലി മോഡൽ. സോ ഇതിന് സൂം ആക്കി നോക്കിയാൽ യു കെൻ സീ ഇവിടെ 8 കലീസ് ഉണ്ട്. ആൻഡ് ഫ്ലെയറും അത്യാവശ്യമുള്ള ഒരു സൈസുള്ള ഫ്ലെയർ മോഡലാണ്. അത് ഒരു പാനൽ ഇങ്ങനെ പോയിട്ടുണ്ട് കേട്ടോ. അത് ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ വീതി കൂടും. അങ്ങനെ ഒരു 8 പാനലാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. ഇതൊരു 8 കലി മോഡലാണ് ഈ മോഡലിന്റെ പേര്. നെക്സ്റ്റ് ടിഷ്യൂല് വാട്ട് വി ഹാവ് ഇസ് നമ്മുടെ മൊഡാലില് മിക്സ് ആൻഡ് മാച്ചിന്റെ ഒരു മോഡലാണ്. മിക്സ് ആൻഡ് മാച്ച് ഒരു മോഡലാണ്. അതിൽ ഒരു പ്രിൻസസ് കട്ടാണ്, അതുകൊണ്ട് തന്നെ നല്ല ഷേപ്പിൽ കിടക്കും ചെയ്യും കേട്ടോ. പിന്നെ സ്ലീവിലും ഈ ഒരു വർക്ക് വന്നിട്ടുണ്ട് സെയിം. ഇത് വരുമ്പോൾ നമുക്ക് ഇത് വരുമ്പോൾ ബേസ് ഫാബ്രിക് ഇസ് റയോൺ. ചിക്കൻ ടൈ ഡൈ വർക്ക് ആണ്. ആൻഡ് ഒരു കോളർ മോഡലാണ്. സോ ഇറ്റ്സ് റെഡി ടു ഗോ. ഒരു ലൈക്ക് ഡെയിലി വെയർ ഫാൻസിയാണ്, സിമ്പിൾ ആണ്. യു കൻ വെയർ ഇറ്റ് ഫോർ മൾട്ടിപ്പിൾ ഒക്കേഷൻസ്. ഇങ്ങനെ വെറൈറ്റീസ്. ഇത് വരുമ്പോൾ നമ്മുടെ ഒരു സ്ലീവ്ലെസ് ഫ്രോക്ക് മോഡലാണ്. സ്ലീവ്ലെസ് ഫ്രോക്ക് മോഡൽ. ആൻഡ് ഇതിന്റെ ഉള്ളിൽ നമ്മൾ സ്ലീവ് അറ്റാച്ച് ആക്കി തരും. സോ സ്ലീവ് വെക്കേണ്ട ഒരു ആഗ്രഹമാണെങ്കിൽ യു കൻ അറ്റാച്ച് സ്ലീവ്സ്. ആൻഡ് ഇറ്റ്സ് എ ടോൺ ടു ടോൺ വർക്ക്. ജെറി ഇവിടെ ഉപയോഗിച്ചിട്ടില്ല. ഈ തുണിയുടെ തന്നെ മെറൂൺ കളറിൽ തന്നെ ഒരു ടോൺ ടു ടോൺ വർക്ക് ചെയ്ത ഒരു കോൺസെപ്റ്റാണ്. ഇതൊരു അത്യാവശ്യം ഒരു ഹെവി എൻക്വയറി നമ്മുടെ റെഗുലർ കസ്റ്റമേഴ്സിന്റെ സൈഡിൽ നിന്ന് വന്നതാണ്. അവർക്ക് ആ പിങ്ക് കോപ്പറും ജെറിയും ഗോൾഡും വേണം. ബട്ട് ഫോർ എ ചേഞ്ച് ഓഫ് ടേസ്റ്റ് ദേ വാണ്ട് ടു ട്രൈ ദിസ് ഔട്ട് നൗ ആസ് വെൽ.
ആൻഡ് ഇതും വരുമ്പോൾ ഒരു ടോൺ ടു ടോൺ ഗല കോൺസെപ്റ്റ് ആണ്. ഇറ്റ്സ് എൻ A-line മോഡൽ. സ്ലീവ് 3/4. ഓക്കെ, സെയിം ടോൺ ടു ടോൺ ആണ് വർക്ക് വന്നിരിക്കുന്നത് കേട്ടോ നെക്കിന്റെ പോർഷനിൽ. ഇത് വരുമ്പോൾ ഇറ്റ്സ് എ ഫ്രോക്ക് മോഡൽ. നമ്മുടെ ചിക്കൻ വർക്കാണ്, 3 ലെയർ തട്ട് മോഡലാണ്. സോ 3 layers, ദർ ആർ ഫ്ലീറ്റിംഗ് ഇൻ 3 layers. ആൻഡ് ഇവിടെ ചിക്കൻ വർക്കാണ്. ഇറ്റ്സ് എ റൗണ്ട് നെക്ക് മോഡൽ. ആൻഡ് ഇവിടെയും സ്ലീവിലും അതിൻ്റെ ഒരു പാച്ചിൻ്റെ കോൺട്രാസ്റ്റ് ഉണ്ട്. ഇതിലും കളേഴ്സ് ഉണ്ട് കേട്ടോ. വന്ന് ചൂസ് ചെയ്യുക, അല്ലെങ്കിൽ വീഡിയോ കോൾ ചെയ്യുക. വീഡിയോ കോൾ ചെയ്യാനായിട്ട് സമയം ഇപ്പോൾ ലിമിറ്റ് ഇല്ല, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വിളിക്കാം. യെസ്. ആൻഡ് ഇത് വരുമ്പോൾ നമ്മുടെ ഒരു ഡിജിറ്റൽ ജോർജറ്റിൽ തന്നെ ഡിജിറ്റൽ പ്രിന്റ് ആണ്, സാധാ ഫാക്ടറി പ്രിന്റ് അല്ല. ഇറ്റ്സ് എ ഡിജിറ്റൽ പ്രിന്റ് ഒരു ഐറ്റം. ആൻഡ് ഇതിൽ ഫ്ലീറ്റ് ആയിട്ട് ഒരു ഫ്രോക്കുള്ള മോഡലാണ് കോളറിൽ. അത് ഫ്രണ്ടും ബാക്കും ഒക്കെ സെയിം പ്രിന്റോട് കൂടിയിട്ടാണ്. ഇത് വരുമ്പോൾ ഇത് നമ്മുടെ ചന്തേരി മോഡൽ തുണിയാണ്. സൈഡിൽ ദ പ്രിന്റ് ദാറ്റ് ഇസ് യൂസ് ചന്തേരി മോഡലാണ്. സെന്ററിൽ പ്ലെയിൻ ജോർജറ്റ് ആണ് വിത്ത് സിൽവർ ലേസ് വർക്ക് ചെയ്ത ഒരു മോഡലാണ്. സോ ദിസ് ഇസ് സംതിങ് നമുക്കൊരു റെഗുലർ എൻക്വയറി വരുന്ന ഒരു മോഡലാണ്. ഇത് വരുമ്പോൾ നമ്മുടെ ജോർജറ്റ് ബേസിൽ അജ്രക്കിന്റെ പാച്ച് വെച്ചിട്ട് സെന്ററിൽ ദർ എ ഫ്ലീറ്റ്. ഇറ്റ്സ് എ റെഗുലർ ഐറ്റം 365 days സെല്ലിംഗ് ഐറ്റം ടു മെൻഷൻ ഇറ്റ്. എന്നുവെച്ചാൽ ഏത് ഫെസ്റ്റിവൽ ആയാലും ഏത് സീസൺ ആയാലും നമുക്ക് എപ്പോഴും മൂവിങ് ആയിട്ടുള്ള ഐറ്റംസ് ഇവിടെ കിട്ടും. അങ്ങനെ വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത മോഡൽ വരുമ്പോൾ ക്യാപ്സ്യൂൾ ഫാബ്രിക് ആണ്. ഇറ്റ്സ് എ V-neck പാറ്റേൺ ഇതിൽ വരണത്. ആൻഡ് ലൈക്ക് ഐ സെഡ്, ഏത് തുണിയായാലും കോട്ടൺ ആയാലും ക്യാപ്സ്യൂൾ ആയാലും എന്ത് ബേസ് ഫാബ്രിക് ആണ്, ഈ ഒരു നെക്കാണ് ഇപ്പോൾ ഏറ്റവും ഹൈസ്റ്റ് ഇൻ ഡിമാൻഡ്. അതെ, ഇപ്പോൾ ട്രെൻഡ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു നെക്കാണ്. ഒരു ബുട്ടിക് സ്റ്റൈലൊക്കെ ആയിട്ട് വരും കേട്ടോ. ഇതൊക്കെ ബുട്ടിക്കിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല മാർജിൻ ഇട്ടിട്ട് കിട്ടൂല്ലേ. വൈറ്റ് ആൻഡ് ബ്ലാക്ക്. ഇത് നമ്മളൊരു പൗഡർ ഫാബ്രിക് കണ്ടിട്ടുണ്ടായില്ലേ? ഇത് പൗഡർ ഫാബ്രിക്കിൽ ഒരു ഷുഗർ കെയിൻ ഇൻഫ്യൂസ്ഡ് ഒരു മെഷീനറി വർക്കാണ് ഇതിൽ ചെയ്തത്. ആൻഡ് ഇതിൽ ഓൺലി 2 shades ഉണ്ട്, ബ്ലാക്ക് ആൻഡ് വൈറ്റ്. സോ ദിസ് ഇസ് എ വെരി ബ്യൂട്ടിഫുൾ മോഡൽ. ആൻഡ് നമുക്ക് പല ഒക്കേഷൻസിന് ഒരു ഇടാൻ പറ്റിയതാണ്. യു ക്യാൻ വെയർ ദിസ് ഫോർ യുവർ വർക്ക് ഓൾസോ. യു ക്യാൻ വെയർ ദിസ് ഈവൻ ഇഫ് യു ഗോയിങ് ഔട്ട് വിത്ത് ഫ്രണ്ട്സ്. ആ ഒരു ടൈപ്പിൻ്റെ മോഡലാണ്. ഇത് വരുമ്പോൾ ഇത് കോട്ടണിൽ ഒരു ഫ്രോക്ക് വർക്കാണ് വിത്ത് ലേസ് വർക്ക് ഇൻഫ്യൂസ്ഡ്. വലിയ ഫ്ലെയർ ആണ് വിത്ത് ബട്ടൺസ് ഇൻഫ്യൂസ്ഡ് ഇസ് വെൽ. ഇത് പ്യുവർ നമ്മുടെ ജയ്പൂർ 60s ഫാബ്രിക് ബേസ് ആണ്. അപ്പോൾ നല്ല പ്യുവർ കോട്ടണിലാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതൊരു ഫ്രോക്ക് ടൈപ്പാണ് വരുന്നത്. അടുത്തത് ദിസ് ഈസ് ആർ മോസ്റ്റ് ലവ്ഡ് ഐറ്റം, ജിമ്മി ചൂ. നല്ല എൻക്വയറീസ് ഉണ്ട് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു വീഡിയോയിൽ ഇട്ടപ്പോൾ നല്ല എൻക്വയറീസ്. അത് എവിടുന്നാണ് മേടിച്ചതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. മോഹൻ ക്യാഷ് ആൻഡ് ക്യാരിയുടെ നമ്മൾ വീഡിയോ ചെയ്തപ്പോൾ ഞാനൊരു പീച്ച് കളർ സംതിങ്, പീച്ച് അല്ല, ഒരു ഓണിയൻ പിങ്ക് കളറിന്റെ ജിമ്മി ചൂ ഫാബ്രിക്കിന്റെ A-line മോഡൽ. ആ സെയിം വീഡിയോയിൽ ഇട്ട ഡ്രസ്സ് കുറേ പേര് ചോദിച്ചിരുന്നു എവിടുന്നാ മേടിച്ചത്. അത് ഇവിടുന്നാണ് കേട്ടോ, ദുർഗ ടെക്സ്റ്റൈൽസ് ആണ്. അപ്പോൾ ഇവരെ തന്നെയാണ് സെയിം ഷോപ്പ് മോഹൻ ക്യാഷ് ആൻഡ് ക്യാരി. അപ്പോൾ ഇവിടുന്ന് മേടിച്ചിട്ട് ഇട്ടിട്ടുള്ള ഒരു വെയർ ചെയ്ത പാർട്ടി വെയർ അതിൽ തന്നെ ഇപ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് കുർത്തിയാണ് കേട്ടോ ഈ കാണുന്നത്. നല്ലൊരു ഷൈനിങ് കൊടുക്കുന്ന പാർട്ടി വെയർ കോൺസെപ്റ്റ്. അപ്പോൾ ഇനി അടുത്തത് നോക്കാം. അടുത്തത് വരുമ്പോൾ ഓർഗൻസ ആണ്. ഓർഗൻസയിൽ ഇറ്റ്സ് എ ടോൺ ടു ടോൺ വർക്ക്. പഫ് കൈ വരുന്നുണ്ട്, ആ കളറിന്റെ തന്നെ ത്രെഡ് വർക്ക് വരുന്നുണ്ട്. സീക്വൻസ് വരുമ്പോൾ അതിൻ്റെ ഉള്ളിൽ പിന്നെയും സെയിം ടോൺ ടു ടോൺ ത്രെഡ് വർക്ക് വിത്ത് UV നെക്ക് മോഡലാണ്. ഇറ്റ്സ് എ ഫ്രോക്ക് മോഡൽ. ദിസ് ഇസ് അഗെയിൻ നമുക്ക് പതുക്കെ ഓൾമോസ്റ്റ് ഒരു 365 days മോഡൽ പറയാം. ഇറ്റ്സ് ഓൾമോസ്റ്റ് റെഗുലർലി റിപ്പീറ്റേറ്റീവ് ഒരു ഡിമാൻഡിൽ ഒരു ഐറ്റമാണ്. ഇതാണെങ്കിൽ നമ്മുടെ ക്യാപ്സ്യൂൾ വിത്ത് മൊഡാൽ, 2 ഡിഫറെൻറ്റ് ടൈപ്പിൻ്റെ ഫാബ്രിക്സ് യൂസ് ചെയ്തിട്ടുണ്ട് ഇതിൽ. ആൻഡ് ഇറ്റ്സ് എ മിക്സ് ആൻഡ് മാച്ച് പാറ്റേൺ. ആൻഡ് ഇറ്റ്സ് എ പ്രിൻസസ് കട്ട്. സാധാരണ എല്ലായിടത്തും അങ്ങനെ കിട്ടില്ല. ജസ്റ്റ് ഒരു സ്ട്രൈറ്റ് കുർത്തി പറഞ്ഞിട്ട് അടിച്ചു വിടാം. പക്ഷേ ഇതിന് കുറച്ച് ടൈം എടുക്കും സ്റ്റിച്ചിങ് കാര്യങ്ങൾക്കൊക്കെ വരുമ്പോൾ. ബിക്കോസ് 2 ഫാബ്രിക്സ് ജോയിൻ ചെയ്യേണ്ടി വരുമ്പോൾ ഇതിന്റെ കട്ടിംഗ് പാറ്റേൺ ഡിഫറെന്റ് ആണ്. ആൻഡ് ഇതിന്റെ സ്റ്റിച്ചിങ് പാറ്റേൺ ഇസ് ഓൾസോ ഡിഫറെന്റ്. അപ്പോൾ കുറച്ച് കൺസംഷൻ ടൈം പ്രോസസ്സാണ്. ഇത് വരുമ്പോൾ ആദ്യം കാണിച്ച് നമ്മൾ ഓർഗൻസ ടോൺ ടു ടോൺ വർക്ക് ആയിരുന്നു. ദിസ് ഇസ് ഓൾസോ ഓർഗൻസ ടോൺ ടു ടോൺ വർക്ക്. പക്ഷേ ഇതിൽ സെൻറ്ററിൽ ലേസ് വർക്കും കൂടി വരുന്നുണ്ട്. അതാണ് ഈ മോഡലിൻ്റെ ഒരു പ്രത്യേകത. ആൻഡ് സൈഡിൽ സ്ലീവിലും ആസ്തിൻ മേ ബി ആ ലേസ് വർക്ക് വരുന്നുണ്ട്. ആൻഡ് ദർ ഇസ് നോ ലൈനിങ് ഓൺ ദ സൈഡ് ബിക്കോസ് ഇതിൻ്റെ ബ്യൂട്ടി പറഞ്ഞാൽ നമ്മുടെ ഒരു ഹ്യൂമൻ സ്കിൻ ടോൺ വരുമ്പോൾ മാത്രമാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് വരുന്നത് ഈ മോഡലൊക്കെ ഇടുമ്പോൾ. അഗെയിൻ ഇത് വരുമ്പോൾ നമ്മുടെ ഒരു ഹെവി ഐറ്റം ആണ് ഫോർ അസ് ബിക്കോസ് ഇറ്റ്സ് കോൾഡ് ദ ഓവർ കോട്ട് ഫീഡിങ് മോഡൽ. ഇറ്റ്സ് എ 2-in-1 മോഡൽ. ഫീഡിങ് സമയത്ത് മേടിക്കാം, ഫീഡിങ് സമയത്തും ഇടാം, അതുപോലെ അല്ലാത്ത സമയത്തും ഇടാം മോഡലാണ് ബിക്കോസ് ഇറ്റ്സ് കമ്മിങ് ഇൻ എ പാർട്ടി വെയർ റേഞ്ച്. അതെ, അപ്പോൾ അങ്ങനെ വെറൈറ്റി, അതൊരു നമ്മുടെ ഒരു വെറൈറ്റി മോഡലാണ്. ഇത് വരുമ്പോൾ ജോർജറ്റില് ഫുൾ മിറർ വർക്ക്, കമ്പ്യൂട്ടർ മിറർ വർക്ക്. ദിസ് ഇസ് നോട്ട് ഹാൻഡ് വർക്ക്, ഫുള്ളി ഒരു ജോർജറ്റിൽ കമ്പ്യൂട്ടർ മിറർ വർക്ക് ആയിട്ട് ഒരു മോഡലാണ്. ഇതിൽ വി ഹാവ് ഡാർക്ക് ചാർട്ട്, വി ഹാവ് പേസ്റ്റൽ ചാർട്ട് as well.
ബ്ലാക്ക് ജെറ്റ് ബ്ലാക്ക്. ജെറ്റ് ബ്ലാക്ക് മേ अपना ജോർജറ്റിൽ റൗണ്ട് നെക്ക് മേ ഹാൻഡ് വർക്ക് ഉള്ള ആ ഒരു മോഡലാണ്. സൂപ്പർ ആണ് കേട്ടോ, ഹാൻഡ് വർക്ക് സൂപ്പർ ആയിട്ടുണ്ട്. ഇതിൽ തന്നെ പല പല ഹാൻഡ് വർക്ക്സ് നമുക്ക് കിട്ടൂല്ലേ? ജസ്റ്റ് ഒരു ഐഡിയക്ക് വേണ്ടിയിട്ട് ഇപ്പൊ ഇത് കാണിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇതിൽ തന്നെ നമുക്ക് ഹാൻഡ് വർക്കിൽ ഇഷ്ടം പോലെ വർക്ക്സ് കിട്ടും. ഇനി അടുത്തത് നോക്കുകയാണെങ്കിൽ ഇത് ഒരു നമ്മുടെ കോട്ടൺ സിൽക്കി ആണ് ഈ ഫാബ്രിക്കിന്റെ ഒരു ബേസ്. ആൻഡ് ഇറ്റ്സ് എ വെരി ന്യൂ ഹെവി ട്രെൻഡിങ് ബേസ് ഇൻ ദ മാർക്കറ്റ്. ഇപ്പോൾ ജോർജറ്റ് ഒക്കെ പറയുമ്പോൾ ഇറ്റ്സ് ഒരു കുറേ വർഷങ്ങളായുള്ള ഒരു റെഗുലർ ഡിമാൻഡ് ഉള്ള ഒരു ഫാബ്രിക് ആണ്. ബട്ട് ലേറ്റ്ലി കസ്റ്റമേഴ്സ് വാണ്ട് ന്യൂ ഡിസൈൻസ്. ബട്ട് മോർ ദാൻ ന്യൂ ഡിസൈൻസ് അവർക്ക് പുതിയ ഫാബ്രിക് വേണം. സോ ദിസ് ഈസ് സംതിങ് വിച്ച് വി ആർ ഹാവിംഗ് ഇൻ വെരി ഹെവി ഡിമാൻഡ്. ആൻഡ് കാണുമ്പോൾ യു കൻ സീ ടോൺ ടു ടോൺ വർക്ക് ഡൺ. ടോൺ ടു ടോൺ വർക്ക് ഡൺ. പാച്ച് വർക്ക് അതാണ് സെയിം ടോൺ ടു ടോൺ ആയിട്ട് വരുന്ന ഒരു പാച്ച് വർക്കിന്റെ ലുക്ക് വരുന്നത്. ഇത് വരുമ്പോൾ റിയോൺ ടൈഡയിൽ തന്നെ ചിക്കൻ വർക്കിൽ ഒരു വേറെ പാറ്റേൺ ആണ്. ആദ്യം കാണിച്ചത് നമ്മളൊരു കോളർ മോഡൽ ആയിരുന്നു. ഇതൊരു റൗണ്ട് നെക്ക് ആണ്. ഇത് പ്ലസ് സൈസിലാണ് വരുന്നത്. കോളർ മോഡലിന്റെ സൈസ് XL, XXL, XXL ആയിരുന്നു. ഇതിന്റെ സൈസ് 3, 4, 5 ആണ്. സോ പ്ലസ് സൈസ് ആൾക്കാർക്ക് ഇടാൻ പറ്റിയ ഒരു മോഡലാണ്. ദിസ് ഈസ് അഗെയിൻ ഫോർ ദ യങ് ടീനേജ് ഗേൾസ്. യു കെൻ വെയർ ദിസ്. നമ്മുടെ ഒരു പാർട്ടി വെയറിനും ഇടാൻ പറ്റും. വെൻ യു ഗോയിങ് ഔട്ട് വിത്ത് യുവർ ഫ്രണ്ട്സ് as well. ഇവിടെ സെൻറ്ററിൽ ഇതൊരു കെട്ടേണ്ട ഓപ്ഷൻ ഉണ്ട്. ഇഫ് യു വാണ്ട് ഓപ്പൺ ഇറ്റ് ദെൻ യു കെൻ ജസ്റ്റ് ഓപ്പൺ ദ സെയിം as well. ആൻഡ് വേണമെങ്കിൽ ഇഫ് യു വോണ്ട് ടു കട്ട് ഇറ്റ് ഓഫ് as well, കട്ടും കൂടി ആട്ടം. അപ്പോൾ ഇതൊരു ടീനേജിന് വെക്കാൻ പറ്റിയ ഒരു മോഡലാണ്. ഇത് വരുമ്പോൾ നമ്മുടെ റേയോൺ ഫോയിലിൽ ഫ്രോക്ക് വെച്ചിട്ട് റൗണ്ട് ഹാൻഡ് വർക്ക് വെച്ചിട്ട് ആൻഡ് നമ്മുടെ ഒരു പഫ് കൈ വിത്ത് എലാസ്റ്റിക് ഉള്ള ഒരു മോഡലാണ്. സൂപ്പർ സൂപ്പർ കളക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇപ്പൊ എത്ര കളക്ഷൻസ് ആയി നമ്മൾ കാണിക്കുന്നത്. ഇത് കൂടാണ്ട് ഇഷ്ടം പോലെ റാക്കിൽ ഇരിക്കുന്നുണ്ട്. ഇത് വരുമ്പോൾ നമ്മളുടെ ചിക്കൻ വർക്ക് ആണ്. ദിസ് ഇസ് പ്യുവർ ചിക്കൻ ഫാബ്രിക്. അതിന്റെ ഒരു പാച്ച് വർക്കാണ് നമ്മൾ ഇവിടെ നിന്ന് വെക്കുന്നത്. സൈഡിലും അസ്തിനിലും നമ്മൾ അതൊന്ന് വെക്കുന്നതാണ്. പ്യുവർ ജെക്കാർഡ് പ്രിന്റ്സ് ആണ്. ബേസ് ഫാബ്രിക് സിൽക്കി കോട്ടൺ. ആണ്. സിൽക്കി കോട്ടണില് വീവിംഗ് ആണ് കേട്ടോ ഫുൾ ജക്കാർഡിന്റെ വന്നിരിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് നമ്മളുടെ കോട്ടൺ അക്കോവ പ്യുവർ ഡിജിറ്റൽ പ്രിന്റ് ഫ്രോക്ക് മോഡൽ വിത്ത് സെന്റർ ആങ്കറിംഗ് ഡൺ. ഇങ്ങനെ ഒരു ഫ്രോക്ക് മോഡലാണ് വരുന്നത്. ഒക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഗ്രേ കോമ്പിനേഷനിലൊക്കെയാണ് വരുന്നത്. സോ ലേറ്റ്ലി ഇത് നമുക്ക് ഒരു പുതിയ ഡിമാൻഡാണ്. ബിക്കോസ് സ്ലബിൽ പണ്ട് വരണത് വലിയ ഹാൻഡ് വർക്ക് ഒക്കെ ആയിരുന്നു. ബട്ട് ഇപ്പൊ ആൾക്കാർ പ്രിഫർ ചെയ്യണത് വെരി സിമ്പിൾ വെരി ലൈറ്റ് ഹാൻഡ് വർക്ക് ആണ് പ്രിഫർ ചെയ്യണത്. സോ അതിന്റെ ഒരു നമ്മൾ പുതിയത് ചെയ്തതാണ്. വിത്ത് പഫ് സ്ലീവ് ആണ്. സൈഡിൽ പഫ് സ്ലീവ് ആണ്. അതെ, ആ പഫ് സ്ലീവ് സാധാരണ നോർമൽ വരാറില്ല, സ്ട്രെയിറ്റ് ആണ് വരാറ്. ഇതൊരു ഓർഗൻസാല് നമ്മുടെ ഒരു റെഗുലർലി പോണ ഒരു മോഡലാണ്. പക്ഷേ ആൻഡ് യു കൻ സീ ഇറ്റ്സ് എ വെരി ഡിഫറെന്റ് സോൺ. ഒരു വെരി ഡിഫറെന്റ് ഡിസൈൻ ആണ്. ലോങ് ലീവ്സ് ആണ് ആൻഡ് ഒരു ഭയങ്കര ഒരു പേസ്റ്റൽ കളച്ചാട്ടാണ് ഇതിന്. ഇത് ശരിക്കും നമ്മൾ ആ ജിമ്മിച്ചു ഫാബ്രിക്കും ഓർഗൻസ് കാണുമ്പോൾ ഏകദേശം ഒക്കെ ഒരുപോലെ ദൂരത്തുനിന്ന് ഫീൽ ചെയ്യും. അതെ, രണ്ടും ഏകദേശം ഒരു. പക്ഷെ ഷൈനിങ് കൂടുതൽ നമുക്ക് ജിമ്മിച്ചു ഫാബ്രിക് അല്ലേ? ഷൈനിങ് കൂടുതൽ ഓൾവേസ് ജിമ്മിച്ചു ഫാബ്രിക്കിലായിരിക്കും. ആൻഡ് വർക്ക് അനുസരിച്ചായിരിക്കും. ഡിസൈൻ വർക്ക് ആണ്. ഇപ്പൊ ഇതില് ഫുൾ വർക്ക് ആണ് ആൻഡ് ഫുൾ ചിക്കൻ വർക്ക് ആണ് ഇതിൽ ഇൻഫ്യൂസ് ചെയ്തത്. അപ്പൊ അതിനനുസരിച്ചിട്ട് ഷൈനിങ്ങിന്റെ വ്യത്യാസങ്ങൾ വരുന്നു. ഇത് വരുമ്പോൾ നമ്മുടെ ചന്തേരി മോഡലിൽ തന്നെ ഹാൻഡ് വർക്ക് ആയിട്ട് ചെയ്തുള്ള ഒരു മോഡലാണ്. വിത്ത് ഫ്ലീറ്റ് ആയിട്ടുള്ള ഒരു മോഡലാണ്. ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ കെട്ടാനായിട്ട് കെട്ടാൻ പറ്റും. അങ്ങനെ കെട്ടാട്ടോ. അതെ, അപ്പൊ ആ ഷേപ്പില് അങ്ങനെ അങ്ങനെ കെടുക്കൂട്ടോ. ഇതാണ് നമ്മുടെ ഒരു ഹൈ സെല്ലിംഗ് ഐറ്റം. ഓർഗൻസാമേ വിത്ത് മിറർ വർക്ക്. ഓർഗൻസാല് വിത്ത് മിറർ വർക്ക് ആയിട്ട്. ഇതിലും സൈസസ് വരുമ്പോൾ മീഡിയം, ലാർജ്, XL, XXL അങ്ങനെയാണ്. ഇതിൽ കൂടുതൽ അടിക്കുന്നത് S, M, LXL ആണ്. മോസ്റ്റ്ലി ഈ കൈ ഉണ്ടാവുമ്പോൾ, പഫ് കൈ ഉണ്ടാവുമ്പോൾ ആ ഒരു സൈസിന്റെ ആൾക്കാരാണ് ഇത് കൂടുതൽ പ്രിഫർ ആക്കുന്നത്. പിന്നെ ഓർഗൻസാലും നമ്മൾ XXL സൈസും അടിക്കും, 3XL സൈസും അടിക്കും. അതിൽ മോഡൽ കുറച്ചുകൂടി സിമ്പിൾ ആവും. ഇറ്റ് വിൽ ബി യുവർ നോർമൽ സ്ലീവ്. പഫ് കൈ ഉണ്ടാവില്ല അതിൽ. ഇത് നമ്മൾ തന്നെ ഈ ഫാബ്രിക് ഇത് നമ്മുടെ മൊനോബ്ലി ഫാബ്രിക് ആണ്. ഈ ഫാബ്രിക് നമ്മൾ തന്നെ ഒന്ന് മാനുഫാക്ചർ ചെയ്യുന്നതാണ്. ആൻഡ് വിത്ത് ഒരു കമ്പ്യൂട്ടറിന്റെ ടേസ്റ്റ് വർക്ക് ആണ്. കമ്പ്യൂട്ടർ ത്രെഡ് വർക്ക്, ബോക്സ് വർക്കിന്റെ ഒരു പാറ്റേൺ ആണ്. അപ്പം അങ്ങനെ കളക്ഷൻസ് ഇഷ്ടം പോലെ ഉണ്ട്, ഇനിയും കാണിക്കാനുണ്ട്. ഇത് വരുന്നത് നമ്മളുടെ സ്മോക്കിംഗ് പാറ്റേൺ, ക്രഷ് പാറ്റേൺ. പല ആൾക്കാർ പല വേർഡ്സ് ഉണ്ട് ഇതിന്. പക്ഷെ ഇതാണ് സ്മോക്കിംഗ് ക്രഷ് വർക്ക് ഉള്ള ഒരു പാറ്റേൺ. വെരി ഹെവി ഇൻ ഡിമാൻഡ് ലേറ്റ്ലി. വെരി ഹെവി ഇൻ ഡിമാൻഡ്. ഫുൾ ഫ്ലീറ്റ് ആയിട്ട് ആൻഡ് സൈഡിൽ ഇങ്ങനെ പഫ് കൈ ആയിട്ടാണ്. അങ്ങനെ ഇത് ഫ്രണ്ടിൽ മാത്രമല്ല കേട്ടോ സ്മോക്കി വർക്ക് വരുന്നത്, ബാക്കിലും ഉണ്ട് കേട്ടോ. ഫ്രണ്ടും ബാക്കും മോഡലിൽ ഓൺലി ഫ്രണ്ടിലുണ്ടാവും, ചില മോഡലിൽ ഫ്രണ്ടും ബാക്ക് മോഡൽ അനുസരിച്ച്. ദിസ് ഇസ് അഗെയിൻ നമ്മളുടെ ഒരു ഹെവി റിപ്പീറ്റഡ് സെല്ലിംഗ് ഐറ്റം. ഓവർകോട്ട് ജാക്കറ്റ് മോഡലാണ്. സെൻറ്ററിൽ സ്മോക്കിംഗ് ആൻഡ് ക്രഷ് ഉണ്ട്.
ആൻഡ് സൈഡിൽ ആസ് യു കൻ സീ ഫുൾ ലേസ് വർക്ക് കൊണ്ട് ചെയ്തിട്ടുണ്ട്. അത് വിത്ത് അറ്റാച്ച്ഡ് ആണ് കേട്ടോ. കാണുമ്പോൾ ജാക്കറ്റ് മോഡലാണ്, പക്ഷെ അറ്റാച്ച്ഡ് ആണ്. യോക്കിൽ സ്മോക്കി. ഇതും ജാക്കറ്റ്. ഇത് അല്ല ജാക്കറ്റ് അല്ല, കാണുമ്പോൾ ജാക്കറ്റ് പോലെ ഫീൽ. ഒരു ജാക്കറ്റിന്റെ ഫീലാണ്. ഒരു എ ലൈൻ ഫ്ലെയർ മോഡലാണ്. സെന്ററിൽ ഒരു ടൈ വർക്ക് ഓഫ് ദ സെയിം പ്രിന്റ് ആണ്. ആൻഡ് സെയിം കോൺട്രാസ്റ്റ് ഓൺ ദ സ്ലീവിന്റെ സൈഡിൽ കോളർ മോഡലിൽ പ്രിൻസസ് കട്ട്. റൈറ്റ്. അങ്ങനെയാണ് വർക്ക്. പിന്നെ ദിസ് ഈസ് അഗൈൻ വൺ ഓഫ് എ വെരി ഹെവി സെല്ലിംഗ് ഐറ്റംസ്. ഷിമ്മർ ബേസ് ആണ്. ഷിമ്മർ ആണ് ഈ തുണിയുടെ ബേസ്. അപ്പൊ ഡബിൾ ഷൈനിങ് കൊടുക്കുന്നുണ്ടാവും കേട്ടോ ഈ ഒരു മെറ്റീരിയൽ വരുന്നത്. ഇതിൽ തന്നെ കളേഴ്സും ഉണ്ടാവുമല്ലോ അല്ലേ? യെസ്, ഇതിൽ തന്നെ വേറെ ഷെയ്ഡ്സ് ഓഫ് കളർ ഉണ്ടാവും. വിത്ത് ഹാൻഡ് വർക്ക് ഉള്ള ഒരു ഷിമ്മറിൽ മോഡലാണ്. ഓക്കെ. നെക്സ്റ്റ് വരുമ്പോൾ നമ്മുടെ കോട്ടൺ കാത്താല് വിത്ത് സ്ലബ് വർക്ക് ആയിട്ട് ഒരു ഇൻഫ്യൂസ്ഡ് ഒരു വീനെക്ക് പാച്ചിന്റെ ഒരു മോഡലാണ്. ഓക്കെ. അപ്പൊ ഡിസൈൻസ് പെട്ടെന്ന് കാണിച്ചു പോവാട്ടോ. യെസ്. നെക്സ്റ്റ് വരുമ്പോൾ നമ്മുടെ കോട്ടൺ അക്കൂബാല് തന്നെ ആദ്യം കാണിച്ച ഒരു ഫ്രോക്ക് മോഡലായിരുന്നു. ഇത് ഒരു നമ്മുടെ എ ലൈൻ മോഡൽ വിത്ത് ലേസ് വർക്ക് ആണ്. വീനെക്ക് പാറ്റേണിന്റെ ഒരു മോഡലാണ്. ഓക്കെ. ഇത് വരുമ്പോൾ നമ്മുടെ ബോംബെ ഡോബി ഹെവി പ്രീമിയം കോട്ടണിൽ ഒരു സെൽഫ് ഡിസൈൻ ഉള്ള കോൺസെപ്റ്റ് ആണ്. വിത്ത് ബോക്സ് വർക്ക് ആൻഡ് ഹാൻഡ് വർക്ക് ആയിട്ട് ഒരു മോഡലാണ്. ഒക്കെ ഹോൾസെയിൽ ആണ് കേട്ടോ. പ്രീമിയം ഹോൾസെയിൽ. ആൻഡ് ഇത് വരുമ്പം നമുക്ക് ഒരു കോളേജ് കിഡ്സ് വെയറിന് പറ്റിയ ഒരു മോഡലാണ്. ഫുൾ ബട്ടൺ മോഡലാണ്. അടിയിൽ സെന്റർ ഓപ്പൺ ആണ്. സെന്റർ ഓപ്പൺ. പൈപ്പിങ്ങിന്റെ ഡീറ്റെയിലിംഗ് ആണ് നെക്ക് ലൈനിൽ കൊടുത്തിരിക്കുന്നത്. റൈറ്റ്. ഇത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വരുന്ന ഒരു ഹാൻഡ് വർക്ക് മോഡലാണ്. ജോർജറ്റ് ബേസ് ഫാബ്രിക്കിലാണ്. ഒരു വീനെക്ക് പാറ്റേണിന് ഒരു മോഡലാണ്. വീനെക്ക് ചെറിയൊരു കട്ട് വർക്ക് പോലെ. ചെറിയൊരു കട്ട് വർക്ക് ഒരു മോഡൽ. അങ്ങനെ. ഇത് വരുമ്പോൾ നമ്മളുടെ റയോൺ ഡിസ്ചാർജ് ആണ്. ദ ഹൈയസ്റ്റ് ക്വാളിറ്റി ഇൻ റയോൺ ദാറ്റ് വി മെയിൻറ്റെയിൻ അറ്റ് അവർ സ്റ്റോർ. ആൻഡ് സിമ്പിൾ ഒരു ഫ്രോക്ക് മോഡലാണ്. വിത്ത് ഫ്ലീറ്റ് ആയിട്ട് വരുന്ന ഒരു മോഡലാണ്. ഇതാണ് ആലിയ മോഡൽ. എവർഗ്രീൻ ആയിട്ടും ഈ ഓണം വരെ ആലിയ സ്റ്റൈൽ വരുന്ന മാർക്കറ്റ്. ആൻഡ് ഇതിൽ നമ്മളൊരു ഗോൾഡൻ ലേസ് വർക്ക് വെച്ചിട്ടുണ്ട്. വിത്ത് കോട്ടൺ അക്കൂബ തുണി മോഡലാണ്. അടിയിൽ ജോർജറ്റ് ആണ്. വിത്ത് ഹാൻഡ് വർക്ക് ആയിട്ട് ഒരു ഉള്ള മോഡലാണ്. ഇത് നമ്മളുടെ പോപ്കോൺ മെറ്റീരിയലാണ്. അത് കഴിഞ്ഞ പ്രാവശ്യം നല്ല ഡിമാൻഡ് ആയിരുന്നു. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് മോഡൽ. ആ സമയത്ത് വേറെ ഹാൻഡ് വർക്ക് ആയിരുന്നു. ഇപ്പൊ വരുന്നത് സെയിം തുണി, സെയിം ഫാബ്രിക്, സെയിം ഡിസൈൻ തന്നെയാണ്. ജസ്റ്റ് ഒരു വേറെ ഹാൻഡ് വർക്ക് ആയിട്ട് വരുന്ന ഒരു മോഡലാണ് പോപ്കോൺ മോഡൽ. പഫ് സ്ലീവ്. ഇത് വരുമ്പോൾ ഗ്ലോസി ബർബറി. ഇത് ഇസ് എ വെരി ന്യൂ മാർക്കറ്റിൽ ഒരു ഭയങ്കര ഒരു പുതിയ ഫാബ്രിക് ആണ്. വെരി ഹെവി ഡിമാൻഡ്. വെരി സോഫ്റ്റ് ഫാബ്രിക് ആണ്. ഗ്ലോസി ഫാബ്രിക്. യെസ്, വെരി ഗ്ലോസി ഫാബ്രിക് ആണ്. ആൻഡ് ഇതിൽ ബോക്സ് വർക്ക് ആണ്. കമ്പ്യൂട്ടർ ബോക്സ് വർക്ക് ആണ്. അപ്പോൾ ഗ്ലോസി ഫാബ്രിക് പുതിയതായിട്ട് മാർക്കറ്റിൽ നല്ല മെറ്റീരിയൽസ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇത് വരുന്നത് നമ്മളുടെ ഷിമ്മറിൽ തന്നെ ഷിമ്മർ ഡെന്റിങ് പറയും. ഷിമ്മറിൽ തന്നെ വെരി ഡിഫറെൻറ്റ് വൈഡ് റേഞ്ച് ഓഫ് ഷിമ്മറിന്റെ ഫാബ്രിക്സ് ഉണ്ട്. ഇത് ഷിമ്മർ ഡെന്റിങ് ബേസ് ഫാബ്രിക് ആണ്. വിത്ത് ഫോയിൽ. ഇതിൽ നമുക്ക് സൈഡ് സ്ലിറ്റും വരുന്നുണ്ട്. നമുക്ക് എ ലൈനും കൂടി വരുന്നുണ്ട്. ഇത് വരുമ്പോൾ നമ്മളുടെ വേർട്ടിഗൻ പ്രിന്റിൽ വിത്ത് ഒരു സൈഡ് സ്ലിറ്റ് മോഡലാണ്. ഇതിൽ നമുക്ക് എ ലൈൻ മോഡലും കൂടി വരുന്നുണ്ട്. ഈ ഒരു മോഡലിൽ നമുക്ക് ലൈനിങ് ഉണ്ട്. ഈ തുണിയിൽ തന്നെ നമ്മൾ പിന്നെയും പല മോഡലിൽ ലൈനിങ് ഇടുന്നില്ല. ഇറ്റ് ഡസ് നോട്ട് റിക്വയർ. ഇറ്റ്സ് എ വെരി പ്രീമിയം ഫാബ്രിക്. വൺ ഓഫ് ദ ഹൈ സെല്ലിംഗ്. അപ്പോൾ ഇതൊരു ലൈറ്റ് ഷെയ്ഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ വെച്ചിരിക്കുന്നത് അല്ലേ ലൈനിങ്? യെസ്. ആ ഒരു ലൈറ്റ് ഷെയ്ഡ് ആയ കാരണം. ഇത് വരുമ്പോൾ ആലിയയിലെ ഒരു ഫാൻസി മോഡലാണ്. വിത്ത് ഷോൾ ആയിട്ടാണ്. വിത്ത് ഷോൾ ആൻഡ് പാന്റ് ആയിട്ടാണ്. ഒരു ത്രീ പീസിന്റെ ഒരു കോൺസെപ്റ്റ് തന്നെയാണ്. ആൻഡ് ഇതാണ് ഇതിന്റെ ഷോൾ. ഇത് മൽമല്ല. ഷോൾ മൽമൽ ബേസ് ആണ്. ഇതാണ് ഇതിന്റെ ഷോൾ. ഓക്കെ. ആൻഡ് ഇതിലോട്ട് വരുമ്പോൾ ദിസ് ഇസ് അഗൈൻ നമ്മുടെ ഓണത്തിന്റെ ഐറ്റംസിൽ ഒരു ചിക്കു ബേസ്മേ സ്കൂൾ സ്റ്റുഡൻസ് ആയി കോളേജ് സ്റ്റുഡൻസ് ആയി അവർക്ക് ഒരു ഇടാൻ പറ്റിയ ഒരു ഐറ്റമാണ്. റിങ്കിൾ റയോൺ ഹാൻഡ് വർക്ക് ആണ്. പ്ലെയിൻ റിങ്കിൾ റയോൺ വിത്ത് ഒരു റൗണ്ട് മിറർ വർക്ക് ഒരു മോഡലാണ്. ഇത് നമ്മുടെ ഒരു ഗല പാറ്റേൺ ആണ്. സെയിം നമ്മൾ അവിടെ കാണിച്ചിട്ടുണ്ടായി. ആ ഒരു ഗല പാറ്റേൺ ആണ്. ഇറ്റ്സ് എ വെരി ഹെവി ഡിസൈൻ ആണ്. സെൻട്രലിൽ വെരി ഹെവി ഡിസൈൻ ആണ്. ഇത് നമ്മുടെ ഒരു റെഗുലർലി സെല്ലിംഗ് ഐറ്റം ആണ്. ഓവർകോട്ട് ജാക്കറ്റ് മോഡലാണ്. ചെറി കളറാണ്. ഇത് കോളേജ് കിഡ്സിനൊക്കെ ഇടാൻ പറ്റിയ ഒരു ഐറ്റമാണ്. ഇത് ഒരു പുതിയ ഫാബ്രിക് ആണ്. കോട്ട ചെക്സ് വിത്ത് ചിക്കൻ വർക്ക് ഫുൾ ഡിജിറ്റൽ പ്രിന്റ് ആണ്. സോ ഒരു ഡിഫറെൻറ്റ് വെറൈറ്റി ആണ്. ദൂരിന് കാണുമ്പോൾ സംടൈംസ് പീപ്പിൾ ഈവൻ സേക്ക് ഇതൊരു ഓർഗൻസ് ആണോ എന്താണ്. പക്ഷെ അടുത്ത് വന്നിട്ട് നോക്കുമ്പോൾ ഇത് മനസ്സിലാവും ഇത് കോട്ട ചെക്സ് ആണ്. ഇത് നമ്മളുടെ റയോൺ ഫോയിലിൽ ഹാൻഡ് വർക്ക് ആയിട്ടാണ്. വിത്ത് ഫ്ലീറ്റ് ആയിട്ടാണ്. സൈഡിൽ പഫ് കൈ ആണ് വരുന്നത്. ഒരു 365 days റെഗുലർ സെല്ലിംഗ് ഐറ്റം ആണ്.
ആൻഡ് അത് കഴിഞ്ഞിട്ട് നമ്മളുടെ ടിഷ്യൂ ബേസിൽ തന്നെ ഓഫ് വൈറ്റ് ക്രീം ബേസിൽ ഫുൾ ലോങ് 3/4 സ്ലീവ് ആയിട്ട് ഫ്ലാപ്പ് ടൈപ്പ് ആയിട്ട് ഫ്ലാപ്പ് ടൈപ്പ് ഐറ്റമാണ് ഇത്. ഓണമേ സ്കൂൾ കിഡ്സിന് കോളേജ് കിഡ്സിന് ഇടാൻ പറ്റിയ ഒരു ഐറ്റമാണ്. ഇതിപ്പോൾ വൺ ഓഫ് ദ ഹയസ്റ്റ് സെല്ലിംഗ് ഐറ്റംസ് ആണ് മാർക്കറ്റിൽ. ജുവൽ നെക്കിൽ ഇതിൽ പല പാറ്റേൺസ് വരാറുണ്ട്. ഈ നെക്ക് കാണുന്ന ഈ ട്രാൻസ്പെറൻറ്റ് ബേസ് കാണുന്നത് ഇതിൽ പല വിഡ്ത്തിൽ നമുക്ക് മോഡൽ വരുന്നുണ്ട്. കറൻ്റ്ലി ദിസ് ഇസ് ദ വൺ പീസ് ദറ്റ് വി ഷോയിങ്. ഇതിൽ വിഡ്ത്ത് കൂടും. ജുവൽ നെക്കിൽ പല ബോക്സ് വർക്ക് വരുന്നുണ്ട്, കോളർ മോഡൽ ജുവൽ നെക്ക് വരുന്നുണ്ട്, ഇങ്ങനെ പല മോഡലിൻ്റെ ജുവൽ നെക്ക് വരുന്നുണ്ട്. ഇത് നമ്മളുടെ വേർട്ടിഗൻ തുണിയിൽ തന്നെ ഹാൻഡ് വർക്കാണ്. ഒരു മീഡിയം ലെവൽ ഓഫ് ഹാൻഡ് വർക്ക്, പ്ലെയിൻ വേർട്ടിഗൻ ഫാബ്രിക്, A-line മോഡൽ, വെരി സോഫ്റ്റ് ഫാബ്രിക്. ഇത് നമ്മളുടെ 365 ഡേയ്സ് സെല്ലിംഗ് ഐറ്റമാണ്. ചിക്കൻ വർക്ക് മേ സൈഡ് സ്ലിറ്റ്. ഇതിൽ പല കളേഴ്സ് വരാറുണ്ട്. ഇതും കണ്ടിന്യൂഷൻ ഓഫ് ദാറ്റ് ഒരു സോണാണ്. ചിക്കൻ വർക്കിൽ വിത്ത് ഷിഫ്ലി സീക്വൻസ് ആയിട്ട് ഫ്രോക്ക് മോഡലാണ്. അടിയിൽ ദാമനിലും വർക്ക് വരാറുണ്ട്, ഫ്ലീറ്റും ഉണ്ട്. ആൻഡ് ഇറ്റ്സ് എ V-neck പാറ്റേൺ. ലവ്ലി കളർ ലാവൻഡർ ഹാസ് ബീൻ ഓൺ ക്വൈറ്റ് സം ഡിമാൻഡ് ഇപ്പോൾ കുറേ നാളായിട്ട്. ഇത് വരുമ്പോൾ നമ്മുടെ പോപ്കോൺ ബേസ് ഫാബ്രിക് ആണ് ആൻഡ് ഒരു ആക്രോബാറ്റിക് ഒരു ഡിസൈനുള്ള ഒരു മോഡലാണ്. പോപ്കോൺ മെറ്റീരിയൽ. ഇത് വരുമ്പോൾ ഒരു ഓവർകോട്ട് ജാക്കറ്റ് മോഡലാണ്. ബേസ് ഇസ് വൈറ്റ് ആൻഡ് ഇതിൽ കളേഴ്സ് മാറ്റിക്കൊണ്ടേയിരിക്കും. ഈ റെഡിന് പകരം കളേഴ്സ് മാറും. ഇത് വരുമ്പോൾ ഇതൊരു കോട്ടണിൽ ഹെവി ഒരു സിൽക്കി ബേസ് ഫാബ്രിക് ആണ് ഫ്രണ്ടിൽ. ആൻഡ് സെയിം അതിൻ്റെ കോൺട്രാസ്റ്റ് പ്ലെയിൻ ബാക്ക് ഉണ്ട് ഇതിൽ വിത്ത് ലേസ് വർക്ക് ആയിട്ടുള്ള ഒരു മോഡലാണ്. സോ ദിസ് ഇസ് ആൻഡ് ഈവൻ ഇൻ ദ സ്ലീവ് ദർ ഇസ് ലേസ് വർക്ക്. കളേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. നേരിട്ട് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഇത് പാട്രോൾ കളറിൽ ഫുൾ സെൻറ്റർ പാനലായിട്ട് വിത്ത് ഫിഗറേറ്റീവ് പ്രിന്റ് വർക്ക് ആൻഡ് ഫുൾ സെൻറ്റർ പാനലിൽ മിറർ വർക്ക് ആയിട്ട് ഒരു നമുക്ക് റെഗുലർലി സെല്ലിംഗ് ഒരു ഐറ്റമാണ്. നൗ ദിസ് ഇസ് വി ആർ ഗോയിങ് ടു സംതിങ് വിച്ച് ഇസ് വെരി ഹെവി ജുവൽ നെക്ക്. ഇതിൽ ഞാൻ പറഞ്ഞില്ലേ വിട്ട് കൂടും. സോ യു കൻ സീ കോളർ മോഡലാണ്, വിട്ട് കൂടിയിട്ടുണ്ട്. ഹാൻഡ് വർക്ക് ഇസ് വെരി ഹെവി. സെയിം ഹാൻഡ് വർക്ക് നിങ്ങൾക്ക് കൈയിൻ്റെ സൈഡിലും കാണാൻ പറ്റും. ആൻഡ് ഈവൻ ഓൺ ദ ബാക്ക് ഓഫ് ദ ലൈക്ക് നെക്കിൻ്റെ ബാക്കിൽ ഇവിടെ ഒരു സിപ്പും വരുന്നുണ്ട്. സോ യു കൻ സീ ഇതാണ് ഹിഡൻ സിബ് ആണ്. ഇത് കുറച്ച് ഒരു എക്സ്പെൻസീവ് റേഞ്ചിന്റെ ഒരു മോഡലാണ്. സ്ലീവിലും അടിപൊളി ഒരു വർക്ക്. റൈറ്റ്. നെക്സ്റ്റ് വരുമ്പോൾ നമ്മളുടെ നെറ്റ് വർക്ക് മോഡലാണ്. ഇത് ഫുൾ നെറ്റിന്റെ മുകളിൽ ഹെവി എംബ്രോയിഡറി ചെയ്തുള്ള ഒരു മോഡലാണ് ആൻഡ് വിത്ത് ഒരു 3/4 സ്ലീവ് ഒരു മോഡലാണ്. സോ ഇത് നമുക്കൊരു റെഗുലർ എൻക്വയറി വരുന്ന ഒരു മോഡലാണ്. ഇത് ദൂരിന് കാണുമ്പോൾ വിചിത്ര സിൽക്ക് ആയിട്ട് തോന്നും, പക്ഷേ ദിസ് ഇസ് നോട്ട് വിചിത്ര സിൽക്ക്, ദിസ് ഇസ് സെലിബ്രിറ്റി സിൽക്ക്. അപ്പോൾ ഇത് വിചിത്ര സിൽക്കിൻ്റെ ഒരു ഓൾട്ടർനേറ്റീവ് ആണ്. ആൻഡ് ലേറ്റ്ലി ഇറ്റ്സ് ബിൻ ഹാവിങ് വെരി ഹെവി ഡിമാൻഡ് ഇൻ ദ മാർക്കറ്റ് റൈറ്റ് നൗ. വെരി സിമ്പിൾ ഹാൻഡ് വർക്കാണ് ചെയ്തത്, വെരി സ്മോൾ ഹാൻഡ് വർക്കാണ്, ബട്ട് വെരി ബ്യൂട്ടിഫുൾ ഇൻ ഇറ്റ്സ് ഓൺ വേ. അപ്പോൾ സെലിബ്രിറ്റി സിൽക്ക് ആണ് ഫാബ്രിക്കിൻ്റെ പേര്. ഇത് വരുമ്പോൾ ഷിമ്മറിൽ തന്നെ, ഇപ്പോൾ ഷിമ്മറിൽ തന്നെ നമ്മൾ ഓൾറെഡി ഒരു 3-4 മോഡൽ ഫിനിഷ് ആക്കിയിട്ടുണ്ട്. ഇത് ഷിമ്മറിൽ ഇറ്റ്സ് എ ഡിഫറെൻറ്റ് ക്വാളിറ്റി ഓഫ് ഷിമ്മർ ഇതിൽ വരുന്നത് വിത്ത് ബുട്ടി വർക്ക് ആയിട്ടാണ് വരുന്നത്. ആൻഡ് ഇറ്റ്സ് എ ഫ്രോക്ക് മോഡൽ. ഇതിപ്പോൾ ഇത്ര നമ്മൾ കളക്ഷൻസ് നമ്മൾ ഈ ഒരു മണിക്കൂർ 1.5 മണിക്കൂർ കൊണ്ട് കണ്ട് ഇതിനേക്കാളും കൂടുതലുണ്ട് നേരിട്ട് വരുമ്പോൾ കാണാം അല്ലേ? യെസ്. ഇത് വരുമ്പോൾ CP ഷിമ്മർ പണ്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് PC ഷിമ്മറാണ്. PC ഷിമ്മർ വിത്ത് പീകോക്ക് ഹാൻഡ് വർക്ക് ഡിസൈൻ ആണ്. ആൻഡ് ഇത് ഒരു സൈഡ് സ്ലിറ്റ് മോഡലാണ്. വർക്ക് അടിപൊളിയുണ്ട് കേട്ടോ. യെസ്. പിന്നെ ഇത് വരുമ്പോൾ നമ്മളുടെ എവർഗ്രീൻ ആലിയ മോഡലിൽ തന്നെ കുറച്ച് ഹെവി ആയിട്ടുള്ള ഒരു ഹാൻഡ് വർക്ക് ഒരു മോഡലാണ് വിത്ത് ഫുൾ സ്മോൾ യൂണിഫോം ഫ്ലീറ്റിംഗ് ആയിട്ടാണ് വിത്ത് ഫ്രോക്ക് ആയിട്ട് 3/4 സ്ലീവ്. റൈറ്റ്. ഇത് വരുമ്പോൾ അഗെയിൻ ഹെവി ഹാൻഡ് വർക്ക് മോഡൽസ്. നമ്മളുടെ ജോർജറ്റ് ബേസിൽ ഹെവി ഹാൻഡ് വർക്ക് മോഡലാണ്. ഈവൻ ഇൻ ദ സ്ലീവ് ഫുൾ സെൻറ്ററിൽ ഓൾസോ വർക്ക് ഉണ്ട്, ത്രെഡ് ഫ്ലവർ വർക്ക് വരെ ചെയ്തിട്ടുണ്ട്. ദീസ് ആർ തിങ്സ് ദറ്റ് കം ഓൺ എ ഹെവിയർ റേഞ്ച്. ഇത് വരുമ്പോൾ so this as you can see it's very simple and elegant. Full fleeting ആണ് സെൻറ്ററിൽ, പക്ഷെ കയ്യിൽ വരുമ്പോൾ ഇറ്റ്സ് ഹെവി ഹാൻഡ് വർക്ക്. കയ്യിൽ ഹെവി ഹാൻഡ് വർക്കാണ് ആൻഡ് സെയിം ഫുൾ കോളറിൽ ബാക്ക് വരെ ഹാൻഡ് വർക്കാണ്. ബാക്കിൽ സിബ് കേട്ടോ. റൈറ്റ്. ഇത് വരുമ്പോൾ നമ്മുടെ പ്ലെയിൻ ജോർജറ്റ് മെറ്റീരിയൽ ബട്ട് ഫുൾ സ്ലീവിൽ ഫുൾ വർക്ക് ആൻഡ് ആസ് യൂഷ്വൽ ഈ നെക്ക് ഇപ്പോൾ ഭയങ്കര ഹെവി ഡിമാൻഡാണ്. നെക്കിൽ വരെ ബാക്കിൽ വരെ യു കൻ സീ വർക്ക്. ഇത് വരുമ്പോൾ നമ്മുടെ ഫുൾക്കാരി മെറ്റീരിയൽ വിത്ത് പ്രിന്റ് ഓഫ് ഹാൻഡ് വർക്ക് ആൻഡ് പഫ് കൈ മോഡലാണ്. കൈയിൻ്റെ മോഡൽ പഫ് കൈ ആണ്. ഇത് വരുമ്പോൾ നമ്മുടെ ജോർജറ്റിൽ ഒരു ഓവർകോട്ട് മോഡലാണ്
വി കോൾ ഇറ്റ് ദ ഡയമണ്ട് നെക്ലസ് മോഡൽ ബിക്കോസ് ഇതിൻ്റെ ഡിസൈനിങ് അങ്ങനെയാണ്. നെക്കിൽ മാത്രം വർക്കാണ് ആൻഡ് ഒരു ഓവർകോട്ട് മോഡലാണ് ഇതിൽ വരുന്നത്. അറ്റാച്ച്ഡ് ആണ് കേട്ടോ അത്. റൈറ്റ്. ഇത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ബാട്ടിക് മോഡലാണ്. സോ ദിസ് ഇസ് ഓൺ ദ പ്രീമിയം റേഞ്ച് അഗെയിൻ. ദിസ് ഫാബ്രിക് ഇസ് വെരി എക്സ്പെൻസീവ് ആൻഡ് ഒരു കോട്ടൺ ഫീലാണ് വരുന്നത്, പക്ഷെ ഫുൾ സീക്വൻഷ്യൽ വർക്ക് ചെയ്തിട്ടുണ്ട് ത്രൂ ഔട്ട് ദ ഫാബ്രിക്. ചെറിയ മൈക്രോ സീക്വൻസിന് വെച്ച് സീക്വൻസ് വർക്ക്. ഇത് വരുമ്പോൾ നമ്മുടെ കോട്ടൺ അക്കോബാൽ തന്നെ ഒരു ഹാൻഡ് വർക്ക് ഉള്ള ഒരു പാറ്റേൺ ആണ്. കോട്ടൺ അക്കോബ വിത്ത് ഫുൾ ബോറിംഗ് വർക്ക്. യു കെൻ സീ ദ ഹോൾസ് വെരി ഡീറ്റെയിൽഡ്. ചെറിയ ഹോൾസ് അല്ലേ? റൈറ്റ്. യെസ്. സോ നൗ ഇത് നമ്മുടെ സെലിബ്രിറ്റി സിൽക്കിൽ തന്നെ സെയിം സെലിബ്രിറ്റി സിൽക്കിൻ്റെ ഫാബ്രിക് ആണ്. മുകളിൽ ഇറ്റ്സ് ഒരു യു കട്ട് യോക്ക് വിത്ത് അജ്രക് കലംകാരിയുടെ ഹാൻഡ് വർക്ക് ആയിട്ടുള്ള ഒരു മോഡലാണ്. ദിസ് ഇസ് വൺ ഓഫ് അവർ ഹെവിയസ്റ്റ് ഡിസൈൻസ് ഇൻ ജോർജറ്റ്. വെരി ഹെവി ഹാൻഡ് വർക്ക്. യു കെൻ സീ ഇറ്റ് ഇൻ ഡീറ്റെയിൽ. ഒന്ന് സൂം ചെയ്തിട്ട് നോക്കിയാൽ വെരി ഹെവി ഇൻ ഡീറ്റെയിൽ. സൂപ്പർ. ഇത് ബ്ലാക്കിൽ എന്ത് വർക്ക് ചെയ്താലും അതൊരു ഭംഗി തന്നെയാട്ടോ. ഇതിൽ ഇങ്ങനെ കളേഴ്സ് മാറൂല്ലേ ഈ വർക്കിന്റെ? വർക്കിന്റെ കളേഴ്സ് ബേസ് ഫാബ്രിക്കിന്റെ കളർ അനുസരിച്ച് ഈ ടോണിങ് മാറിക്കൊണ്ടിരിക്കും. ഇത് വരുമ്പോൾ എഗെയിൻ സ്ലീവ്ലെസ് കുർത്തീസ് വെരി ഹെവി ഇൻ ഡിമാൻഡ് റൈറ്റ് നൗ മാർക്കറ്റിൽ. സോ ഇത് ഒരു ബാട്ടിക് വിത്ത് റൗണ്ട് നെക്ക് ഹാൻഡ് വർക്ക് ഉള്ള ഒരു മോഡലാണ്. വിത്ത് ബാക്കിലൊന്ന് കെട്ടാൻ പറ്റും. സ്ലീവ് അറ്റാച്ച് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട് അല്ലേ? സ്ലീവ് അറ്റാച്ച് ചെയ്യേണ്ട ഓപ്ഷൻ ഇല്ല. ഇത് ഫുള്ളി സ്ലീവ്ലെസ് തന്നെയാണ്. സ്ലീവ് അറ്റാച്ച് ചെയ്യേണ്ട ഓപ്ഷൻ ഇല്ല. ഇത് വരുമ്പോൾ പൗഡർ ഫാബ്രിക്കിൽ വിത്ത് ഹാൻഡ് വർക്ക് ഉള്ള ഒരു മോഡലാണ്. സെൻറ്ററിൽ ഫ്ലീറ്റ് വരുന്ന ഒരു മോഡലാണ്. പിന്നെ നെക്സ്റ്റ് വരുമ്പോൾ അഗെയിൻ ടോൺ ടു ടോൺ ഫാബ്രിക്സ് as we are mentioning. ടോൺ ടു ടോൺ ത്രെഡ് വർക്ക് വെരി ഹെവി ഇൻ ഡിമാൻഡ് റൈറ്റ് നൗ. വെരി സിമ്പിൾ ആൻഡ് റെഡി ടു ഗോ വെയർ ഐറ്റം. നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് നമ്മളുടെ സെയിം ജക്കാർഡ് കോട്ടൺ ഫീൽ വിത്ത് ചിക്കൻ വർക്ക്. സൈഡിലും വരുന്നത് ചിക്കൻ വർക്കാണ്. സോ ദിസ് ഇസ് ഒരു ഭയങ്കര ഒരു നോവൽറ്റി ഐറ്റം ദാറ്റ് മാർക്കറ്റിൽ അങ്ങനെ യു വിൽ നോട്ട് സീ ദിസ് എവ്രിവെയർ. സെയിം തിങ് ഈ നെക്കിൽ വിത്ത് ലേസ് വർക്ക് ആയിട്ട് വരുന്നുണ്ട്. നെക്കിലും ലേസ് ഉണ്ട്, സെയിം സ്ലീവ് അസ്തിനിലും ലേസ് വർക്ക് ഉണ്ട്. ഇപ്പോൾ വരെ നമ്മൾ കണ്ടത് എ ലൈനിൽ ടോൺ ടു ടോൺ ത്രെഡ് വർക്ക് ഗല വർക്ക് ആയിരുന്നു. ഇതൊരു ഫ്രോക്ക് മോഡലാണ് വിത്ത് ഫ്ലീറ്റ് ആണ് ആൻഡ് ഒരു വെരി ഫെമിനിൻ കളർ ബേബി ഓണിയൻ പിങ്ക് കളർ ഷെയ്ഡിൽ ഒരു ടോൺ ടു ടോൺ വർക്കാണ്. വെരി ഹെവി ഇൻ ഡിമാൻഡ് ലേറ്റ്ലി. Again, this is meant for our college kids. It's an overcoat jacket model. Long sleeve overcoat jacket model. College kids ന് ഇടാൻ പറ്റിയ ഒരു ഐറ്റം ആണ്. നേരത്തെ നമ്മൾ കണ്ടത് 2 ഷെയ്ഡ് ആയിരുന്നു അല്ലേ? ഇത് 1 ഷെയ്ഡിൽ. Right. Now going on next, ഷിമ്മറിൽ തന്നെ ഒരു വേറെ ക്വാളിറ്റി ഓഫ് ഷിമ്മർ ആണ് and it's called the denting shimmer. It's again very more glossy and ഇതിൽ ഒന്ന് zoom ആക്കിയിട്ട് നോക്കിയാൽ you can see there's a golden jerry line which is run throughout the fabric. അപ്പോൾ അതാണ് ഈ തുണിയുടെ ഒരു പ്രത്യേകത. അഗെയിൻ ഇതൊരു കോളേജ് കിഡ്സ് വെയറിൻ്റെ ഒരു കോളർ മോഡൽ. അടിയിൽ സെൻറ്റർ ഓപ്പൺ ആണ്. നോ ലൈനിങ് ഇൻ ദിസ്. ദ ഫാബ്രിക് ഇറ്റ് സെൽഫ് ഇസ് വെരി ഹെവി. നോ ലൈനിങ് ഇൻ ദിസ് മോഡൽ. നെക്സ്റ്റ് വരുന്നത് ദിസ് ഇസ് അഗെയിൻ വൺ ഓഫ് അവർ ഹൈ റേഞ്ച് ഐറ്റംസ്. ഹെവി ഇൻ ഇറ്റ്സ് റേറ്റ്, ഹെവി ഇൻ ഇറ്റ്സ് ഫാബ്രിക്. No designing, nothing, just the design itself is quite beautiful as you can see. Full thread work ആണ്, heavy thread work ആണ്. ചൂസ് ചെയ്യാൻ ഇഷ്ടം പോലെ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് നമ്മുടെ മൊഡാലില് ഹെവി മൊഡാൽ ഫാബ്രിക് വിത്ത് ആലിയ കട്ടിൻ്റെ ഒരു ഹാൻഡ് വർക്ക് ഒരു മോഡലാണ്. ഇത്ര സംസാരിക്കുന്ന ഞാൻ വരെ നിർത്തിന്ന് സംസാരം. ഇത്രയും വെറൈറ്റീസ് കളക്ഷൻ ഉള്ളത് കൊണ്ട്. ഇത് നമ്മുടെ ആ ഒരു പൗഡർ ഷുഗർ കെയിൻ പ്രിന്റിൽ തന്നെ വിത്ത് സെയിം ടോൺ ടു ടോൺ ഹാൻഡ് വർക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ. ഇത് ഫുൾ ഹാൻഡ് വർക്ക് ആട്ടോ കാണുന്നത് മൊത്തം. അടിയിൽ ഫ്ലീറ്റ് ആണ്. ഇത് നമ്മുടെ ഷിമ്മറിൽ തന്നെ ഒരു വേറെ പാറ്റേൺ ആണ്. ഷിമ്മറിൽ തന്നെ യു ക്യാൻ സീ ഇറ്റ്സ് എ ഡിഫറെൻറ്റ് ഹാൻഡ് വർക്ക്. ഫ്രോക്ക് മോഡലാണ്. ഇത് വൺ ഓഫ് ദ വെരി ഹെവി ഇൻക്വയറി ഐറ്റംസ് ലേറ്റ്ലി ഫോർ ദിസ് ഓണം. എഗെയിൻ ഇത് ഒരു ജാക്കറ്റ് മോഡലാണ് ആസ് യു ക്യാൻ സീ ആൻഡ് സിൽവർ ലേസ് വർക്ക് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. സോ ദിസ് ഇസ് വൺ ഓഫ് എ ഹെവി സെല്ലിംഗ് ഐറ്റംസ്. ഇത് പറയുന്നത് മാജിക് ഡിജിറ്റൽ പ്രിന്റ് ആണ്. മാജിക് ഡിജിറ്റൽ പ്രിന്റിൽ വിത്ത് ബോക്സ് പാച്ച് വർക്ക് ഹാൻഡ് വർക്ക് മോഡൽ. എ വെരി ന്യൂ ഫാബ്രിക് ഇൻ ദ മാർക്കറ്റ്. ഇത് നമ്മുടെ റേയോൺ ടൈഡൈയിൽ ലേസ് വർക്ക്. ആസ് യു കെൻ സീ ഇവിടെ ഫുൾ ടൈഡൈ ചിക്കൻ ലേസ് വർക്ക് കണ്ടിന്യൂസ് ഒരു 2 വൈറ്റ് ഫാബ്രിക് ഇസ് ബിൻ റണ്ണിങ് ഓൺ റേയോൺ ഫോയിൽ മെറ്റീരിയൽ. ഇത് ജോർജറ്റിൻ്റെ ബേസ് ആണ്. സോ ഇറ്റ്സ് എ ഓവർകോട്ട് ജാക്കറ്റ് മോഡൽ.
Next, what we have is again നമ്മുടെ cotton Akoba boring work, one of our best designs. Cotton Akoba with lace work ആയിട്ടുള്ള ഒരു മോഡൽ. നിർത്താനുള്ള ഉദ്ദേശമില്ല കേട്ടോ, ഇഷ്ടം പോലെ വെറൈറ്റീസ് ഉണ്ട്. നമ്മൾ അത്യാവശ്യമുള്ളത് ഫീഡിങ്ങിൽ ഒരു മോഡലാണ്, ഹെവി ആണ്. ഓക്കെ, ഫീഡിങ്ങിൽ സംതിങ് മോർ ലൈക്ക് ഫങ്ഷൻ വെയർ ടൈപ്പ് ഓഫ് ഫീഡിങ് ഒരു മോഡലാണ്. ഇത് വരുമ്പോൾ ഇറ്റ്സ് എ ന്യൂ ഫാബ്രിക് ഇൻ ദ മാർക്കറ്റ്. ഇറ്റ്സ് കോൾഡ് റോളെക്സ്. റോളെക്സ് ആണ് ഫാബ്രിക്കിൻ്റെ പേര്. വെരി സോഫ്റ്റ് ആൻഡ് വിത്ത് ഹാൻഡ് വർക്ക് ആണ്, ഡയമണ്ട് കട്ട് ഹാൻഡ് വർക്ക് ആണ്. സംതിങ് ന്യൂ ഫോർ ദ കസ്റ്റമേഴ്സ്. അപ്പോൾ റോളക്സ് ഫാബ്രിക് ആണ് കേട്ടോ ഇത്. പിന്നെ ഇതിൽ വരുന്നത് നെക്സ്റ്റ് നമ്മുടെ പ്യോർ പ്ലെയിൻ ചിക്കൻ വർക്ക്, നോ ഹെവി ഡിസൈനിങ് ഇൻ ദിസ്. ജസ്റ്റ് സാധാ സൈസിലിട്ട് ഒരു മോഡലാണ്. വെരി റെഡി ടു ഗോ വെയർ ഐറ്റം. ഷോർട്ട് ടോപ്സിലായാലും കുർത്തീസിലായാലും ഇതിപ്പോൾ ലേറ്റ്ലി ചോദിക്കുന്നുണ്ട്. ഇത് എങ്ങനെ നമ്മുടെ കോട്ടൺ അജ്രക്കിൽ ഒരു ഹാൻഡ് വർക്കുള്ള ഒരു മോഡലാണ്. പ്യോർ 60s ജയ്പൂർ സോഫ്റ്റ് അജ്രക് ഡിസൈനാണ്. ഇനിയും കളക്ഷൻ കുറേ ഒക്കെ അങ്ങോട്ട് മാറ്റി വെക്കുന്നുണ്ട്. അതെന്ന് വെച്ചാൽ അത്യാവശ്യമുള്ള മാത്രം കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അഗെയിൻ ഇത് നമ്മുടെ ഓർഗൻസാല് നമ്മൾ ഇതിന്റെ ഒരു ബ്ലൂ ഷെയ്ഡ് കണ്ടിട്ടുണ്ടായി. അതിൽ സ്മോൾ മിറർ വർക്ക് ആയിരുന്നു. ഇത് ഫ്ലവർ മിറർ വർക്ക് ആണ്. ഇതൊരു ഹെവി സെല്ലിംഗ് ഐറ്റം ആണ്. എ ലൈനിലാണ് കേട്ടോ ഇത് വരുന്നത്. മൊത്തം എ ലൈനിൽ ലൈനിങ് അടക്കം. ഇത് വരുമ്പോൾ നമ്മുടെ റിയോണില് സൈഡ് സ്ലിറ്റ്, റിയോൺമേ സൈഡ് സ്ലിറ്റ്, ചൈനീസ് കോളറാണ് ഇത് വരുന്നത് കേട്ടോ. അതിൽ സൈസസ് വരുന്നത് മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ അങ്ങനെയാണ് എടുക്കേണ്ടത്. ഇത് നമ്മുടെ കോട്ടൺ അജ്രക് മേ വിത്ത് ലേസ് വർക്ക്. റെഗുലർലി 365 ഡേയ്സ് ഹെവി സെല്ലിംഗ് ഐറ്റം. ഹെവി സെല്ലിംഗ്, ഓക്കെ. ലേസ് വർക്കോട് കൂടിയിട്ട്. യെസ്, ഇതിലോട്ട് വരുമ്പോൾ ദിസ് ഇസ് നമ്മളുടെ ചന്ദേരി മോഡൽ ഹെവിയസ്റ്റ് ക്വാളിറ്റി വിത്തൗട്ട് എനി ഹാൻഡ് വർക്ക്, സിമ്പിൾ ക്ലാസിക് മോഡൽ, ഫ്ലീറ്റ് ആയിട്ട് ഫ്രോക്ക് ആയിട്ട്. ഫ്രോക്ക് ഐറ്റംസ്. ഇനിയും ഇത് കൂടാണ്ട് ബോട്ടം വെയർ ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് സെയിൽ ചെയ്യുന്നുണ്ട്. ബോട്ടം വെയർ സെപ്പറേറ്റ്ലി ഉണ്ട്. ബോട്ടം വെയർ ഒന്ന് കാണിക്കാം. ഒന്ന് ബോട്ടം വെയർ നമുക്കൊന്ന് കാണിച്ചു നോക്കിയാലോ? ഓക്കെ. ബോട്ടം വെയർ എന്ന് പറയുന്നത് നമുക്ക് ജീൻസ്, പലാസോ. ബോട്ടം വെയറിൽ നമുക്ക് ജീൻസ് വരുന്നുണ്ട്, റിയോൺ ലൂസ് പാൻറ് വരുന്നുണ്ട്, സിഗരറ്റ് പാൻസ് വരുന്നുണ്ട്, ലെഗിങ്സ് വരുന്നുണ്ട്. സോ ഇത് ജീൻസിൻ്റെ ഒരു കളർ ഷോട്ട് സോണാണ്. ഇതിൽ നമുക്ക് ഡാർക്ക് ബ്ലൂ, സ്കൈ ബ്ലൂ, ആഷ് ഗ്രേ ആൻഡ് ബ്ലാക്ക്. ഇതാണ് നമ്മുടെ ജീൻസിൻ്റെ ഒരു കണ്ടിന്യൂസ് ഡിഫറെന്റ് ടൈപ്പ്. ഇതിന്റെ സൈസസും കൂടി എങ്ങനെയാണ് വരുന്നത്, അതും കൂടി ഒന്ന് പറഞ്ഞു. ഇതിന്റെ സൈസ് വരുമ്പോൾ 26, 28, 30, 32 is the size that we maintain in jeans. Normal size ആണ്. പിന്നെ വരുമ്പോൾ നമ്മുടെ rayon loose pant ആണ്. So in this, as you can see, double side pocket ആണ്. This is one pocket and this is the second pocket ഇവിടെ. ഇതിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന സൈസ് XL, XXL, 3XL and 4XL ആണ്. ഇതിൽ നമുക്ക് പല കളേഴ്സ് വരുന്നുണ്ട്. ഇത് ബേബി പീച്ച്, നേവി ബ്ലൂ, ഡാർക്ക് മെറൂൺ, ബ്ലാക്ക്, ബോട്ടിൽ ഗ്രീൻ, ചിക്കു, മെഹന്തി, ഓണിയൻ പിങ്ക്, മജന്ത, സ്കൈ ബ്ലൂ, red, white. Almost you will get 20 to 25 different types of colors at all points of time. Orange, dark wine and dark ash grey. ഇത് പിങ്കിൻ്റെ കുറച്ച് ഡിഫറെൻറ്റ് കളർ സോൺസ് ആണ്. അപ്പോൾ ഇത് നമ്മളുടെ റിയോൺ ലൂസ് പാൻറ് ആണ്. ദിസ് ഇസ് ആർ ഓൺ സെൽഫ് പ്രൊഡക്ഷൻ ആൻഡ് ദ സൈസസ് ദാറ്റ് വി ഹാവ് ഇസ് XL, 2XL, 3XL and 4XL. ആൻഡ് ഇപ്പോൾ നെക്സ്റ്റ് നമുക്ക് ബോട്ടമിൽ കാണിക്കാൻ സിഗരറ്റ് പാൻസ് ആണ്. സോ ആസ് വി കൻ ഷോ യു, in this also the sizes that we are maintaining is XL, 2XL, 3XL, 4XL. This is also our self production item. ഇതിൽ വരുമ്പോൾ അടിയിലൊരു സിഗരറ്റ് പാൻറ് പോലെ കുറച്ച് ടൈറ്റ് ആയിട്ട് ഇങ്ങനെ ഒരു ഫീൽ ചെയ്യുക. അതിൽ പോംപോമിന്റെ ഡീറ്റെയിൽ ഉണ്ട്, ഇല്ലാത്തതും ഉണ്ട്. രണ്ട്. ഇത് ലൈക്ര മെറ്റീരിയലാണ് വരുന്നത് അല്ലേ? ഇത് ലൈക്രയില് ക്ലോസ് ബൈ ടു ഒരു കോട്ടൺ ഫീൽ ഒരു ഇതാണ്. ക്ലോസ് ബൈ ടു കോട്ടൺ ഫീൽ ഒരു ഇതാണ്. ആൻഡ് ഇതിൽ അഗെയിൻ ദീസ് ആർ ദ ഡിഫറെന്റ് ഷെയ്ഡ്സ് ഓഫ് കളർ ദാറ്റ് വി ഹാവ്. bright orange, rusty, dark rusty, ash grey. ഇതിൽ സൈസസ് എങ്ങനെ വരാ? ഇതിൽ again sizes are XL, 2XL, 3XL and 4XL. 4XL. ഇതിൽ വരുന്നത് again as you can see colors we have gold, more peach, off white, baby pink, mehendi and white. So now, in this ഇഷ്ടംപോലെ ഇനിയുണ്ട്, ഇനി മതി. colors ഉണ്ട്, but just to give an idea,
ഈ ഒരു ടൈപ്പ് ഓഫ് ഡിഫറെന്റ് ഷെയ്ഡ്സ് ഓഫ് കളേഴ്സ് ആണ് നമുക്ക് ഇതിൽ വരുന്നത്. ഓക്കെ ആൻഡ് ഇത് അല്ലാണ്ട് അഗെയിൻ വി ഡു ഹാവ് ഷോർട്ട് ടോപ്സ് ഇസ് വെൽ. നമുക്ക് ജീൻസിന്റെ മുകളിൽ ഇടാൻ പറ്റിയ ചില ഐറ്റംസ് വരെ കൂടുതലുണ്ട്. സോ വിൽ ഷോ യു ദാറ്റ് ഇസ് വെൽ. ഓക്കെ, അപ്പോൾ അത് നമുക്ക് കണ്ടുനോക്കാം. ഷുവർ. അപ്പോൾ ഇതൊന്ന് കുറച്ച് അങ്ങോട്ട് അങ്ങനെ പോട്ടെ അങ്ങോട്ട്. അപ്പോൾ നമുക്ക് ഷോർട്ട് ടോപ്സിൽ വരുന്നത് ഇത് ഡിഫറെന്റ് സൈസ് മോഡൽ. ഷോർട്ട് ടോപ്സിൽ നമ്മൾ വെക്കുന്നത് LXL 2XL സ്റ്റാൻഡേർഡ് സൈസ് ആണ് വലിയ ആൾക്കാരുടെ മോഡൽസിൽ. ആൻഡ് കിഡ്സിന്റെ ഐറ്റം ആകുമ്പോൾ ഇൻ ദാറ്റ് വി ഹാവ് 20, 22, 24, 26, 28 and 30 കിഡ്സിന്റെ ഐറ്റംസ്. അപ്പോൾ അതിൻ്റെ കുറച്ച് കളക്ഷൻസ് ആണ് കേട്ടോ. ഷർട്ട് മോഡൽ ഉണ്ട്, ഷർട്ട് മോഡൽ, ക്രോപ്പ് ടോപ്പ് ഉണ്ട്. ജസ്റ്റ് ഒരു ഐഡിയക്ക് വേണ്ടിയിട്ട് വെസ്റ്റേൺ വെയറിൽ ഇത്രയും ഐറ്റംസ് അവൈലബിൾ ആണ്. ക്രോപ്പ് ടോപ്പ് ആണ്. ഇതൊക്കെ അതിൻ്റെ വെറൈറ്റി ഓഫ് കളക്ഷൻസ്. ഇതിൻ്റെ സ്ലീവിന് കുറച്ച് So as you can see there is thread work over here, crop top live, and thread work illande lace work is also being used. As you can see ഇതിൽ വരുമ്പോൾ small accessories are used on the side, and സൈഡിൽ വരുന്ന ബട്ടർഫ്ലൈ സ്ലീവ് ഉണ്ട്. പല ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്ലീവ് ആണ് വരുന്നത്. ഇത് വരുമ്പോൾ ഇറ്റ്സ് എ സ്മോക്കിംഗ് ക്രഷ് പാറ്റേൺ ഇൻ റയോൺ ഫാബ്രിക് ദാറ്റ് വി ഹാവ് യൂസ്ഡ് വിത്ത് ഡയമണ്ട് പെൻഡന്റ് ഇടയ്ക്ക് വെച്ചിട്ട്. ഇതൊരു ചെറിയ കുട്ടികളുടെ മോഡലാണ്. ഇതിൽ 32, 34, 36 വരെ ഉണ്ട്. ആൻഡ് ദിസ് ഇസ് അഗെയിൻ നമ്മളുടെ വെർട്ടിഗൻ പ്രിന്റ് ഫാബ്രിക് ആണ് വിത്ത് ഒരു സ്മോൾ ഷെയ്ഡിങ് ഡിസൈൻ, സ്റ്റിക്കർ ഡിസൈൻ ആയിട്ട് ചെയ്യണ ഒരു മോഡൽ. വെരി സോഫ്റ്റ് ആൻഡ് കംഫർട്ടബിൾ ഫാബ്രിക്. ആസ് യു കൻ സീ ഇതിലൊരു വെരി ഡിഫറെൻറ്റ് വെസ്റ്റേൺ കോളർ ആണ് വിത്ത് ഡയമണ്ട് മിറർ വർക്ക് ആയിട്ട് ചെയ്ത ഒരു മോഡലാണ്. സോ യു കൻ വെയർ ദിസ് നമ്മുടെ ഓഫീസിലും ഇടാൻ പറ്റും. യു കൻ ഓൾസോ വെയർ ദിസ് ഈവൻ വെൻ യു ആർ ഗോയിങ് ഔട്ട്. ഇത് വെൻ യു ലുക്ക് ഇറ്റ്സ് ഗോട്ട് എ വെരി ഫാൻസി നെക്ക് വിത്ത് ഫ്ലവർ കട്ട് ബീഡ് വർക്ക് ആണ്. ആൻഡ് ഇറ്റ്സ് എ വെരി ആക്രോബാറ്റിക് പ്രിൻറ്റ്. ഇത് വരുമ്പോൾ നമ്മുടെ ചെക്സ് മോഡലാണ്, റെഗുലർ ഇടാൻ പറ്റിയ വെയർ ഐറ്റം. നൗ ദിസ് ഇസ് അഗെയിൻ നമ്മുടെ ഒരു ആക്രോബാറ്റിക് ഡിസൈനാണ്, ബോൾ വർക്ക് ഡിസൈനാണ് വിത്ത് ബട്ടൺസ്. ആസ് യു കൻ സീ ഇതൊരു സെൽഫ് ഡിസൈൻ മോഡലാണ്. ഇറ്റ്സ് എ കോളർ മോഡൽ വി കട്ട് വിത്ത് ബട്ടൺസ്. പ്യുവർ ഫ്ലോറൽ ഷോർട്ട് ടോപ്പ്, ക്രോപ്പ് ടോപ്പ് എൻ്റെ ലെങ്ത് ഉള്ളൂ ഇതിൽ. ദിസ് ഇസ് അഗെയിൻ നമ്മുടെ റെഡി ടു ഡെയിലി വെയറിൽ ഇടാൻ പറ്റിയ ഒരു ഐറ്റമാണ്. അഗെയിൻ ഫ്ലോറൽ പ്രിൻ്റ് ഐറ്റം വിത്ത് ഫുൾ ബട്ടൺ വർക്ക് ആയിട്ടാണ്. ഇംഗ്ലീഷ് പേസ്റ്റൽ ചാർട്ടാണ് ഇതിൽ വരുന്നത്. ദിസ് ഇസ് അഗെയിൻ ഒരു ക്രോപ്പ് ടോപ്പിൽ നമ്മളുടെ ഒരു ജോമെട്രിക്കൽ ഡിസൈൻ വിത്ത് ഫ്ലോറൽ പ്രിൻ്റ് ആയിട്ടാണ്. ഇത് വരുമ്പോൾ നമ്മുടെ ജെന്റിൽമാൻ ഫാബ്രിക് ആണ്. ജെന്റിൽമാൻ ഫാബ്രിക്കിൽ ഒരു ചെക്ക് സെറ്റ് ഡിസൈനാണ് വിത്ത് ബട്ടൺസ് ആൻഡ് ബോൾസ്. അഗെയിൻ ഇതൊരു കുട്ടികളുടെ ഒരു മോഡലാണ്. ഇതിൽ സൈസ് വരുന്നത് 32, 34, 36 ആണ്. ആൻഡ് ഇറ്റ്സ് എൻ ഓവർകോട്ട് മോഡൽ. ഇത് വരുമ്പോൾ നമ്മുടെ ഒരു റയോൺ ബേസ് ആണ് ഫാബ്രിക് ആൻഡ് ലേസ് വർക്ക് കൊണ്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ആൻഡ് ദർ ഇസ് എ സ്മോൾ ആക്സസറി ഇൻ ദിസ് മോഡൽ. അഗെയിൻ ഇതൊരു ക്രോപ്പ് ടോപ്പാണ്. മോർ ഓൺ ദ സമ്മർ ഇംഗ്ലീഷ് ഷാർട്ടിൻ്റെ ഒരു ക്രോപ്പ് ടോപ്പ് മോഡലാണ്. ഇത് ഒരു ലീഫ് പാറ്റേൺ ആണ്. പ്രോപ്പർ ബീച്ച് വെയർ ഐറ്റം ഗോവയിലോട്ടൊക്കെ പോകുന്നുണ്ടെങ്കിൽ or any beach wear destination, it's a very proper outfit item. Again ഇത് നമ്മുടെ ഫുൾ ത്രെഡ് വർക്ക്, ബോക്സ് വർക്ക് ഉള്ള ഒരു ഐറ്റമാണ്. ബേസ് ഫാബ്രിക് ഇസ് റയോൺ ഇറ്റ് സെൽഫ്. ദിസ് ഈസ് നമ്മുടെ ഡെൻറ്റിങ് ഫാബ്രിക് വിത്ത് സെയിം ടോൺ ടു ടോൺ ത്രെഡ് വർക്ക് ചെയ്തുള്ള ഒരു മോഡലാണ് വിത്ത് ബട്ടൺ വർക്ക് ആയിട്ടുള്ള ഒരു മോഡലാണ്. ദിസ് ആസ് യു കൻ സീ ഇത് നമ്മുടെ ഡോട്ടഡ് ക്രോപ്പ് ടോപ്പാണ്. വെരി ഹെവി ഇൻ ഡിമാൻഡ്. ദിസ് ഈസ് റെഗുലർ ക്ലാസിക് ചെക്സ് മോഡൽ ഷോർട്ട് ടോപ്പിൽ വിത്ത് ഫുൾ ലേസ് വർക്ക് ആയിട്ട് വരുന്ന ഒരു മോഡലാണ്. ഇത് നമ്മുടെ ജോർജറ്റ് ബേസ് പ്രിൻറ്റ് ജോർജറ്റ്. ഇത് നമ്മളുടെ അഗെയിൻ ഹോം വെയർ ഐറ്റം. ആൻഡ് ദിസ് ഇസ് അഗെയിൻ ഓൺ ദ കുറച്ചുകൂടി ഒരു എക്കണോമിക്കൽ സൈഡിൻ്റെ ഒരു പാറ്റേൺ ആണ്. ആൻഡ് ഇത് വരുമ്പോൾ അഗെയിൻ ക്രോപ്പ് ടോപ്പ് തന്നെയാണ് വിത്ത് കോളർ മോഡൽ വിത്ത് ബട്ടൺ വർക്കാണ്. ഒരു പ്യുവർ ലൈറ്റ് പേസ്റ്റൽ ഒരു ചാർട്ടാണ്. ജെന്റിൽമാൻ ഫാബ്രിക് വിത്ത് ഷുഗർ ഫെയിൻ ഇൻഫ്യൂസ്ഡ് ആണ് വിത്ത് ഒരു സൈഡ് ആക്സസറി വിത്ത് ബട്ടൺ കുർത്തി. ഇതൊരു ബട്ടൺ കുർത്തിയില്ല, ബട്ടൺ ഷോർട്ട് ടോപ്പ്. സോ ഇത് നമുക്ക് ഒരു റെഗുലർലി ഒരു റെപ്പിറ്റേറ്റീവ് എൻക്വയറി വരുന്ന ഒരു മോഡലാണ്. ഇത് ഡെൻറ്റിങ് ഫാബ്രിക് ആണ് വിത്ത് അടിയിൽ സ്മോക്കിംഗ് ക്രഷ് കൊടുത്തുള്ള ഒരു കോൺസെപ്റ്റാണ് വിത്ത് എ നോർമൽ സ്ലീവ്. ഒരു 3/4 സ്ലീവ് ആയിട്ട് വരുന്ന ഒരു കോൺസെപ്റ്റാണ്. അഗെയിൻ ദിസ് ഇസ് എ ഫാൻസി ഷോർട്ട് ടോപ്പ് ആസ് യു കൻ സീ. ഇത് വരുമ്പോൾ അഗെയിൻ കുട്ടികളുടെ ഒരു ഷോർട്ട് ടോപ്പാണ്. സ്മോൾ സൈസ് 32, 34, 36. ആസ് യു കൻ സീ ഇതൊരു കൂഡ് ഓഫ് ഒരു ഡാർക്ക് കളർ ചാർട്ടാണ് ഇതിൽ വരുന്നത് വിത്ത് ഹാൻഡ് വർക്ക് ഡൺ ഇൻ ബിറ്റ്വീൻ വിത്ത് ത്രെഡ് വർക്ക് ഓൾസോ അറ്റ് ദ സെയിം പോയിന്റ് ഓഫ് ടൈം. അഗെയിൻ ഒരു ക്രോപ്പ് ടോപ്പിൻ്റെ ഒരു മോഡലാണ്. ക്രോപ്പ് ടോപ്പ് അഗെയിൻ വിത്ത് ഫുൾ ത്രെഡ് വർക്ക് ചെയ്ത ഒരു മോഡലാണ്.
ആസ് യു കൻ സി ഇതൊരു ക്ലാസിക് അജ്രക് കലംകാരി ഷോർട്ട് ടോപ്പ് മോഡലാണ് വിത്ത് ജെറി വർക്ക് ചെയ്തുള്ള ഒരു മോഡൽ. പിന്നെ ഇത്ര നേരം നമ്മൾ ഫസ്റ്റ് കാണിച്ചതൊക്കെ ഗോൾഡിൻ്റെ ടിഷ്യൂലും ആയിരുന്നു. ഇനി സിൽവറിനും കൂടി അവൈലബിൾ ആണ് ഇവിടെ. അതും കാണിക്കാൻ വേണ്ടിയിട്ട് അത് ജസ്റ്റ് ഒരു സാമ്പിൾ പർപ്പസിന് എടുത്തതാണ് കേട്ടോ. ഒരു ഡിഫറെന്റ് ഷെയ്ഡ് ഓഫ് ടിഷ്യൂ തന്നെയാണ്. ടിഷ്യൂ മറ്റേത് ഗോൾഡൻ ആയിരുന്നു, ലൈറ്റ് ഗോൾഡൻ, അങ്ങനെ പലതരം ഗോൾഡൻ കണ്ടു. അതിൽ സിൽവറും കൂടി ഉണ്ട്. ഇനി ലൊക്കേഷൻ ഒന്ന് പറയാം നമുക്ക്. ഇനിയും ഇഷ്ടം പോലെ കളക്ഷൻസ് ഇവിടെ ഉണ്ട്. ഈ ഫുൾ എന്ന് വെച്ചാൽ 3-4 ഫ്ലോർ മൊത്തം കളക്ഷൻസ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുക. നമ്മളിപ്പോൾ ഈ ഉള്ള ഒരു മണിക്കൂർ 1.5 മണിക്കൂർ കൊണ്ട് പരമാവധി നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട്. അതൊരു ജസ്റ്റ് ഒരു 5%, 10%. അതെ, ഇതിൻ്റെ ഇഷ്ടം പോലെ ഇനി വെറൈറ്റീസ് കാണാൻ കഴിയും. അപ്പോൾ ലൊക്കേഷൻ ഒന്നുകൂടി പറയാം. ലൊക്കേഷൻ വരുന്നത് കേരളത്തിൽ എറണാകുളം ഹോൾസെയിൽ മാർക്കറ്റിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. അപ്പോൾ എറണാകുളം മാർക്കറ്റ് റോഡ് എന്ന് പറയുമ്പോൾ അതിൽ പലതരം റോഡിൻ്റെ പേരുകളുണ്ട്. പ്രസ് ക്ലബ് റോഡുണ്ട്, ഗോപാലപ്രഭു റോഡുണ്ട്, പിന്നെ കോൺവെൻറ്റ് ജംഗ്ഷൻ ഉണ്ട്. അങ്ങനെ കുറേ റോഡുകൾ കാണാം കേൾക്കാം. പക്ഷേ നമ്മൾ നിൽക്കുന്നത് ഗോപാലപ്രഭു റോഡിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന എക്സാക്ട് ലൊക്കേഷൻ എന്ന് പറയുന്നത്. അവിടെ ദുർഗ ടെക്സ്റ്റൈൽസ് 4 ഫ്ലോർ ആയിട്ടുള്ള ബിഗ് ബിൽഡിംഗ്. ഇതാണ് മെയിൻ ബിൽഡിംഗ്, മെയിൻ ഷോപ്പ് എന്ന് പറയുന്നത്. ഇവർക്ക് ഇനി ഒരു ബ്രാഞ്ച് കൂടി ഉണ്ട്. അത് വരുന്നത് നമുക്ക് പ്രസ് ക്ലബ് റോഡിലാണ്. അത് സെൻറ്റ് തെരേസ് സ്കൂളിൻ്റെ തൊട്ടടുത്തായിട്ടാണ്, അല്ലെങ്കിൽ പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ ഒരു ദുർഗ എന്ന് പറയുന്നത്. അത് ബ്രാഞ്ച്. അവിടേക്ക് വേണമെങ്കിൽ അവിടേക്കും പോകാം, ഇവിടേക്ക് വേണമെങ്കിൽ ഇവിടേക്ക് വരാം. പ്രൈസിന് ഒരു മാറ്റമില്ല, സെയിം പ്രൈസ് തന്നെയാണ്, സെയിം ക്വാളിറ്റിയോട് കൂടിയിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ഇത്രയും നേരം നമുക്ക് വേണ്ടിയിട്ട് ഫുൾ കളക്ഷൻസ് കാണിച്ചത് ആകെ വയ്യാണ്ടായിട്ടുണ്ടാവും. താങ്ക് യു സോ മച്ച്. Thank you so much all the viewers. We look forward to see you. Please visit us too. അപ്പോൾ നേരിട്ട് വരാം. വീഡിയോ കോൾ ഫെസിലിറ്റീസും ഉണ്ട് കേട്ടോ. സൺഡേ ഓപ്പൺ ആണ് ഫെസ്റ്റിവൽ സമയത്ത്. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.